അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള തൻ്റെ കുഞ്ഞുങ്ങൾക്ക് സമാധാനം. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാർ, ദാസിമാർ, ശബ്ദസീമയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന സഹൃദയരും സ്നേഹിതരും നല്ലവരുമായ തൊഴുക്കൽ ദേശനിവാസികൾ, രാവും പകലും സുവിശേഷത്തിൻ്റെ പോർക്കളത്തിൽ ഓടി നടന്ന് വേല ചെയ്യുന്ന ദാസന്മാർ, ദാസിമാർ, മീഡിയ ഓൺലൈനിൽ കൂടി ലോകരാജ്യങ്ങൾ ഞങ്ങളെ സാഗൂതം ശ്രദ്ധിക്കുന്ന മാന്യ പ്രേക്ഷകർ, ഈ രാത്രിയും ഒരുക്കപ്പെട്ട പന്തലിൽ ഉപവിഷ്ടരായിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാ പ്രിയമക്കൾക്കും സന്ധ്യയെങ്കിൽ ലൗകിക രക്ഷകനും മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള നിസ്തുല്യ വന്ദനത്തെ ഈ രാത്രി ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും ക്രിസ്തു യേശുവിലുള്ള സാക്ഷ്യ നിമിത്തം സന്ധ്യയെങ്കിൽ ഒരു ദിനം കൂടി വചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ കൃപാലുവായ ദൈവം ഈ ആഗസ്റ്റ് മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിലും ഒരവസരം കൂടി തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. സത്യ ദൈവസഭ ഒരുക്കുന്ന വാർഷിക കൺവെൻഷനിൽ ഇന്ന് രാത്രിയും നാളെ പകലും നാളെ രാത്രിയും ഒരു സുവിശേഷ വിളംബരത്തിന് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന കർത്തൃദാസന്മാരോടും കുഞ്ഞുങ്ങളോടും എല്ലാ മക്കളോടുമുള്ള അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ കുഞ്ഞുങ്ങളെല്ലാം ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. മീഡിയ കവറേജ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, ശബ്ദ സംവിധാനം കവറേജ് ചെയ്യുന്ന മക്കൾ, എല്ലാവരെയും ദൈവം കാക്കട്ടെ. ഈ രാത്രി യോഗത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട രത്നരാജ് പാസ്റ്റർ, ഈ സംഘടനയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുകയും പതിറ്റാണ്ടുകളായി കർത്താവിൽ ഏറെ ബഹുമാനിതനും എൻ്റെ സ്നേഹിതനുമായ രാജൻ പാസ്റ്റർ, ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാർ, ദാസിമാർ എല്ലാവരെയും ഓർക്കുന്നു. സ്വാഗതം പറഞ്ഞ മണിദാസ് പാസ്റ്റർ എല്ലാവരെയും ഓർക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വർഷവും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു കൂട്ടായ്മ കൂടി തന്ന ദൈവത്തിന് കോടാനുകൂടി സ്തോത്രം. നല്ല ഗാനങ്ങൾ പാടുന്ന കർത്താവിൽ പ്രിയ സഹോദരൻ സാമുവൽ പാസ്റ്റർ, സാനു ബ്രദർ, ഇവരെല്ലാം വർഷങ്ങളായി എന്നോടൊപ്പം കർത്തൃബേലയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളാ. ഈ വർഷവും വേദികളിൽ വീണ്ടും ഞങ്ങൾക്ക് യേശുപ്പച്ചനെ ഒരു ഉയർത്തുവാൻ ദൈവം തന്ന വഴികൾക്കായി നന്ദി. ഇന്ന് രാത്രിയും നാളെ രാത്രിയും അടുത്ത പകലും വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയ പ്രതിപാദിക്കുന്നത് ഇന്ന് നടക്കുന്ന ഈ യുദ്ധപരമ്പരകൾ ഇസ്രയേലിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഇസ്രയേൽ എന്നൊരു ഭാഗമായിരിക്കും വെളിപ്പാട് പുസ്തകത്തിൽ കൂടി ഇന്ന് രാത്രി പ്രതിപാദിക്കുന്നത്. ഇതിൻ്റെ രണ്ടാം ഭാഗം നാളെ രാത്രി ആയിരിക്കും പ്രസംഗിക്കുന്നത്. വെളിപ്പാടിൽ കൂടി കർത്തൃദാസൻ സൂചിപ്പിച്ചതുപോലെ ഗുരു അതെപ്പോൾ സംഭവിക്കും, നിന്റെ വരവും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണമെന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി 7 രാജ്യങ്ങളുമായി ഇസ്രയേൽ നടക്കുന്ന യുദ്ധങ്ങളുടെ പരിസമാപ്തി യെരൂശലേമിലേക്കെത്തും എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും അന്തിമ ദിനവും യെരൂശലേം എന്നൊരു ഭാഗമായിരിക്കും ഈ രാത്രി പ്രതിപാദിക്കുന്നത്. 8 വാക്യങ്ങൾ കർത്താവിൻ്റെ ദാസി വായിക്കുമ്പോൾ ഒരു ബ്രേക്കിലേക്ക് പോകും. ആ സമയം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കും. 4 വാക്യം കൂടെ വായിക്കുമ്പോൾ 12-13 വാക്യങ്ങളായിരിക്കും ഈ രാത്രി വായിക്കുന്നത്. വെളിപ്പാടിൽ കൂടിയും മറ്റ് ദാനിയേൽ പ്രവചനത്തിൽ കൂടിയൊക്കെ ആയിരിക്കും വായിക്കുന്നത്. ദൈവമക്കൾ പ്രാർത്ഥനയോടെ ആയിരിക്കണം. അവസാനം ഒരു പാട്ട് പാടി ദൈവസന്നിധിയിൽ ആരാധിക്കും. അതിനുശേഷം ആരാധനയ്ക്ക് ആശീർവാദത്തിന് ശേഷം രാത്രി ഞാൻ മടങ്ങാത്തത് കൊണ്ട് ആരെങ്കിലും രോഗികളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അത് ദൈവ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങളെ ഏൽപ്പിച്ച കടമയാണ്. അതുകൊണ്ട് ആശീർവാദത്തിന് മുമ്പിട്ട് ആരും ദൈവനാമത്തിൽ വരരുത്. ആശീർവാദം കഴിഞ്ഞ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ സുവിശേഷ പ്രഭാഷണങ്ങൾക്ക് ഒരു പ്രത്യേകത, ഇതൊരു മതത്തിനോ ഒരു സംഘടനയ്ക്കോ ഒരു വ്യക്തികൾക്കോ എതിരല്ല. 84ാമത് വർഷവും തൊഴുക്കലിൽ ഞങ്ങൾ ഈ സത്യസുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ 5 കാരണങ്ങൾ. 1, ഈ പട്ടണത്തിലെ എല്ലാ കുഞ്ഞുങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, കാകളത്തിങ്കിൽ മക്കൾ എടുക്കപ്പെടണം. 3, ഈ പ്രദേശത്ത് ശാശ്വതമായ സമാധാനമുണ്ടാകണം. 4, ഇവിടുത്തെ നാനാ മതസ്ഥർ ഞങ്ങളുടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടണം. 5, ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ഈ സഭയിൽ മാത്രമല്ല ആത്മാവിലെ സത്യത്തിലും ആരാധിക്കുന്ന ദൈവസഭകളിൽ ചിലർ മുട്ടുമടക്കി യേശുപ്പച്ചനെ ഉയർത്തുവാൻ ഈ കൺവെൻഷൻ മുഖാന്തരമാകണം. അതുകൊണ്ട് ഈ ആഗസ്റ്റ് മാസവും ഞങ്ങൾ ഈ സത്യസുവിശേഷം ഇവിടെ പ്രസംഗിക്കുന്നത് ദേശമേ ദേശമേ യഹോവയുടെ വചനത്തെ കേൾക്കുക. ഇന്ന് രാത്രി உலகத்தின் முடிவு கடைசி கால செய்திகளும் இந்த நாட்களில் உண்மையான வேதம் சொல்கிறது. தமிழ்நாடு பக்கத்தேருந்து ஊழியக்காரர் இங்கே இருக்குது. அதுக்கு தான் മലയാളത്തെ പേശുന്നതിനോടൊപ്പം സ്വല്പം തമിഴും കൂടെ പറയാം. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വോത്രം. ദൈവദാസന്മാർക്ക് ഒരു സന്തോഷമാകട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്കെടുക്കാം വിശുദ്ധ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1
2 വാക്യങ്ങൾ. Everyone open your Bible in this evening. We are going starting chapter book of Revelation chapter 6 verse 1 and 2. വെളിപ്പാട് 6:1-2 വാക്യങ്ങൾ വായിച്ചു സഹായിക്കും. നീ വരിക എന്ന് 4 ജീവികളിലൊന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് യോഹന്നാൻ അപ്പോസ്തലൻ കേട്ടു. അടുത്ത വാക്ക്, അപ്പോൾ ഞാൻ ലോകത്തിന്റെ ഒരു സമാധാനം തരുവാൻ വേണ്ടി ഒരു വെള്ളക്കുതിര വരുന്നു. ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അടുത്ത വാക്ക്, അതിന്മേലിരിക്കുന്നവന്റെ കയ്യിൽ ഉലകഭരണം അവൻ കരങ്ങളിൽ പിടിക്കുവാൻ പോകുന്നു. അടുത്ത വാക്ക്, അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിപ്പാനായും പുറപ്പെട്ടു. ഒരിക്കൽ കൂടി വെളിപ്പാട് 6:1-2 കുഞ്ഞാണ്ട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവൻ ഒരു വില്ലുണ്ടായിരുന്നു. ജയിപ്പാനും ജയിക്കാനുമായി അവൻ പുറപ്പെട്ടു. ഉലകം അവനൊരു കിരീടം കൊടുക്കുവാനിടയായി. ഇന്നത്തെ 7 രാജ്യങ്ങളും ഇസ്രായേലുമായി നടക്കുന്ന യുദ്ധത്തിന്റെ പരിസമാപ്തിയായിരിക്കും ഈ രാത്രി. ജെറുസലേം എന്ന ഭാഗത്തിലേക്ക് ദൈവവചനത്തിൽ കൂടി ചിന്തിക്കും. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാം. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ശ്രുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ ശ്രുതികളിൽ വസിക്കുന്ന പ്രിയന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുവാൻ എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട്. 2025 കണ്ടവർ, 2024 കണ്ടവർ, 25 കണ്ടില്ല. 25 ജനുവരി കണ്ടവർ ഈ ആഗസ്റ്റ് മാസം കാണാതെ ഇരിക്കുമ്പോൾ ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ 3ാമത് ഇറവ് ഈ ഗ്രൗണ്ടിൽ വന്ന അപ്പാ പിതാവേ എന്ന് ഒരിക്കൽ കൂടി വിളിക്കുവാൻ മഹാദൈവം എന്നെ കാത്തതിനായി നന്ദിയോടെ സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് രാത്രി സഹോദര സഹോദരി, അപ്പച്ച അമ്മച്ചി വലിയ വീട് തന്നിട്ടല്ല, കാർ തന്നിട്ടല്ല, കമ്പ്യൂട്ടർ തന്നിട്ടല്ല, എൻ്റെ കണ്ണിന് കണ്ണുനീർന്ന് കാലിന് വീഴ്ചയെന്ന് പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയ കർത്താവിന് കോടാനുകോടി സ്തോത്രം. നെയ്യാറ്റിൻകര TV ജംഗ്ഷനിൽ തൊടുക്കലും വഴുതൂരും പെരുമ്പരുതൂരും അരുവിപ്പുറവുമല്ല 40കാരൻ്റെ 41കാരൻ്റെ ബൈക്കിനകത്ത് പറന്ന് നടന്ന ചെറുപ്പക്കാരുടെ ഫോട്ടോകൾ ആദരാഞ്ജലികളുടെ ബോർഡിനകത്ത് ഒരു മാലയും തൂക്കിയിട്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി പ്രായത്തിന്റെ അധീനതക്കകത്ത് നമ്മളെ ഇവിടെ കൊണ്ടുവന്ന കർത്താവിന് കോടാനുകോടി സ്തോത്രം. നീ കഴിച്ച വൈറ്റമിന്റെ ബലമല്ല, നിന്നെ നോക്കിയ ഡോക്ടറിന്റെ ഭഗത്തമല്ല, നിന്റെ ശരീരത്തിനകത്ത് പമ്പ് ചെയ്തിറങ്ങിയ ഗ്ലൂക്കോസിന്റെ പവറല്ല. ഇന്ന് രാത്രി ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാ. ആ കൃപ ലഭിച്ചവർ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക. എവിടെ ആരാധന ഉയർന്നിട്ടുണ്ട് അവിടെ ദൈവകരം ഇറങ്ങി വന്നിട്ടുണ്ട്. എവിടെ ദൈവമക്കൾ സ്തുതിച്ചിട്ടുണ്ട് അവിടെ പാരമ്പര്യത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറിയിട്ടുണ്ട്. ദൈവമക്കൾ ആത്മാവിൽ സ്തുതിച്ചിട്ടുണ്ടെങ്കിൽ ചില കോട്ടകൾ തകർന്നതുപോലെ 84ാമത് കൺവെൻഷന്റെ 3ാമത് രാത്രി ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ഇന്ന് രാത്രി വിടുവിക്കുവാൻ കരുത്തുറ്റ ദൈവത്തിന്റെ കരം ഈ രാത്രി ഇതിനകത്ത് ചലിക്കുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി മാസിഡോണിയയുടെ കാരാഗ്രഹത്തിനകത്ത് 2 കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി പൗലോസും ശീലാസ്. ലോകം കൊടുക്കുന്ന ശിക്ഷാവിധി എല്ലാം ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. വെട്ടമില്ല, വെളിച്ചമില്ല, ജനറേറ്ററിൽ LED ബൾബില്ല. ശരീരം മുഴുവൻ അടിയറ്റ പാടുകൾ കൊണ്ട് വിണ്ടുകീറിയിരിക്കുക. കാലുകൾ പുറത്തു വരാതെ ചങ്ങലകളിൽ ബന്ധിച്ചിരിക്കുക. ആ കുഞ്ഞുങ്ങളുടെ കൂടെ കീബോർഡുമില്ല, ഇന്നത്തെ വയലിനുമില്ല, ഡ്രം സെറ്റുമില്ല, ഒന്നുണ്ടായിരുന്നു. നാവ് തുറന്ന് ദൈവത്തെ ആരാധിക്കുവാൻ അവർക്ക് കൃപ ലഭിച്ചു. ഇന്ന് രാത്രി ലോകം പറയും നീ പുറത്തു വരത്തില്ല, നിന്റെ തലമുറകൾ പുറത്തു വരത്തില്ല. ദൂട്ട പിശാച് പറയും നിന്നെ ചങ്ങലക്കകത്ത് ബന്ധിച്ച് പൂട്ടിയിടുവാൻ പദ്ധതി വെച്ചാൽ അതിന്റെ നടുവിൽ ശരീരത്തിന് വേദനയുണ്ടെങ്കിലും ഇന്ന് രാത്രി നാവ് തുറന്ന് ആരാധിക്കുവാൻ തുടങ്ങിയ ഇന്ന് രാത്രി മാസിഡോണിയയുടെ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വന്ന് കാലുകളെ ചങ്ങലകളെ പൊട്ടിച്ച മഹാദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി വിളിച്ചവർ ലോകം പറയും നീ പുറത്തു വരത്തില്ല, നാട്ടുകാർ പറയും നിന്റെ കുടുംബ ബന്ധനത്തില നവർ ഇന്ന് രാത്രി ആദരബലം എന്ന സ്വോത്രയാഗം ഈ ഗ്രൗണ്ടിനകത്ത് 3ാമത് രാത്രി മുഴക്കുന്നെങ്കിൽ നിന്റെ കാലുകളെ കെട്ടിയ ചങ്ങലകളെ അഴിക്കുക. ഇന്ന് രാത്രി കാരാഗ്രഹത്തിൽ വെളിപ്പെട്ട ദൈവകരം നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി 2 അവരുടെ ആരാധന അങ്ങോട്ട് ബലപ്പെട്ടപ്പോൾ കാരാഗ്രഹത്തിന്റെ മതിലുകൾ ഇടിയുവാനിടയായി. കാരാഗ്രഹത്തിനകത്ത് കിടന്നവർ സ്വതന്ത്രരായി. ഇന്ന് രാത്രി നാളുകളായി തൊടുക്കൽ ദൈവജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്കാതെ ദൂട്ട പിശാച് കെട്ടിയ വേലികൾ ഈ രാത്രി സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ യേശുവിന്റെ നാമത്തിൽ സത്യവചനവും ആരാധനയും ഇവിടെ പെയ്തിറങ്ങുമ്പോൾ ചില പാപികൾ രക്ഷിക്കപ്പെടുവാൻ, ചില മദ്യപാനികൾ യേശുവിനെ കാണുവാൻ, അവരെ ബന്ധിച്ച ചില മതിലുകൾ ഈ കൺവെൻഷൻ കൂട്ടങ്ങൾ തകരുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 3ാമതായി അവർ ആരാധിച്ചു തുടങ്ങിയപ്പോൾ കാരാഗ്രഹ പ്രമാണി വന്ന് ചോദിച്ചു കുഞ്ഞുങ്ങളെ രക്ഷയ്ക്കായി എന്ത് ചെയ്യണം? ആ മക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരാഗ്രഹ പ്രമാണിയോട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. 84ാമത് കൺവെൻഷൻ ശനിയാഴ്ച രാത്രി തൊടുക്കൽ ഗ്രൗണ്ടിനോട് ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയാനുള്ളത് കർത്താവായ യേശു
യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കണ്ണുകൾ മൂടാ. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതെന്റെ പർദീസിൽ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ അങ്ങ് ഉലാവുന്നതിനായി തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ചാങ്ക് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഇന്ന് അരുമயான ചെയ്തി കൂട്ടങ്ങളുടെ മൂന്നാമത് ഇറവ്. വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. കാൽവറിയിലെ അടിപ്പിണറിന്റെ കരം ഈ രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. കാട്ടത്തിയുടെ പാരമ്പര്യം തരുന്ന സക്കായിയുടെ വീട്ടിൽ നാഥന്റെ കരം ഇറങ്ങിയപ്പോൾ ആ കുടുംബത്തിന് രക്ഷ വന്നതുപോലെ 2025 ഞങ്ങളുടെ കൺവെൻഷനിൽ ചില കുടുംബങ്ങൾ യേശുവിനെ കാണുക, പാപത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയുക, പരിശുദ്ധാത്മാവിന്റെ കൃപ പ്രാപിക്കുവാൻ ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ശബ്ദം, വെളിച്ചം, പ്രകൃതി എല്ലാം ദൈവം കാക്കണം. ഓൺലൈനിൽ കാണുന്ന കുഞ്ഞുങ്ങളെ കാക്കണം. അരുമയാണ് ഊഴിയക്കാരെ എല്ലാം കാക്കണം. இந்த நாட்களில் இந்த பக்கத்துக்குள்ள வேலை செய்கிறத எல்லா ദാസന്മാരെ ദൈവം അനുഗ്രഹിക്കണം. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്ന വചനത്തിന്റെ പൊരുളുകളെ ധരിക്കണം. പ്രിയ പിതാവേ, ഈ കൺവെൻഷൻ കൂട്ടങ്ങളിൽ ഞങ്ങളുടെ പേരോ ബിരുദമോ ഡിഗ്രിയോ ഉയരരുത്. ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രം ഉയരണം. ആദ്യോടെന്താ തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടും. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി, മഹത്വം, പുകഴ്ചയും അങ്ങ് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി കർത്തർക്ക് മഹിമ കൊടുക്കാം. നന്ദിയോടെ കർത്തർക്ക് മഹിമ കൊടുക്കാം. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ശബ്ദത്തോടെ കർത്താവിന് മഹിമ കൊടുക്കാം. എല്ലാ നല്ല ദാനങ്ങൾക്കായി നന്ദി. വിശുദ്ധ ബൈബിൾ നിങ്ങൾ തുറന്നിരിക്കണം. കർത്താവിൻ്റെ ദാസി എല്ലാ വാക്യങ്ങളും വായിക്കത്തില്ല. ശ്രദ്ധയോടെ ചില വാക്യങ്ങളെല്ലാം പുറത്തു നിന്നായിരിക്കും. ഇന്ന് രാത്രി സമാധാനത്തോടെ നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,173 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ വിശുദ്ധ ബൈബിളിൽ പൂർണ്ണമായി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 262 അധ്യായങ്ങൾ. പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത, പുതിയ നിയമത്തിലെ 5 പുസ്തകങ്ങളുടെ പ്രത്യേകതയാണ്. ഒന്നാമത്തെ തന്നെ സുവിശേഷം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. യേശുക്രിസ്തുവിൻ്റെ പശുകാത്വത്തെ മത്തായിയും ദാസത്വത്തെ മർക്കോസും മനുഷ്യത്വത്തെ ലൂക്കോസും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ യോഹന്നാനും വരച്ചു കാട്ടുന്നു. സുവിശേഷത്തിൻ്റെ ആകമായ 5 കാര്യങ്ങളാണ് ഉള്ളത്. 1 യേശുക്രിസ്തുവിൻ്റെ ജനനം, 2 അവൻ്റെ ജീവിതം, 3 മരണം, 4 ഉയർത്തെഴുന്നേൽപ്പ്, 5 എന്നും കുഞ്ഞുങ്ങൾ പാടിയതുപോലെ രാജാക്കന്മാരുടെ രാജാവായി അവൻ മടങ്ങി വരുമെന്ന പ്രത്യാശ സുവിശേഷത്തിൻ്റെ പൊൻകിരണങ്ങൾ. 2 തിരുസഭയുടെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. ധന്യനായ ലൂക്കോസ് വൈദ്യനെ കൊണ്ട് രേഖപ്പെടുത്തിയത് അപ്പോസ്തല പ്രവൃത്തികൾ. 3 പുതിയ നിയമസഭ അനുഷ്ഠിക്കേണ്ട കാൽപ്പനികമായ ഉപദേശത്തിൻ്റെ ഉപനിഷത്തുകൾ പരിശുദ്ധാത്മാവ് വലിയ ലേഖന്മാരിൽ കൂടി വരച്ചു കാട്ടുന്നു. സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളുടെ ഒരു പട്ടിക അതിനകത്ത്. രക്ഷയുണ്ട്, മാനസാന്തരമുണ്ട്, സ്നാനമുണ്ട്, വിശുദ്ധിയുണ്ട്, വേർപാടുണ്ട്, നിത്യതയുണ്ട്, കർത്താവിൻ്റെ മേശയുണ്ട്. ഇതെല്ലാം ഈ വലിയ ലേഖനങ്ങൾ തൊട്ടുവെക്കുന്നു. റോമയും കോരിന്ത്യയും അതുപോലെ തന്നെ തെസ്സലോനിക്കയും തിമോത്തിയോസും എബ്രായരും എഫേസ്യരും കൊലോസിയരുമെല്ലാം തിരുസഭയെ ഉദ്ധരിച്ചുകൊണ്ട് വലിയ ലേഖനങ്ങൾ. അത് കഴിയുമ്പോൾ 4ാം തലമാകുമ്പോൾ മഹാദൈവത്തിൻ്റെ കരുണയാൽ വീണ്ടും ലേഖനങ്ങൾ വരുന്നു. ഉലകം അവസാനിക്കും. അതിർവരമ്പ് കടന്നു പോകുന്നവൻ്റെ ന്യായവിധി. ഈ പ്രപഞ്ചം ആലില പോലെ വിറയ്ക്കുമെന്നും മനുഷ്യൻ നിലവിളിക്കുമെന്നും എല്ലാം പത്രോസ്ലീഹ രേഖപ്പെടുത്തുന്നു. അതിനോടനുബന്ധിച്ച് വരുമ്പോൾ കാലത്തിൻ്റെ യവനികയ്ക്കകത്ത് നടക്കുന്ന സംഭവങ്ങളുടെ ഒരു പ്രതിരൂപവും എതിർക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയുമെല്ലാം ചെറിയ ലേഖന്മാർ വരച്ചു കാട്ടുന്നു. അതിനാസ്പദമായി വരുന്ന ലേഖനങ്ങൾ 1 പത്രോസും 2 പത്രോസും, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, തീത്തോസിൻ്റെ ലേഖനവും ഫിലോമോനും യാക്കോബും എല്ലാം ചെറിയ ചെറിയ ലേഖനങ്ങൾ കൊടുക്കുമ്പോൾ അവസാനം ഒറ്റ അധ്യായം കൊണ്ട് കാന്തൻ്റെ പരമൻ്റെ പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ യൂദ എന്ന എഴുത്തുകാരൻ വരച്ചു കാട്ടുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമായി യൂദ അതിനകത്ത് വരയ്ക്കുന്നത്. തുടക്കം മുതൽ ഇങ്ങനെയാ പ്രത്യാശ. ആദം മുതൽ 7ാമനായ ഹാനോക്ക് ഇങ്ങനെ പ്രവചിച്ചു, കാത്തിരിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ വാനമേഘങ്ങളിൽ വരും. ഇന്ന് രാത്രി ആ സയൻസ് പറയുമ്പോഴായിരിക്കും യോഗ അവസാനിക്കും. നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. அதுக்கு தான் இந்த நாள்களிலே மேடையில் உண்மையான பாடலை பாடுன வாலிப குழுவினார் இந்த பக்கத்தும் களிக்காவல பக்கத்துமெல்லாம் அருமையான ஒரு பாடலை கொடுக்குது. പരിശുദ്ധൻ മഹോന്നത ദൈവൻ കോടാനു കോടി ദൂതന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതിൻ്റെ താഴെ ഇന്ന് പല പെന്തിക്കോസുകാരും നെയ്യാറ്റിൻകര പറയുന്നു കർത്താവിനെ കണ്ടാൽ അനുഗ്രഹം. അതൊന്നുമല്ല. അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് പകയും പിണക്കവും കോപവും ദ്വന്ദ്വപക്ഷവും ജാരശങ്കയും ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം കള്ളുകുടി കഞ്ചാവ് കറക്കിക്കുത്ത് എല്ലാം നടത്തുന്ന സകലരെയും ന്യായം വിധിക്കുവാൻ ഏക
ഏകന് ന്യായാധിപതിയുമായി കർത്താവ് വെള്ള സിംഹാസനത്തിൽ വെളിപ്പെടുമെന്ന് യൂദ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞ് കാലത്തിൻ്റെ യവനികയ്ക്കകത്ത് ശ്രദ്ധയോടെ നെയ്യാറ്റിൻകരയിലെ ദൈവമക്കൾ 2019 അവിചാരിതമായി കണ്ടുപിടുത്തങ്ങളുടെ പെരുമഴ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ ഇരതയിടുന്ന കഴുകനെ പോലെ ആകാശമണ്ഡലങ്ങളിൽ കയറി. നമ്മുടെ കൈകളിൽ ATM കാർഡ്, മൊബൈൽ ഫോണും ആപ്പിളിൻ്റെ ഐഫോണും ഒക്കെ വന്നു. ഇവിടെ സാമ്പത്തിക മണ്ഡലം അതിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ വിരാജിക്കുമ്പോൾ മനുഷ്യകുലത്തെ ഞെട്ടിച്ചുകൊണ്ട് 2019 ഒക്ടോബർ മാസം ചൈനയിലെ വുഹാനിൽ നിന്ന് കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു വൈറസ് ലോകത്തിൻ്റെ താളഗതികളെ മാറ്റി. അമേരിക്കയിലെ ഒഹിയോ മുതൽ ഇന്ത്യയിലെ കന്യാകുമാരി തേങ്ങാപട്ടണം വരെ 15 രൂപയുടെ സോപ്പിൻ്റെ കുമ്പള കൊണ്ട് കഴുകിക്കളയുന്ന വൈറസ് മനുഷ്യനെ എവിടെയാക്കി? സകലരെയും ഒരു മുറിക്കകത്ത് ഓൺലൈനിലാക്കി നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ മുൻപിൽ കുത്തിയിരുത്തി. ഇതിവിടെ അവസാനിച്ചിട്ടില്ല. ഇത് യേശുക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം നിരത്തനായ ഭാഷ പറഞ്ഞോല് ആ ഭാഗം ഞാൻ എടുക്കുന്നില്ല. മത്തായി 24 തുടങ്ങുമ്പോൾ അന്ത്യകാലത്തിൻ്റെ ദൂതുകൾ ഒലിവുമലയിൽ യേശു സംവദിക്കുമ്പോൾ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു. മത്തായി 24:21 നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം. മാത്യു ചാപ്റ്റർ 24:21 in this evening regretted they the COVID is coming. അതാ ഞാൻ എഴുതിയിരിക്കുന്നത്. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടം നാളിലുണ്ടാകും. In the beginning of the world such a panic or pandemic situation not yet in rise in the human kingdom watching a simultaneous vessel starting at China. The end is coming to Kanyakumari. Otherwise the travel to see at അമേരിക്കയിൽ ഒഹിയോ വരെ ഈ കോവിഡ് പടർന്നു. കോവിഡ് ഏകദേശമൊക്കെ അവസാനിച്ചെന്ന് പലരും വിശ്വസിക്കുമ്പോഴും ഇന്ന് പല രാജ്യങ്ങളിലും കോവിഡ് ഉണ്ട്. ഇന്ത്യയിലുമുണ്ട്. ICMR പറയുന്നു ഒരു ദിവസം 200 കോവിഡ് രോഗികൾ. അതിനോടനുബന്ധിച്ച് യൂത പറയുന്നു വീണ്ടും വീഴാതിരിപ്പാൻ. അത് കണ്ട് നമ്മൾ ഏകദേശം ഭയപ്പാടോടുകൂടി മുൻപോട്ട് പോയി. കോവിഡ് വന്നു പോയി. പലരും ഇവിടുന്ന് പോയി. സഹോദരന്മാരുടെ മാസ്കും പോയി, ഞങ്ങളുടെ സാനിറ്റൈസറും ഒക്കെ പോയി. പക്ഷേ ഇന്നും കോവിഡ് ഉണ്ട്. കോവിഡിൻ്റെ യഥാർത്ഥ അടി ഇപ്പോഴാണ് തിരുവനന്തപുരത്തും ഒക്കെ വന്നത്. വസ്തുവിനും വിലയില്ല, പുരാടത്തിനും കച്ചവടമില്ല, സന്തോഷമില്ലല്ലോ. സാമ്പത്തിക മന്ദി കോവിഡിൻ്റെ പിൻപിൽ ഒരു ഭരണാധികാരിയെ വരവേൽക്കാൻ ഒരുങ്ങുന്നു. അത് കഴിയുമ്പോൾ ഇന്ന് നമ്മൾക്കറിയാം തൊട്ടടുത്ത് നെയ്യാറ്റിൻകര വെള്ളത്തിനകത്ത് നിന്ന് വൈറസ് ഇറങ്ങിയ അമീബ മസ്തിഷ്ക ജ്വരം, അതുപോലെ തന്നെ H1N1 പന്നിപ്പനി, എലിപ്പനി, ഇങ്ങനെയുള്ള മാരക വ്യാധികൾ ഇന്ന് രാത്രിയും ചൈനയിൽ അടിക്കുന്നു. ഏറ്റവും നിർണായകമായി വീണ്ടും പല മഹാവ്യാധികളിലും ചൈനയിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് യൂത പ്രത്യാശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. കോവിഡ് തുടക്കത്തിൽ ഇനി വരുന്നതും മഹാമാരികൾ വരാം. ഒരുപക്ഷേ ഇന്ന് രാത്രി സത്യരക്ഷ ദൈവസഭയുടെ കൺവെൻഷനിൽ ദൈവദാസനാണെന്ന് ഞാൻ പറയുന്നു. ഇതുപോലെ അവസ്ഥകൾ ഒരുപക്ഷെ ബാങ്ക് പൂട്ടാൻ, നമ്മൾ ലോക്ക്ഡൗണിൽ ഇരിക്കാം, കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഓൺലൈനിൽ നമ്മളെ ഇരുത്താം, ആശുപത്രികളിൽ സർജറിയൊക്കെ നടത്താതെ അത് ഈ HMPV എന്നൊക്കെ പറയുന്ന പുതിയ മെത്തേഡിലുള്ള വൈറസുകൾ ചൈനയിൽ ഇറങ്ങുന്നു. അത് കണ്ടിട്ടാണ് യൂത പറഞ്ഞു വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണതയോടെ നിത്യതയിലെത്തിക്കുന്ന തിരുവചനത്തിൻ്റെ അകത്താരിനകത്ത് വചനമേറ്റെടുത്ത് രക്ഷയുടെ പെട്ടകത്തിനകത്ത് കിടന്ന കുഞ്ഞുങ്ങൾ 84ാമത് കൺവെൻഷനിൽ ഇവിടുത്തെ പ്രകൃതി ദുരന്തം കാണുമ്പോൾ ദൈവസഭയിൽ മുട്ടുമടക്കി സ്വർഗത്തോട് നിലവിളിക്കും ആമീൻ കർത്താവായ യേശുവേ വരേണമേ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാർ അവർക്കും വേണ്ടി വിശുദ്ധ വെളിപ്പാട് 22:12 പുസ്തകം മുദ്രയിടുന്നു. Behold, I am coming. Jesus is coming soon. ഇതാ ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ മുട്ടുമടക്കട്ടെ, സകലർക്കും പ്രതിഫലവുമായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. പാപികാല സംഭവം ലോകത്ത് നടക്കാൻ പോകുന്ന 3-ാം ലോകമഹായുദ്ധമല്ല, കൊടുങ്കാറ്റല്ല അടിക്കാൻ പോകുന്നത്. ഇനി വരുന്നത് പൂയലല്ല, സൂര്യൻ മനുഷ്യനെ കൊല്ലുവാൻ ഇറങ്ങുന്നതല്ല, വലിയ വൈറസുകളല്ല ഏറ്റവും ആദ്യമായി സംഭവിക്കാവുന്നത്. ഇനി ആദ്യം ഉലകം കാണാൻ പോകുന്ന ഏറ്റവും നിർണായക സംഭവം തൻ്റെ സഭയെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. പ്രത്യാശ ഉണ്ടായത് കൊണ്ട് കാലാവസ്ഥകളെ തൃണവൽഗണിച്ച് കയ്യിലിരിക്കുന്ന കാശ് ഫോട്ടോയ്ക്കകത്തും മണ്ടിക്കകത്തും ഇന്നും ഈ പ്രാർത്ഥന കൂടാരത്തിനകത്ത് വന്ന മക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ശ്രദ്ധയോടെ ഈ ഭാഗം തൊട്ട് നമ്മൾ ചിന്തിക്കുന്നു. AD 30 കാൽവറിയിലെ ക്രൂശീകരണം. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ദൈവത്തിൻ്റെ കുഞ്ഞാട്. പലരും പറയുന്നു യേശു വന്നത് മതപരിവർത്തനത്തിന്, ചിലർ പറഞ്ഞത് സംഘടന ഉണ്ടാക്കാൻ. അങ്ങനെ ഒന്നുമല്ല യേശു വന്നത് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്ന പാപികളെ തേടി വന്ന യേശു രക്ഷകൻ. ഇനി രണ്ടാമതവൻ പാപമില്ല ശുദ്ധർക്കായി ഇതാ വരുന്നത്. യേശു വന്നത് എന്തിനു വേണ്ടിയാ? പലരും പറയും വീട് തരാനോ കാർ തരാനോ അല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇന്ന് രാത്രി വചനത്തിൻ്റെ ചിന്തയിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ഏദന്റെ പൂങ്കാവനത്തിനകത്ത് ആദം കുടുംബത്തെ കൊണ്ടുവരുന്നു. അടക്കി വാഴുക, പെറ്റുവരുക, സന്താനപുഷ്ടിയുള്ളവരാകുക, നിത്യം ദൈവത്തെ ആരാധിക്കുക. ഒരു ദിവസം 1000 സംവത്സരം. 1000 വർഷം ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യൻ പോലുമില്ല. 969 സംവത്സരം കൊണ്ട് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നപ്പോൾ മെഥുശലേഖനെ ദൈവം അനുഗ്രഹിച്ചു. പെരിയ ആയുസിന്റെ നീളത്തെ സ്വർഗം വെട്ടിക്കളഞ്ഞു.
പറഞ്ഞു. ഉൽപ്പത്തി 6 വരുമ്പോൾ എന്താ, മനുഷ്യന്റെ ആയുസ് സദാകാലം എന്നിൽ വർദ്ധിക്കത്തില്ല, അവൻ ജഡം തന്നെയല്ലയോ. ഒറ്റയടിക്ക് 120 സംവത്സരമായി. സഭാപ്രസംഗിയിലേക്കും സങ്കീർത്തനങ്ങളിലേക്കും വരുമ്പോൾ സങ്കീർത്തനം 39:5 എൻ പ്രയാണകാലം 4 വിരൽ നീളം, ആയതിൻ പ്രതാപ കഷ്ടത മാത്രം. കുഞ്ഞായിരിക്കുമ്പോൾ മരണം, ബാല്യത്തിൽ മരണം, കൗമാരത്തിൽ മരണം, യൗവനത്തിൽ മരണം. അത് കഴിഞ്ഞിട്ട് സഭാപ്രസംഗി ശലോമോൻ, ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ, വല്ല പൂവാടുന്നു, പുല്ലുണങ്ങിപ്പോകുന്നു. അഹരോന്റെ മരണം കാണുമ്പോൾ മോശയാൽ അരുമயான സംഗീതത്തെ വാസിക്കരുത്, அந்த தம்பி അഹരോൻ മരണത്തെ അവർക്ക് പാക്കരുത്. സ്വർഗം പറയുന്നത് ഒരു മനുഷ്യൻ 70-80, അങ്ങനെയെങ്കിൽ മുൻപോട്ട് വരുന്ന കാലഘട്ടത്തിനകത്ത് ഏത് സമയവും മനുഷ്യനെ മരണം പിടിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ച് തൊഴിൽക്കാർ അറിയണം 3 ഘടകങ്ങളുണ്ട്. 1 ദേഹം, 2 ദേഹി, 3 ആത്മാവ്. ദേഹത്തിനും ദേഹിക്കും മരണമുണ്ട്, ആത്മാവിനും മരണമില്ല. ആത്മാവ് എവിടെ പോകും? ഇവിടുത്തെ ഹൈന്ദവ വേദങ്ങൾ ഋഗ്വേദം, യജുർവേദം, സാമം, അഥർവ് ഇതെല്ലാം പറയുന്നു ആത്മാവിന് നിത്യശാന്തി കൊടുത്തില്ലെങ്കിൽ പാതാളത്തിനകത്ത് പോയി നരകയാതന അനുഭവിക്കുമെന്ന് മഹാവിഷ്ണു വേദങ്ങളിൽ അക്കമിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉലകം അവസാനിക്കും, ആലില പോലെ ഈ പ്രപഞ്ചം തീരുമെന്ന് മഹാവിഷ്ണു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ മരം വീഴുന്നത് പോലെ മനുഷ്യൻ വീണാൽ അവൻ്റെ ആത്മാവിന് പർദീസ് ഒരുക്കിയില്ലെങ്കിൽ പാതാളത്തിൽ യാതന അനുഭവിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ കർക്കടക വാവുബലി ഹൈന്ദവ സഹോദരങ്ങൾ കണ്ടില്ലേ? പിതൃക്കൾക്ക് ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി വാവുബലി അർപ്പിക്കുന്ന കാര്യം നിങ്ങൾ കണ്ടു. ഇസ്ലാമിൻ്റെ മതഗ്രന്ഥം ഖുർആൻ രേഖപ്പെടുത്തുന്നു, ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് കൊത്തിവലിക്കുന്ന പാമ്പുകളുണ്ട്. ഒരു മനുഷ്യൻ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ മസ്നാദിനകത്ത് ഇസ്ലാമിൻ്റെ ഖുർആൻ രേഖപ്പെടുത്തുന്നു, ഭൂമിക്ക് കീഴെ പാതാളത്തിനകത്ത് കൊത്തിവലിക്കുന്ന പാമ്പുകളുണ്ട്. അതോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട കാലത്തിൻ്റെ ബനിക്കകത്ത് 101 വയസ്സിനകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ മാറ്റപ്പെട്ട സഖാവ് വി.എസ്. അച്യുതാനന്ദൻ മത്തായി സുവിശേഷം എഴുതിയിട്ട് ഇങ്ങനൊരു ഭാഗം എഴുതി. നെയ്യാറ്റിൻകര ആരും പറയാറില്ല, സാർ ഒരുവൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ കേടാത്ത തീ, ചാകാത്ത പുഴു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അങ്ങനെ അയ്യോ സന്തോഷമില്ലല്ലോ അത് പറഞ്ഞപ്പോൾ. ഞങ്ങളുടെ ഉപദേശിമാരിൽ അപ്പോൾ വീട്, കാറ്, കമ്പ്യൂട്ടർ ഒക്കെ ആയിട്ട് നടക്കുമോ സ്വോത്രം. അങ്ങനെ ഇരുന്നപ്പോഴാ പാവപ്പെട്ട അപ്പച്ചൻ ചങ്കൂറ്റത്തോടെ നിയമസഭയിൽ പറഞ്ഞു, മത്തായി സുവിശേഷം എടുത്തു, സാർ ഒരുവൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ കീഴക്കെടാത്ത തീയും ചാകാത്ത പുഴും. അപ്പോൾ ഏത് മനുഷ്യനെ മരണം പിടിക്കാം, അപ്പച്ചനെ പിടിക്കാം, അമ്മച്ചിയെ പിടിക്കാം, കുഞ്ഞിനെ പിടിക്കാം, ധനവാനെ പിടിക്കാം, ദരിദ്രനെ പിടിക്കാം. ദേഹത്തിന് ദേഹിക്കും മരണമുണ്ട്. ആത്മാവ് താഴെ പാതാളത്തിൽ വീഴാതിരിപ്പാൻ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ഏക സത്യദൈവം യേശു ക്രിസ്തു മാത്രം വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക്. അതുകൊണ്ട് യോഹന്നാൻ അക്കമിട്ട് പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പെന്തിക്കോസിന്റെ പാപമല്ല, CSIയുടെ പാപമല്ല, മർത്തോമയുടെ പാപമല്ല, ഹൈന്ദവന്റെ പാപമല്ല, ജന്മനാ പാപം, കർമ്മപാപം, ജീവിത പാപം, ഇതെല്ലാം മാറ്റി ഒരുവൻ ഉറച്ചു നിൽക്കുമ്പോൾ അവന്റെ മനുഷ്യന് ഏത് സമയത്തും മരണം പിടിച്ചാൽ അവന്റെ ആത്മാവിനെ നിത്യതയിലെത്തിക്കാൻ ഉയരത്തിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന ഏക സത്യദൈവം യേശു ക്രിസ്തു. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. ധർമ്മയാണ് ചെയ്തിക്കൂട്ടങ്ങളുടെ 3ാമത് രവ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാൽ. അതുകൊണ്ടായി രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല. നെയ്യാറ്റിൻകരയിൽ BJPയുടെ ശിബിരം നടക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഘോരം പറയും, ബലിദാനികൾ. അപ്പുറത്ത് ഉദിയംകുളങ്ങര ചെല്ലുമ്പോൾ CPMന്റെ സമ്മേളനം നടക്കുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ആൻസലൻ സഖാവ് മുൻപിൽ നിന്ന് പറയും, രക്തസാക്ഷികൾ സിന്ദാബ. അങ്ങനെയെങ്കിൽ സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. ഇന്ന് രാത്രി ഞങ്ങൾ അവനെ ഉയർത്തുന്നു. അവന്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. AD 30 ഏപ്രിൽ മാസം 2 കള്ളന്മാരുടെ നടുവിൽ അവൻ പരമയാഗമായി. അതിനുശേഷമുള്ള കാര്യങ്ങൾ, ഭരണകൂടങ്ങൾ, പടപട ലോകത്തിന്റെ താളഗതികൾ. അന്നത്തെ ഏദോമിന്റെ ഗവർണറായിരുന്നു ഹേരോദാവ്. അതിനുശേഷം റോമിന്റെ കൈസറായിരുന്നു പീലാത്തോസ്. ബൈബിളും ചരിത്രവും കൂട്ടി വായിക്കുമ്പോൾ വീണ്ടും വരുന്ന വെസ്പേഷ്യൻ. അതിനുശേഷം റോമാ നഗരം ചുട്ടരിച്ച നീറോ ചക്രവർത്തി. യെരുശലേമിന്റെ ദൈവാലയം തകർത്ത ടൈറ്റസ്. അതിനുശേഷം ചരിത്രത്തിന്റെ തങ്കത്താളുകൾ ലൗദിയോസും ക്ലൗഡിയോസും. 90 കാലഘട്ടമാകുമ്പോൾ ഒരുവൻ ഭരണത്തിൽ വരുന്നു, അവന്റെ പേര് ഡൊമേഷൻ. യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ അവർക്കെല്ലാം കൊടുത്തത് ക്രൂരമായ ശിക്ഷാവിധിയെ. നാളെ പകലും രാത്രിയുമെല്ലാം വെളിപ്പാടുണ്ടായത് കൊണ്ട് ആദിമ ശിഷ്യനായിരുന്ന സ്തേഫാനോസ്, അതിനുശേഷം പൗലോസ്, അതിനുശേഷം യാക്കോബ്, അതിനുശേഷം പത്രോസ്, അതിനുശേഷം ഇന്ത്യയുടെ മണ്ണിൽ വന്ന് തോമാസ് ലീഗ. AD 72 ക്രൂരമായി വധിപ്പിക്കപ്പെടുന്ന ഒരു കാലമാണ് കാണുന്നത്. ആ കാലഘട്ടത്തിൽ AD 64 കാലഘട്ടത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ
അന്ന് യാത്രയാകുന്നു. അവൻ പോയത് ഇന്നത്തെ തുർക്കിയിലെ ഏഷ്യ മൈനറിൽ, അവിടെ ആസിയയിലെ 7 സഭകൾ അവൻ മെനയുവാൻ ദൈവം കൃപ ചെയ്തു. എഫെസോസും ലവോദിക്കയും സ്മർണയും തുദയൂരയും സർദീസും പെർഗമോസും ഫിലാഡൽഫിയ സഭ, ഈ സഭകളെല്ലാം അവിടെ മെനയുവാനിടയായി. അങ്ങനെ സഭയുടെ ഒരു സീനിയർ ശുശ്രൂഷകനായി മുൻപോട്ട് പോകുമ്പോഴാണ് ഡൊമേഷ്യൻ വരുന്നത്. ഡൊമേഷ്യൻ വന്നിട്ട് ചോദിച്ചൊരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിനെ രക്ഷകനായി ഈ റോമുകാർ അംഗീകരിക്കത്തില്ല. അവരന്നും പറയുന്ന തച്ചൻ്റെ മകൻ എന്ന കാർപ്പൻറ്റർ സൺ, അഥവാ ഒരു ജൂയിഷ് കാർപ്പൻറ്ററുടെ മകൻ എന്നാ പറയുന്ന സ്വോത്രം. അപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഡൊമേഷ്യൻ, ഈ വചനം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? തിരുവെഴുത്തുകളോ ലേഖനങ്ങളോ അല്ലെങ്കിൽ നിത്യതയെ പറ്റി പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു ചക്രവർത്തിയുടെ മുഖത്ത് നോക്കി അന്നത്തെ പടയാളികൾ ഡൊമേഷ്യനോട് പറഞ്ഞു, സാറ് മിക്കവരെയും ഞങ്ങൾ ഇവിടെ നിന്ന് കാലപുരിക്ക് അയച്ചു. അവരുടെ വാക്ക് കാലപുരിയ, പക്ഷേ വചനപ്രകാരം അവർ നിത്യതയുടെ കവാടങ്ങൾ. അപ്പൊ ചോദിച്ചു ഇപ്പം ആരുണ്ട്? അപ്പൊ പറഞ്ഞ ഒരു വയോധികൻ ഇരിക്കുന്നത്. അവരിപ്പോൾ എന്നാ പ്രായം കാണും? ഒരു 90 വയസ്സാണ്. അവരെங்கே இருக்குது? എഫെസോ സഭയുടെ സീനിയർ ஊழியக்காரனா இந்த நாள்கள் இருக்குது. அவர் தான் வயோனாய் ஊழியக்காரன் யோகன்னா. அவர் தான் கேட்டிருக்குது, என்ன கேட்டிருக்குது, அங்கே ஆளை எங்க கொண்டு வர முடியாது. அந்த நாள்களில் കോടതി ഇരിക്കാതെ, വഞ്ചിയർ കോടതി ഇരിക്കാതെ, രാജാക്കന്മാർ താളിയോലെ താണി കൊണ്ട് കൽപ്പന എഴുതും. അദ്ദേഹം ഒരു കൽപ്പന എഴുതി കൊടുത്തു. വയോധികനായ യോഗന്റെ കൈകൾ ബന്ധിക്കണം, അവനെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോകണം, കഴുത്തു അടിവയർ വരെ വാളുകൊണ്ട് ഉയർത്തിക്കണം, ആ വിവരം എന്നെ അറിയിക്കണം. പടയാളികൾ അത് ഏറ്റെടുത്തു. വളരെ സന്തോഷമാണല്ലോ കൊല്ലുവാൻ. അവർ രാവിലെ യാത്രയാകുന്ന റോമിന്റെ പ്രഭാതം. ബൈബിളിനകത്ത് 3 യാമങ്ങളുണ്ട്. 6 മുതൽ 9 വരെ 1-ാം യാമം, 9 മുതൽ 12 വരെ 2-ാം യാമം, 12 മുതൽ 3 വരെ 3-ാം യാമം, 3 മുതൽ 6 വരെ 4-ാം യാമം. ബൈബിൾ 6 യാമത്തിൽ 3 മണിക്ക് അവർ കൽപ്പന ഏറ്റെടുക്കുന്നത്. പടപട കുതിരകളുമായി യാത്രയായി എഫെസോ സഭയുടെ മുറ്റത്ത് 4:30-5 മണിക്ക് വചനത്തിന്റെ പൊരുളുകൾ വായിച്ചുകൊണ്ടിരുന്ന വയോധികനായ ഉപദേശിയോട് വന്ന് പറഞ്ഞു, ഉപദേശി, ഇന്ന് താങ്കളുടെ അവസാന ദിവസവും താങ്കളെ കൊല്ലുവാൻ കൽപ്പനയാണ് തന്നിരിക്കുന്നത്. ഒരു പ്രായமான അപ്പച്ചൻ, എങ്ക ചർച്ചക്കുള്ള കമ്മിറ്റിക്കാർ தேவையில்லாதிருக்குது, யாருமே அங்கே இருக்காது, അവരോട് പേശുകരുത്, ഇന്ന് നിങ്ങളുടെ ലാസ്റ്റ് ഡേ. കമ്മിറ്റിക്കാർ ആരുമില്ല. വയോധികന്റെ കൈകാലുകൾ ബന്ധിച്ചു, കുതിരകൾ യാത്രയായി. റോമിന്റെ കാരാഗ്രഹങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കോട്ട കൊത്തളങ്ങൾ പോലെ പുടക്കുന്ന കാരാഗ്രഹങ്ങൾ. ഒരു മനുഷ്യൻ അവിടെ മരിച്ചു കഴിഞ്ഞാൽ ചരിത്രം പറയുന്നു പുറത്താരും അറിയത്തില്ല. അങ്ങനെ ഒരു കാരാഗ്രഹത്തിനകത്ത് ഈ വയോധികനെ കൊണ്ടുചെന്നു. 6 മണിക്ക് അവിടെ കൊണ്ടുചെന്നു ചരിത്രം പറയുന്ന ബൈബിളിന് പുറത്ത് അദ്ദേഹത്തെ എവിടെ ഒരു മേശയ്ക്കകത്ത് ഒരു തടിപ്രതലത്തിൽ കിടത്തിക്കഴിഞ്ഞു. 6 മണി കഴിഞ്ഞപ്പോൾ പടയാളികൾ വന്ന് കൽപ്പന വായിച്ചു, കൈകാലുകൾ ബന്ധിച്ചു, ഈ മനുഷ്യൻ ഓടിപ്പോകുവാതിരിക്കാൻ തക്കവണ്ണം. അതിനുശേഷം അദ്ദേഹത്തിന്റെ ശിക്ഷാവിധി ഇതാ, അന്നനാള അടിവയർ വരെ പച്ചക്ക് കീറേണ്ട ഒരു ശിക്ഷാവിധിയാ. സ്തോത്രം. എന്ത് ചെയ്തു? യോഹന്നാന്റെ മുഖാവരണം ധരിപ്പിച്ചു. ക്യാൻസറിന് റേഡിയോതെറാപ്പി. ഒരു കൊബാൾട്ട് റൂമിനകത്ത് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് കറുത്ത പേന കൊണ്ട് മാർക്ക് ചെയ്യും, ഇന്ന സ്ഥലത്ത് റേഡിയോതെറാപ്പി അടിക്കണമെന്ന് ചെയ്യുന്നത് പോലെ യോഹന്നാന്റെ ശരീരം വരച്ചുവെന്നാണ് പറയുന്നത്. 6:30 മണി കഴിഞ്ഞു, മൃതപ്രായനായി അപ്പച്ചൻ കിടക്കുന്നു. 7 മണിയായപ്പോൾ സൈറണുകൾ കൂട്ടത്തോടെ അടിക്കുന്നു. കാരാഗ്രഹത്തിനകത്ത് ഒരു പടയാളി ഇറങ്ങി വരുന്നു. അവന്റെ പ്രത്യേകത ചരിത്രം പറയുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം 39 അടികൾ, 156 മുള്ളുള്ള ഒരു കിരീടം. അതിനുശേഷം യേശുവിനെ അടിച്ചൊരു പടയാളിയുണ്ട്. അവൻ റോമാക്കാരനാണ്. അവന്റെ പേരാണ് പെരിട്ടോണിയ. ശക്തനായ ഒരു പടയാളിയായിരുന്നു. അവന്റെ കയ്യിൽ 2 ചൂണ്ടകൾ ഉണ്ടായിരുന്നു. 1 ഈയക്കട്ട, 2 വാളച്ചൂണ്ട. അതിലാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട നാഥന്റെ ശരീരം മുഴുവൻ തകർത്ത് കളഞ്ഞത്. ഈയക്കട്ടയും വാളച്ചൂണ്ടയും. അവന്റെ ഗണത്തിൽപ്പെട്ട ഒരു പടയാളി ഉടവാളായി വന്നു. വയോധികനെ അവിടെ കടത്തിയിരിക്കുക. അനങ്ങാൻ പറ്റത്തില്ല, കൈകാലുകൾ ബന്ധിച്ചിരിക്കുക. സാവധാനത്തിൽ കഴുത്ത് മുതൽ ഇങ്ങനെ താഴോട്ട് കീറുവാൻ തുടങ്ങി. താഴോട്ട് കീറിയപ്പോൾ ഒരു പ്രത്യേകത, ശരീരം ഒട്ടിപ്പിടിച്ചു. അനവധി പേരുടെ ശരീരത്തിനകത്ത് മൂർച്ചയേറിയ ഖഡ്ഗം കുത്തി ഇറക്കിയ പടയാളി അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വയോധികനെ കൊല്ലുവാനൊന്നും കഴിയത്തില്ല, കെട്ടഴിച്ചു വിട്ടേക്കാൻ. ഇന്ന് രാത്രി ഇദ്ദേഹത്തിന്റെ അകത്ത് എന്തോ ഒരു അസാമാന്യ ശക്തിയുണ്ട്. അരുമയാന ചെയ്തിക്കൂട്ടങ്ങളുടെ 3ാമത് ഇരവ് തായെ തകർപ്പൊരു അങ്ങ് കാരാഗ്രഹത്തൊക്കെയുള്ള യാരുമേ അവർക്ക് തേവ കിടയാതെ. പക്ഷെ എന്തുകൊണ്ട് യോഹന്നാന്റെ ശരീരം ഒട്ടിപ്പിടിച്ചു? അന്ന് അവന്റെ മേലുള്ള വാഗ്ദത്തം ഇതുവരെ പൂർത്തിയായില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി എന്താ അവന്റെ വാഗ്ദത്തം? അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം അവൻ എഴുതിയിട്ടില്ല. ഇന്ന് രാത്രി നീ ICUവിൽ കടന്നാലും വെന്റിലേറ്ററിൽ കടന്നാലും, നീ മരിച്ചുമെന്ന് ലോകക്കാർ പറഞ്ഞാലും, ഡോക്ടർ നിനക്കെതിരെ വിധി എഴുതിയാലും, നിന്റെ പ്രാർത്ഥനയിൽ മറുപടി, നിന്റെ കണ്ണുനീര് നിന്റെ പുരയ്ക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ നിന്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. Something is happened in this moment, the precious moment, the mighty presence of Holy Spirit surrendered in this Saturday evening. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? അപ്പച്ച, അമ്മച്ചി, പഠിക്കുന്ന മോനെ, മോളെ, ചെറുപ്പക്കാര, ഇന്ന് രാത്രി നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങളെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, അനവധി പ്രാവശ്യം രോഗക്കെട്ടുകൾ നിനക്കെതിരെ ആഞ്ഞടിക്കും, പ്രതികൂലങ്ങൾ നിനക്കെതിരെ ആഞ്ഞടിക്കും, നീ തകർന്നു
പോകുമെന്ന് ലോകക്കാർ പറയും, നാട്ടുകാർ പറയും. എന്നാൽ ഇന്ന് രാത്രി ദൂട്ട പിശാച് നടുങ്ങട്ടെ, കരം ഉയർത്തി പറയണം, എൻ്റെ കണ്ണുനീരിൻ്റെ മറുപടി, രാത്രിയുടെ യാമങ്ങൾ ഞാൻ പുൽപ്പായ്ക്കകത്തിരുന്ന് നിലവിളിച്ച മറുപടി, എൻ്റെ ദൈവദാസന്മാർ എന്നോട് ആലോചന പറഞ്ഞ മറുപടി, എൻ്റെ തലയിൽ കൈവച്ച് പ്രവചിച്ച ദൂതുകളുടെ മറുപടി, എൻ്റെ കണ്ണിന് മുൻപിൽ ഇറങ്ങി വരുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുക. ഇന്ന് രാത്രി ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി നീ ആരാധിക്കുന്ന ദൈവ സാധാരണ ദൈവമല്ല. അണ്ടഘടകങ്ങളെ സൃഷ്ടിച്ച ദൈവ, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവ, സൂര്യനെ ചന്ദ്രനെ ഇന്ന് രാത്രി അതതിന്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവ, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഇന്ന് രാത്രി ഗ്രഹങ്ങളെ വച്ച ദൈവ, ഗോപ്ലിയാർ ബെൽറ്റിനകത്ത് ആകാശ പാറകളെ വച്ച ദൈവ, അവൻ അറിയാതെ നെയ്യാറ്റിൻകരയിൽ തൊഴിക്കലും വഴുതൂരും എൻ്റെ തലയിൽ ഒരു മുടിനാര് പോലെ താഴെ വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി പരാജയത്തോടെ ഗ്രൗണ്ടിനകത്ത് പോകരുത്. ഇന്ന് രാത്രി നിന്റെ ക്യാൻസർ 4ാമത്തെ സ്റ്റേജ് ആയിരിക്കും. RCCയുടെ വാതിലുകൾ ഒരു പക്ഷേ അടഞ്ഞു കാണും. കുഞ്ഞുങ്ങളോട് ഡോക്ടർമാർ പറഞ്ഞു കാണും, പാലിയേറ്റീവിനകത്ത് മരുന്ന് കൊടുത്താൽ മതി, പോയാൽ 3 മാസം. എന്നാൽ ഇന്ന് രാത്രി കരം ഉയർത്തി പറയണ, ക്യാൻസർ അല്ല വലുത്. ഇന്ന് രാത്രി എൻ്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ടായ എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? അവന്റെ പേരെത്ര ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ഹാർട്ട് അറ്റാക്ക് പല പ്രാവശ്യം വന്നു കാണും. ആറാലുമൂട് നിംസ് മെഡിസിറ്റിയിൽ ചെന്ന് കാണും. ഡോക്ടർ മധു ശ്രീധർ രഹസ്യമായി കാത്തലാവിന്റെ മുൻപിൽ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കാണും, അപ്പച്ചന് സ്റ്റാൻഡ് ഇടാൻ പറ്റത്തില്ല, ഒരു ബൈപ്പാസ് നടക്കത്തില്ല, അടുത്തൊരു അറ്റാക്കോട് കൂടി സെമിത്തേരിയില്ല. എന്നാൽ ഇന്ന് രാത്രി ഡോക്ടറിന്റെ വാക്കല്ല, കരം ഉയർത്തുന്നവർക്ക് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തര ഞാൻ സകലത്തിനും മതിയായവന. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുക, പക്ഷകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ പോരുകള് കാൽവരുടെ കൊലകളത്തെ തകർത്തുയർത്തെഴുന്നേറ്റ യേശുവിന്റെ നാമം എന്റെ അരുമയാണ് ചെയ്തി കൂട്ടങ്ങൾക്കകത്ത് വെളിപ്പെടുമ്പോൾ ഡോക്ടർ എഴുതിയ രേഖകളെ മാറ്റുക, എക്സ്റേ എഴുതിയ രേഖകളെ മാറ്റുക, MRI എഴുതിയ രേഖകളെ മാറ്റുക. ഇന്ന് രാത്രി കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വന്ന കരത്തിന്റെ വല്ലമായി, ആണ്ടവരിൻ വല്ലമായി, ദേവൻ വല്ലമായി ഇന്ന് രാത്രി നിന്റെ അസ്ഥികളെ ചലിപ്പിക്കുക, നിന്റെ കണ്ണുനീരിനെ മാറ്റുക. ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സകതല ബൗഡല ശംധര ദിഗജല അച്ചുണ വൈഡമനന്ദന. ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയണം, ഇന്ന് രാത്രി നാളെ കൂടിയ കൺവെൻഷനുള്ള എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി എൻ്റെ പുരയ്ക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സഹോദരി, നീ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ദൈവത്തിന് നിന്നെ പറ്റിയ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിൻ്റെ പൂർണ്ണത നിന്റെ കണ്ണിനകത്ത് ഇറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് സഹോദര, നാട്ടുകാരെയും വീട്ടുകാരെയും വിട്ട് നാമതയെ കൂട്ടത്തെ വിട്ടിട്ട് ഒറ്റയ്ക്ക് കരമടിച്ച് ആരാധിക്കാൻ നീ ഇറങ്ങി തിരിച്ചെങ്കിൽ ദൈവത്തിന് നിന്റെ പിൻപിൽ ഒരു പ്ലാൻ ഉണ്ട്. ദൈവം നിന്നെ വിളിച്ചിറക്കിയതിന് ദൈവത്തിന് പിൻപിൽ ഒരു പദ്ധതി ഉണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? സിസ്റ്റർ, നിന്നെ വിളിച്ചിറക്കിയതിന്റെ പിൻപിൽ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. ഇന്ന് രാത്രി ആ പദ്ധതിയുടെ പൂർത്തീകരണം അവസാനിക്കുന്നത് വരെ നിന്റെ ശരീരത്തിനകത്ത് ക്യാൻസർ സെല്ലിനെ സറൗണ്ട് ചെയ്യാൻ കരുത്തുറ്റവനായി ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവ അവനെ അനങ്ങാതെ തളർത്തുക. ഇന്ന് രാത്രി നിന്റെ മേലൊരു ശക്തി ഇന്ന് രാത്രി പ്രാപിച്ചുകൊണ്ട് ഗ്രൗണ്ടിനകത്ത് നിന്ന് എഴുന്നേൽക്കാവൂ. അതിന്റെ പേര് അഭിഷേകത്തിന്റെ ശക്തി. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി മൺകൂടാരങ്ങളിലേക്ക് പകരുന്ന അഭിഷേകത്തിന്റെ ശക്തി 2025 കൺവെൻഷനിൽ അഭിഷേകം എന്നെ നടക്കുക. ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇന്ന് രാത്രി അത് ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ എത്ര പേർക്കറിയാം? കുട്ടിസനും മായാവിയും ഡിങ്കനും ഒന്നും അല്ല. സ്വോത്രം. ബൈബിളിൽ എത്ര പ്രോമിസ് ഉണ്ട്? 8000 പ്രോമിസ് വിശുദ്ധ ബൈബിളിലുള്ളത്. 8000 പ്രോമിസ് ഇല്ലാമിൻ്റെ ബൈബിൾ. എത്ര പ്രോമിസുകൾ പറഞ്ഞാലും അവസാനിക്കത്തില്ല. വാഗ്ദത്തങ്ങൾക്കൊരു ദർശനം, വാഗ്ദത്തങ്ങൾക്കൊരു നിവർത്തി വെച്ചിട്ടുണ്ട്. വാഗ്ദത്തത്തിന് സമയമാണിത്. ഇടയൻ രാജാവാകും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് സ്വോത്രം. ഇന്ന് രാത്രി മനസ്സിലാക്കണം, ഇസ്രായേലിൻ്റെ 1ാമത്തെ രാജാവ് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. യോശുവയുടെ നേരത്തുള്ള ഇസ്രായേൽ ജനം പാളയത്തിനകത്ത് വന്നു. അതിനുശേഷം അവർ ഒരു ജനതയായി തീർന്നപ്പോൾ വാഗ്ദത്ത കനാനിലെത്തിയപ്പോൾ ഇസ്രായേൽ മക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു രാജാവിനെ വേണം. മനസ്സിലാക്കണം, ഈ കഥയും കൂടെ മനസ്സിലാക്കണം. സ്വോത്രം. ആ സമയത്ത് കഴുതി അന്വേഷിച്ച് പോയതിനെ ഒരുവനെ രാജാവാക്കി. അവനിപ്പോൾ ഇസ്രായേലിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട രാജാവ്. പേര് ശൗൽ. അവൻ്റെ കൂടെ ഒരു പൈതലും ഉണ്ടായിരുന്നു. വചനം നല്ലോണം മനസ്സിലാക്കണം. അവൻ്റെ പേര് യോനാഥാൻ. ഇവർ 2 പേരും പാരമ്പര്യത്തിൻ്റെ പട്ടുകൂടിയില്ല. പിന്നെ ശൗലിന് ഈ അധികാരം കിട്ടിയപ്പോൾ ഞങ്ങളുടെ ഉപദേശമാരുടെ കണക്കായി. അവൻ്റെ കയ്യിൽ ഇന്നത്തെ ഉപദേശമാർക്ക് പോസ്റ്റ് ഇടുന്ന പേന. ശൗലിനൊരു കുന്തം ഉണ്ടായിരുന്നു. സ്വോത്രം. കുന്തം ഇടത് കടയ്ക്കാട്ട് ദാവീദിനെ ഇട്ടെറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എറി തെക്കുന്നും വടക്കുന്നും വന്നപ്പോൾ ദാവീദ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, പിന്നെ ഇവ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുക, തിരിച്ചൊരു യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒന്നിടട്ടുമെന്ന്. ഞങ്ങളായിരുന്നു ഇട്ടേനെ. അപ്പോൾ കർത്താവ് പറഞ്ഞു,
നീ മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അവൻ കാര്യം നാനേ സഹിക്കരുത് സ്വോത്രം. അങ്ങനെ ഇരുന്ന സമയത്താണ് സ്വോത്രം ഇവർ രണ്ടുപേരുടെ ഗിൽബോറ പർവ്വതം എന്ന് പറയുമ്പോൾ യോനാഥാൻ നല്ല പയ്യനുമായിരുന്നു. പക്ഷെ കുഴപ്പം ഇവ അപ്പൻ്റെ പിന്നെ മുണ്ടിനകത്ത് പാൻറ്റിനകത്തെ പിടിച്ചുകൊണ്ട് പോകും സ്വോത്രം. അവിടെ ചെന്നപ്പോൾ പാവപ്പെട്ട പയ്യൻ്റെ നെഞ്ചിനകത്ത് എല്ലാവരും കൂടെ കത്തി കയറ്റി സ്വോത്രം. അപ്പം ശൗലിനൊരു വല്ലാത്ത ഒരു സങ്കടമായി പോയി. മോൻ പോയി. അപ്പം വിചാരിച്ച് നാട്ടുകാരുടെ കത്തിയേക്കാളും നല്ലത് ശൗല് നെയ്യാറ്റിൻകര എന്ന് പറയുന്നുള്ള വേണ്ട, ആരെയും കത്തി വേണ്ട, ഒറ്റ കുത്ത് അവൻ്റെ നെഞ്ചിനകത്ത്. മനസ്സിലാകുന്നവർക്കായി അഭിഷിക്തനെതിരെ പോസ്റ്റ് ഇടുന്ന എല്ലാ പോസ്റ്റ് ഡീലുകാരും ഓർക്കണം, നിന്നെ കുത്താൻ നിൻ്റെ കത്തി തന്നെ മതി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. എത്ര പ്രാവശ്യം പാവപ്പെട്ട ദാവീദിനെതിരെ കുന്ത പറഞ്ഞു സ്വോത്രം. അങ്ങനെ ഇരുന്ന് കേട്ടോ. അപ്പം രണ്ടും അങ്ങ് തീർന്നു. ആണ്ട് ശൗലിൻ്റെ മോൻ്റെ പ്രത്യേകത എന്തായിരുന്നറിയോ? ശൗരിമാരും അപ്പച്ചന്മാരും ഒക്കെ കഥ കേൾക്കണം. അവൻ അപ്പൻ്റെ പാരമ്പര്യത്തിൽ നിന്നത്. പക്ഷേ നമ്മുടെ കോരകൻ്റെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇതൊക്കെ വായിക്കണം. പഴയ നിയമം സഭയ്ക്ക് നേരെ ഭയങ്കര. ഇന്ന് സഭയിൽ 3 ഗ്രൂപ്പില്ലേ, എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, സി ഗ്രൂപ്പ്. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ആ ഗ്രൂപ്പായിരുന്നു 1 ദാദാ, പിന്നെ 2 അബീരാം, 3 കോരക്. വന്ന പാസ്റ്റോട് പറഞ്ഞ് പെട്ടിയും കിടക്കെടുത്ത് സ്ഥലം വിട്ടുകൊണ്ടെന്ന് സ്വോത്രം. കോരകിൻ്റെ പിള്ളേർ പറഞ്ഞ് പപ്പ 3 കൊല്ലം ഇവിടെ ഇരിക്കട്ടെ, തമ്പേറിൻ താളത്തോടെ പാട്ട് പാടട്ട്. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ഈ പാസ്റ്റർ മാറ്റം എല്ലാവരും ഒറ്റ കയ്യ, ABC ഗ്രൂപ്പുകാർ സ്വോത്രം. പാസ്റ്റോട് പറഞ്ഞ് ഇങ്ക വേലക്കടയാരും ഇങ്ക തമിഴ്നാട്ടിൽ തിരുനെൽവേലി മാവട്ടത്തിലെങ്ങാണ് പൊക്കോളാം സ്വോത്രം. കുഞ്ഞുങ്ങൾ പറഞ്ഞ് ഞങ്ങൾ നിങ്ങളുടെ കൂടില്ല. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. നിങ്ങളെ ദൈവം ന്യായം വിധിക്കും. ഈ പിള്ളേർ അവന്മാർ വേണ്ടതെല്ലാം പറഞ്ഞു. അവസാനം ഭൂമി പിളർന്നു. അവനെല്ലാം അതിനകത്ത് ദാദാൻ, അബീരാം, കോരക്. അപ്പോൾ നമ്മുടെ രാജഭാഷ അടുത്ത് സത്യദൈവ സഭയിലും വന്ന് പിള്ളേരോട് പറഞ്ഞു ഇവിടെ പ്രവേശനമില്ല. എങ്കിലും പറഞ്ഞു, പിള്ളേർ പറഞ്ഞു അകത്ത് കയറ്റിയില്ലേലും വേണ്ടിയല്ല, ആലയത്തിൻ്റെ വാതിൽക്കൽ കാവൽക്കാരനായി നിന്ന് കരമടിക്കുവാൻ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഇതാ വചനം. അപ്പൻ്റെ പാരമ്പര്യത്തിനകത്ത് മലയുടെ പുറത്ത് പോയി പാരമ്പര്യത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന യോനാഥാൻ ശത്രുക്കളുടെ വാളേറ്റും കുന്തമേറ്റവൻ പട്ടുവീഴുമ്പോൾ പാരമ്പര്യത്തെ വിട്ട് ദൈവസഭയ്ക്കുള്ള ആദിയും വ്യാധിയും അകന്നുകൊണ്ട് സഭയെ തകർക്കാൻ നിന്ന അപ്പന്മാർ പാത പിന്തുടരാതെ സ്വർഗത്തോടൊരു കാര്യം പറഞ്ഞ് കർത്താവെ സഭയ്ക്കകത്ത് കയറ്റിയില്ലേലും വേണ്ടിയല്ല, വാതൊക്കെ നിന്ന് എന്തതിശയമേ പാടുവാ, ഞങ്ങളെ ഒന്ന് ബലപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ കോരകിന്റെ പുത്രന്മാരെ കൊണ്ട് സങ്കീർത്തനം എഴുതിപ്പിച്ചവന സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്നവർക്കായി കൺവെൻഷൻ കൂട്ടങ്ങളുടെ 3ാമത് രാത്രി ഞങ്ങൾക്കൊന്നു പറയാനുണ്ട്. വഴിയിൽ വെച്ച് പട്ടുപോകാതിരിപ്പാൻ ഇന്ന് രാത്രി പുത്രനായ ക്രിസ്തുവിനെ ചുംബിപ്പേ. ഇന്ന് രാത്രി നിന്റെ പാരമ്പര്യം നിന്നെ അക്കരനാട്ടിൽ എത്തിക്കത്തില്ല. നിന്റെ PhD നിന്നെ അക്കരനാട്ടിൽ എത്തിക്കത്തില്ല. നിന്റെ കീശയിലെ കാശ് നിന്നെ അക്കരനാട്ടിൽ എത്തിക്കത്തില്ല. ഇന്ന് രാത്രി മാലോകരെ, നാട്ടുകാരെ, പള്ളിക്കകത്ത് കയറിയില്ലേലും വേണ്ടിയല്ല, പുറത്ത് നിന്നെങ്കിലും കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാനുള്ള കൃപ എനിക്ക് തരണമെന്ന് പറയുന്ന കോരകിൻ്റെ മക്കളെ പോലുള്ള തലമുറകളെ സ്വർഗം വാർത്തെടുക്കട്ടെ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. ഇന്ന് രാത്രി അപ്പം ശൗലങ്ങ് പോയി. സ്വർഗം ആരെ വിളിച്ചു? ശമൂവേലിനെ വിളിച്ചു. ശമൂവേലിനെ വിളിച്ചിട്ട് അയ്യാ ഞങ്ങൾ ഇസ്രായേൽ വീട്ടിൽ ചെന്നിട്ട് ഒരു പയ്യനെ പിടിച്ച് ഇസ്രായേലിൻ്റെ രാജാവാക്കണത്. ശമൂവേൽ നല്ല അരുമയാണ് ഊഴിയക്കാരൻ. അവർ രാവിലെ ഇസ്രായേലിനെ വിളിച്ചു. നല്ല ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് ஐயா நான் உங்கள் வீட்டு வருவது 10 மணிக்கு பிள்ளை எல்லாம் நிறுத்தியிருக்கணும். ஒரு வாலிபன் வந்து இஸ்ரேலுக்கு அருமையான ராஜாவாகவும் வருது. ശമൂവേലിനും ഇശായിക്കും ഭയങ്കര സന്തോഷമായി. 10 മണിക്ക് എവിടെ ചെന്നെന്നറിയാമോ? പഴയ ലാംബി സ്കൂട്ടറുമായിട്ട് ശമൂവേൽ എവിടെ ചെന്നെന്നറിയാമോ? നേരെ ഇശായിയുടെ വീട്ടിൽ ചെന്നു. ഇശായി നടനെ ഒരു ചായയൊക്കെ കൊടുത്ത് ഉടനെ ഞങ്ങളുടെ പിന്നെ ശമൂവേൽ ഒരു നല്ല പാട്ട് പാടി. നമ്മുടെ ശമൂവേൽ പാടുന്നതിനേക്കാളും നാനും എൻ വീടും എൻ വീട്ടാരനൈ വരും നല്ല ഉണ്മയാണ് പാടലെ പാടിയതിനു ശേഷം ഒരു സംഗീതം വാസിക്കരുത്. 34 ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തു. കുഞ്ഞുങ്ങളെല്ലാം അവിടെ ഇരിക്കുക. 7 കുളന്തകൾ ഓരോരുത്തരുടെ പേരോട് ചെയ്യലവ ഷമ്മ ദിനാവ് എല്ലാവരോട് ചോദിച്ചു എങ്ക സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നത്? ആ ചെന്നൈ ബൈബിൾ കോളേജ്, ഡെറാഡൂൺ യൂണിവേഴ്സിറ്റി, BD MD എല്ലാം ഇരിക്കുന്നത്. ഉടനെ ഓർഡിനൻസിൻ്റെ പേപ്പർ എടുത്ത് തൈലവും കൂടെ കയ്യിലെടുത്ത് ഒരുവൻ്റെ തലയിൽ കൈവച്ചപ്പോൾ സ്വർഗം പറഞ്ഞു ഇങ്ക പയ്യനെ ഞാൻ കണ്ണ മുടിയാതെ യവനെ കണ്ടിട്ടില്ല. സ്വോത്രം. രണ്ടാമത്തവൻ്റെ തലയിൽ കൈവച്ചപ്പോഴും സ്വർഗം കേട്ടിരിക്കുന്നത് ഇങ്ക പൈതലെ ഞാൻ കാണ മുടിയാതെ. നമ്പർ 3 4 5 6 7 ഇടുക്കിക്കാർ മണിയാച്ചാൻ പറഞ്ഞാൽ 1 2 3 4 5 6 7 ഒരെണ്ണത്തിനെ കണ്ടില്ല. ഇവിടുത്തെ ഊഴിയക്കാരൻ നാം വെറുതെ വിട്ടിരിക്കുന്നത്. എന്നെപ്പോലുള്ള ഊഴിയക്കാർക്ക് അരുമயான പെരിയ കവർ കിട്ടിയ എല്ലാത്തിൻ്റെ തലയിൽ വെച്ച് ഓർഡിനേഷൻ കൊടുത്ത് തൈലം കുടഞ്ഞാൽ മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അന്തമാതിരി തപ്പാന ഊഴിയക്കാരനല്ല ശമൂവേൽ. അവർ യാർ അത് മിണ്ടുന്നില്ലല്ലോ. ശമൂവേൽ ആര്? അവൻ കള്ളത്തിന് നിൽക്കത്തില്ല, കള്ള ഓർഡിനേഷൻ കൊടുക്കത്തില്ല, കള്ള കൈവപ്പും കൊടുക്കത്തില്ല. അവൻ സാധാരണ പുള്ളിയല്ല. ഒരമ്മച്ചി ദൈവസഭയെ പോയി പ്രാർത്ഥിച്ചപ്പം കരഞ്ഞു കിട്ടിയതാ ശമൂവേൽ. സന്തോഷവും ഇല്ലല്ലോ. സ്വോത്രം.
ശമൂവേൽ എവിടെയാ ഉറങ്ങിയത്? ഏലിയ ശമൂവേലിൻ്റെ കാര്യം പറഞ്ഞാൽ 2 മിനിറ്റ് കടമെടുക്കുക. വെളിപ്പാടിലേക്ക് ഇസ്രായേലിലേക്ക് വന്ന സമയമുണ്ട്, വിഷമിക്കേണ്ട, കാത്തിരിക്കാൻ. ഇതൊക്കെ കേൾക്കണം. ഇപ്പോൾ പഴയനിമാർ വായിക്കുന്നതുമില്ല. പണ്ടൊരു അമ്മാമ്മയുണ്ട്, ചർച്ചിൽ പോകത്തില്ല. ഇപ്പം പിന്നെ ചർച്ചിൽ ആരാ പോകത്ത? കന്നെ അമ്മമ്മയുടെ കൂടെ വീട്ടിൽ വേറെ സൗകര്യം ഉണ്ടായിരുന്നു, പെനീന. എവിടെ നാക്കെടുത്ത രാജപാസ്റ്റർ ഈ കന്നേനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വോത്രം. അപ്പോൾ ഗതി കെട്ടിട്ട് ആ ചർച്ചിൽ പോയത് മനസ്സിലാകുന്നവർക്കായി. അവിടെ നല്ല പ്രാർത്ഥനയായിരുന്നു. അവളുടെ കണ്ണീര് കണ്ട് ഏലി ഞെട്ടിപ്പോയി, ഇത്ര നല്ല കണ്ണീരോ. സ്വോത്രം. ഉടനെ ദൈവം അവളോട് കൃത്യമായി ഇടപെട്ട് നിനക്കൊരു തലമുറ തരുമെന്നു. സ്വോത്രം. അപ്പോൾ അവൾ പറഞ്ഞു കിട്ടിയില്ല. അതിന് മുട്ടേ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു എന്തോ കിട്ടിയാലും ചർച്ചയ്ക്ക് നല്ല കുഞ്ഞായിരിക്കുന്നു. സ്വോത്രം. ഇനി ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ, ഞങ്ങൾക്കെല്ലാം 2 പിള്ളേർക്കത്. ഒന്ന് വന്ന എഞ്ചിനീയർ, അപ്പം തീരുമ്പോൾ നല്ല അരുമயான കല്ലറെ കൊടുത്ത് RIP അടിക്കാൻ മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. ഒന്ന് വന്ന് BSc നേഴ്സ് അല്ലെങ്കിൽ അരുമயான ഡോക്ടർ മരുത്താമല്ലേ എങ്ക കയ്യെ ഗ്ലൂക്കോസ് സ്റ്റെപ്പിടാൻ മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. ഒറ്റ പാസ്റ്റർമാരെ മക്കളൊന്നും ബൈബിൾ എടുക്കുന്നില്ല. കർത്താവേ സ്വോത്രം. അപ്പോൾ ആ കന്നാമ്മച്ച് പറഞ്ഞ് എന്തോ കിട്ടിയാലും പള്ളിക്കാന്ന്. സ്വോത്രം. അപ്പം സെൻട്രൽ പാസ്റ്ററായിരുന്നു ആര്? നമ്മുടെ ഏലി. കൂടെ കൊച്ചു പാസ്റ്ററായി ശമൂവേലും അവിടെ ഉണ്ട്. ഏലിയുടെ 2 മക്കളുണ്ടായിരുന്നു. അവന്മാരുടെ പേരാ കോപനിയും പിന്നെ കാശും. സന്തോഷമില്ലല്ലോ. അവന്മാർ ട്രം അടിക്കത്തില്ല, പായിടത്തില്ല, ഒന്നും ചെയ്യത്തില്ല. സഭയിലെ കാശെടുക്കുക, നെയ്യാറ്റിൻകര വിസ്മയ പോവുക, പൊരിച്ച കോഴി, അൽഫഹാം, കുഴിമന്തി, ഇത് തിന്നുകൊണ്ട് വരുന്ന ആരാന്നറിയാമോ? ഏലിയുടെ മക്കൾ. വളരെ കുഴപ്പക്കാരായിരുന്നു. പ്രീക്കന്മാരെ കണക്ക് ബാലരാമരത്തൂടെ കറങ്ങി നടക്കുക. യവനെ എല്ലാം ദൈവം ഒതുക്കും മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. ഇന്ന് രാത്രി ബാക്കിയൂടെ കേട്ടാട്ടെ. ശമൂവേൽ ഇങ്ങനെ നമ്മുടെ പാസ്റ്റർക്ക് വെള്ളമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം 7:30 മണിയായപ്പോൾ ഒരു വിളി കേട്ടു. അപ്പോൾ ശമൂവേൽ വിചാരിച്ച് ഏലി പാസ്റ്റർ വിളിക്കുന്നതാണ്. അവിടെ ചെന്ന് ചോദിച്ചു അയ്യാ നീ നമ്മ കൂപ്പിട്ടിരിക്കതാ? ഉടനെ ശമൂവേലിൻ്റെ അടുത്ത് പറഞ്ഞ് നിന്നെ കൂപ്പിട്ടൊന്നുമില്ല, നീ പോയി കിടന്നുറങ്ങാൻ. 9:30 ആയപ്പം 2ാമതൊരു വിളി. അവിടെ ചെന്നിട്ട് ചോദിച്ചു അയ്യാ ഇൻസുലിൻ എടുക്കണോ അതോ ഓട്സ് കാച്ചണോ എന്ന്. അപ്പോൾ പറയും ഇത് 2 ഞാൻ ചെയ്ത് കഴിഞ്ഞ് നീ ഉറങ്ങിക്കോളാം. ഇനി വിളിച്ചാൽ സ്വർഗ. രാത്രി 1 മണി എൻ്റെ കണക്കൂട്ടൽ ഒറ്റ വിളി സ്വർഗത്തിൽ നിന്ന്. ശമൂവേലേ ശമൂവേലേ. അവൻ പറഞ്ഞൊരു വാക്കുണ്ട്. ബൈബിൾ വായിച്ചപ്പോൾ ആഴമായി ഞാൻ കരഞ്ഞു. അടിയൻ ഇതാ അരുളപ്പാട് തന്നാലും വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി സ്വർഗത്തിൻ്റെ ശബ്ദം കേട്ട് മുട്ടുമടക്കുന്നവന് ഇസ്രായേലിൻ്റെ 1ാമത്തെ പ്പെട്ട പ്രവാചകനാക്കി ശമൂവേൽ ഇശായിക്കിട്ട് കേട്ടിരിക്കുന്നത് അയ്യാ നിനക്ക് വേറെ വല്ല പിള്ള ഇരിക്കതാ. 7 കഴിഞ്ഞാൽ 8ാമത് ഇസ്രായേലിന്റെ പരിധിയിൽ വരുന്നത് എന്താണെന്നറിയാവോ? അൺവാണ്ടഡാ. 7 കഴിഞ്ഞാൽ 8ാമത് വരുന്നത് മനസ്സിലാകുന്നവർക്കായി. വിശുദ്ധ ബൈബിൾ തന്നെ 7ന്റെ പുസ്തകങ്ങൾ 2 എഫേസ്യ ലേഖനവും വെളിപ്പാട് പുസ്തകവും 7 കഴിഞ്ഞാൽ. അപ്പം ചോദിച്ചും വേറെ വല്ല കുഞ്ഞുങ്ങളും ഉണ്ടോ? അപ്പോൾ പറഞ്ഞ് 8ാമത് ഒരുവനുണ്ട്. നമ്മുടെ കൊറ്റാമത്ത് ഫാത്തിമ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? ഇല്ല മനസ്സിലാകുന്നവർക്കായി. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞ് നെയ്യാറ്റിൻകര UKP പഠിച്ചിട്ടുണ്ടോ? ഒരു മണ്ണാങ്കട്ടയും പഠിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഇശായി നെയ്യാറ്റിൻകര പറഞ്ഞ് നമുക്ക് ഇച്ചിരി തോട്ടം ഉണ്ടായിരുന്നു അമ്പൂരിക്കടുത്ത് 6 കാണി മനസ്സിലാകുന്നവർക്കായി. അവിടെ കുറച്ച് ആടുവായിട്ട് അവൻ അവിടെ കിടക്കുക. ഇടയ്ക്കെങ്ങാണ് ഞങ്ങൾ ഇവിടുന്ന് ഒരു വണ്ടും വല്ലതും കൊടുക്കുമെന്ന്. സ്വോത്രം. അവനെ പറ്റി ആർക്ക് ലക്ഷ്യം? അപ്പോൾ സ്വർഗം ശമൂവേലിനോട് പറഞ്ഞു അവൻ വരാതെ യാഗം നടക്കത്തില്ല. അവൻ്റെ നിറം നോക്കരുത്, ഗുണം നോക്കരുത്, മണം നോക്കരുത്, ഒന്നും നോക്കരുത്. അവൻ ആ വാഗ്ദത്തമുള്ളവൻ. ഇന്ന് രാത്രി നാട്ടുകാരും വീട്ടുകാരും തള്ളി അവൻ കിടക്കുന്നത് 6 കാണിക്കകത്ത് ആട്ടിൻ്റെ കൂടെ കിടക്കുക. 2 കാര്യം ദൈവത്തിന് ഒരുവനെ പറ്റി പ്ലാൻ ഉണ്ടായിരുന്നു. 1 അവൻ ഇവിടുത്തെ ഫാത്തിമ സ്കൂളിൻ്റെ CBSE അല്ല, കാട്ടാക്കട ക്രിസ്ത്യൻ കല്ലൂരിയാണ്, നല്ല ബിരുദമല്ല. 1 അവൻ കാട്ടിനകത്ത് കരമടിച്ച് ദൈവത്തെ ആരാധിച്ചു. കരമടിച്ച് കുടിലിനകത്ത് ആരാധിക്കുന്നവനെ പറ്റി ദൈവത്തിനൊരു പ്ലാനുണ്ട്. ഇന്ന് രാത്രി ദൂതേറ്റെടുക്കുന്നവർക്ക്. 2ാമത് ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവാക്കുക ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ട്. എന്താ കാര്യം? അപ്പൻ്റെ ആടുകളെ പിടിക്കാൻ വന്ന വന്യമൃഗത്തെ തകർക്കുവാൻ അവൻ്റെ മേൽ ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ആത്മാവിൽ പാടുന്ന കുഞ്ഞുങ്ങൾ ദൂതേറ്റെടുക്കണം. ആത്മാവിൽ ആരാധിക്കുന്നവൻ അധിക ദിവസം കാട്ടിനകത്ത് കടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ആ ദൂതേറ്റെടുക്കണം. ആരൊക്കെ നിനക്കെതിരെ ബൗണ്ടറി കെട്ടിയാലും, ആരൊക്കെ നിനക്കെതിരെ മതിൽ കെട്ടിയാലും, ദാവീദേ നീ പുറത്തു വരത്തില്ലെന്ന് ആരൊക്കെ നിനക്കെതിരെ രേഖ എഴുതിയാലും, നിന്റെ ചേട്ടന്മാർ നിനക്കെതിരെ നിന്നാലും, അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും, ഇന്ന് രാത്രി കരമടിച്ച് ആരാധിക്കുന്നവനെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുക. ദാവീദിന്റെ കണ്ണുനീരിനൊരു കരമിറങ്ങിയെങ്കിൽ ഇന്ന് അരുമயான കൺവെൻഷൻ കൂട്ടങ്ങളുടെ 3ാമത് രാത്രി വിശ്വാസത്തോടെ പറയണം അറ്റ് എനി ബൗണ്ടറീസ്. ഇന്ന് രാത്രി കരമുയർത്തി ഗ്രൗണ്ടിൽ നിന്ന് ദൂതേറ്റെടുത്തുകൊണ്ട് നീ പോകാവൂ. രാജ്യങ്ങൾ പിടിച്ചടക്കാൻ, പട്ടണങ്ങൾ നേടുക, ആയിരങ്ങളുടെ നടുവിൽ നിൽക്കുക. 1 നിന്റെ മേലൊരു അഭിഷേകം ഉണ്ടായിരിക്കണം.
അല്ലാണ്ട് നീ കരമടിച്ച് ആരാധിക്കുന്നവനെ കൊട്ടാരത്തിനകത്ത് ഇരുത്തുന്നവനാ സ്വർഗത്തിലെ ദൈവം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി വിശ്വാസത്തോടെ വിളിച്ചവർ ആരൊക്കെ മതിൽ കെട്ടിയാലും ആരൊക്കെ ബൗണ്ടറി കെട്ടിയാലും ഇന്ന് രാത്രി പിശാച് നടുങ്ങട്ടെ, മന്ത്രവാദി നടുങ്ങട്ടെ, ആ വിചാരക്കാരൻ നടുങ്ങട്ടെ. നീ കരമടിച്ച് നിന്റെ ശത്രുക്കളെ ഇന്ന് രാത്രി തകർക്കുന്ന രാത്രിയാ. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക്, എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്ക്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അഭിഷേകത്തോടെ ആരാധിക്കുന്നവനെ പട്ടണങ്ങളിൽ കൊണ്ടുപോക, രാജ്യങ്ങളിൽ കൊണ്ടുപോക, ആയിരങ്ങളുടെ നടുവിൽ നിർത്തുക. ഇന്ന് രാത്രി ഒരു വിശേഷமான കൃപയായി ആണ്ടവരൻ വല്ലമായി, ദേവൻ വല്ലമായി ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കുന്ന രാത്രിയാ. നിന്റെ അസ്ഥികളെ ചലിപ്പിക്കുന്ന രാത്രിയാ, നിന്റെ സന്ധി മജ്ജകളെ ചലിപ്പിക്കുന്ന രാത്രിയാ, നിന്റെ ചലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചലിപ്പിക്കുന്ന രാത്രിയാ. നീ എഴുതുന്ന പേപ്പറിനകത്ത് ഇന്ന് രാത്രി ദൈവകൃപ ഇറങ്ങിയ IAS IPS തരുവാൻ കരുത്തുറ്റ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുകയോ. Lord Jesus, the precious moment, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില തലമുറകൾക്ക് വേണ്ടി വഴികളെ തുറക്കുക. കരമടിച്ച് ആരാധിച്ചവനെ ഇസ്രായേലിന്റെ രാജാവാക്കുക. സ്വർഗത്തിന്റെ കരം ഇറങ്ങിയതുപോലെ ചില കുഞ്ഞുങ്ങളെ ഇന്ന് രാത്രി സ്വർഗം തൊടുന്ന രാത്രി ആകട്ടെ. അവരുടെ ബുദ്ധിമണ്ഡലങ്ങൾ ദൈവകൃപ ഇറങ്ങട്ടെ. അവർ അഭിഷേകത്തോടെ അന്യഭാഷയോടെ നാഥനെ ആരാധിക്കട്ടെ. Lord Jesus, പ്രഷ്യസ് മോമെന്റ് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് ചില വിടുതലുകൾ നടക്കുന്ന രാത്രിയായി മാറട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങട്ടെ. പവർ ഓഫ് ദ വേർഡ് ഓഫ് ദ ഗാഡ് കമ്മിങ് ദീസ് ഡേയ്സ്. ദ കൺവെൻഷൻ ഇസ് ഓൺ ഗോയിങ്. അവർ ചൈൽഡ് ഗിവിംഗ് എ ജനറേഷൻ എറൈസ് ജീസസ് ഇൻ ക്രൈസ്റ്റ് ആൾ ഓവർ ദ വേൾഡ്. യേശുവിൻ്റെ നാമത്തിൽ ലോകത്തിൻ്റെ പട്ടണങ്ങൾ ആയിരങ്ങളെ ഉയർത്തുവാൻ ചില ചെറുപ്പക്കാരെയും കുഞ്ഞുങ്ങളെയും പരിശുദ്ധാത്മാവ് ഈ രാത്രി എടുക്കട്ടെ. വചനത്തിലേക്ക് ഞാൻ മടങ്ങി വരുക ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവമക്കളെ. അതുകൊണ്ട് ദാവീദ് ഇങ്ങനെ 23-ാം സങ്കീർത്തനത്തിൽ പാടി, ആരൊക്കെ കൈവിട്ടാലും അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും അമ്മമ്മയെ വിളിച്ച് പറയണ യഹോവ എൻ്റെ ഇടയനാകുന്നു. അച്ചായ ഇന്ന് രാത്രി പറയണം, പാസ്റ്റർമാരും ദാസിമാരും കൈവിടട്ടെ, എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. മനസ്സിലാകുന്നവർക്ക് പെരുമ്പഴുതൂർ സർവീസും കണ്ടലേം കൂടി ഒരുമിച്ച് പൊട്ടട്ടെ. പച്ചയായ പുൽപ്പുറത്തിൽ കൂടി എന്നെ നടത്തുന്നവനാ സ്വർഗത്തിലെ ദൈവം. 40 ദിവസം നെയ്യാറ്റിൻകര മഴ പെയ്താലും പിരായി മൂട്ടി വെള്ളം കവിഞ്ഞാലും എൻ്റെ വീട്ടിനകത്ത് നല്ല ഉറവെ തരുന്നവനാ സ്വർഗത്തിലെ ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഹല്ലേലൂയ ഇന്ന് രാത്രി വിളിച്ചു പറ, സ്വസ്ഥതയുള്ള വെള്ളം എൻ്റെ കിണറ്റിനകത്ത് തരുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. മൂലമറ്റത്തെ ടർബൈൻ ഓഫാകട്ടെ, കൂടംകുളം ആണവ നിലയെ തകരട്ടെ. മമ്മ ഇന്ന് രാത്രി കരമുയർത്തി പറഞ്ഞു, കൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടെ ഞാൻ നടന്നു പോയാലും അവൻ്റെ കരം എന്നെ പിടിച്ച് നടത്തും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ 8-ാം മാസം 2-ാമത്തെ ആഴ്ച നാട്ടുകാരും നീട്ടുകാരും കൈവിടും, അപ്പനും അമ്മയും കൈവിടും, രക്തബന്ധങ്ങൾ കൈവിട്ടാലും ഇന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് നാളെ കൂടെ കൺവെൻഷനുള്ള വരുന്ന 4 മാസം എൻ്റെ മുൻപിലുണ്ട്. അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. കരമുയർത്തുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കൈവിടാത്ത ദൈവം, നിന്നെ വഴി നടത്തുന്ന ദൈവം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? വചനത്തിലേക്ക് കടന്നു വരുന്നു. ബാക്കി നാളെ പകലും നാളെ രാത്രി യോഹന്നാനെ നാട് കടത്തുന്ന പത്മോസിന്റെ ഏകാന്തതയിൽ സ്വർഗം തുറക്കുന്നു. അവൻ കണ്ട ദിവ്യ ദർശനം, ആ വെളിപ്പാട്, 7 പൊൻ നിലവിളക്കുള്ള നടുവിൽ നിലയെങ്കിൽ ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ കാലുലയിൽ ചുട്ടുപിടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥം 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കയ കാൽവര ദർശനം കണ്ട യോഹന്നാൻ മുട്ടുമടക്കുന്നു. ഒരു കരം അവന്റെ മേൽ ഇറങ്ങി വരുന്നു. ആദ്യം അന്ത്യൻ, ആൽഫ ഒമേഗ, മരണത്തിൻ പാതാളത്തിൻ താക്കോൽ എൻ കൈവശമിരിക്കുന്നത്. യോഹന്നാന്, ഒരിക്കൽ ഞാൻ മരിച്ചവൻ, എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ. മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകത്തിന്റെ പേര് വിശുദ്ധ വെളിപ്പാട് പുസ്തകം. മറന്നീക്കി പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം. 404 വാക്യം, 22 അധ്യായം. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തു. 6-ാമത്തെ അധ്യായം ആ കർത്തൃദാസി വായിച്ചത്. വളരെ സമാധാനത്തിൽ ഇസ്രായേലിലേക്ക് നാം യാത്ര ചെയ്യുന്നത്. വെളിപ്പാട് 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2-3 ആസിയയിലെ 7 സഭ, 4 അനന്തര സ്വർഗത്തിലൊരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്, 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. ഇവിടം മുതൽ ഇന്ന് രാത്രിയിലെ 1-ാമത്തെ ചിന്തയ ഭാവികാല യെരൂശലേം. അങ്ങനെ ഇന്ന് രാത്രി തുടങ്ങുന്നു. മത്തായി 24, 1, 2, 3, 4. കർത്തൃദാസി വായിക്കത്തില്ല, നിങ്ങൾ ബൈബിൾ കൂടെ വെച്ചിരിക്കണം. യേശു ഓശാന പെരുന്നാളും യെരൂശലേം ദൈവാലയത്തിൽ വരുന്നു. യെരൂശലേം ദൈവാലയത്തിൽ യേശു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പുറമേ പറയും. ആലയത്തിന്റെ പണി കാണിക്കുന്നു, ആലയം തകർന്നു പോകും. ബാക്കി രത്നരാജ് പാസ്റ്റർ രത്നച്ചുരുക്കമായി നിങ്ങളോട് ഇന്ന് രാത്രി പേശിക്കുന്നത് മത്തായി 24, 3, 4, 5. അതുതാണ് ഇത് അരുമയാണ് തമിഴ് ബൈബിൾ. ഉലകത്തിൻ മുടിവ് കടസി
ഈ കാലസ്ഥിതികളും അതൊക്കെ താൻ ഇന്ന് രാത്രി ഗുരു അതെപ്പോൾ സംഭവിക്കും, നിന്റെ വരവും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശു പറഞ്ഞു ബൈബിൾ കൂടെ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാ, ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും. നമ്മുടെ പ്രഭാഷണം അതല്ല. മത്തായി 24, 32, 33, 34, 35 ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഈ രാത്രി നാം പോകുന്നത്. അതിനകത്ത് ഇങ്ങനെ ഒരു ഭാഗം എഴുതിയിട്ടുണ്ട് ബൈബിൾ കൂടെ, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളത ഇല തളിർക്കുമ്പോൾ വേനൽ. അങ്ങനെ നെയ്യാറ്റിൻകരയിലെ കുഞ്ഞുങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിൻ്റെ ദൂതന്മാർക്കോ അറിയത്തില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യകുമാരൻ്റെ വരവിൽ, ലോത്തിൻ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിൽ ഒരിക്കൽ കൂടി ഇന്ന് രാത്രി നെയ്യാറ്റിൻകര ഹയർ സെക്കൻഡറിയിൽ ഇരിക്കുന്നത് പോലെ, വചനം കൃത്യമായി വഴുതൂർ സെൻട്രൽ സ്കൂളിൽ ഇരിക്കുന്നത് പോലെ കാന്തൻ്റെ വരവിൻ്റെ 6 ചാലുകൾ. 1 യഹൂദനാകുന്ന ഇസ്രായേൽ, 2 എതിർ ക്രിസ്തുവെന്ന ഏകലോക ഭരണം, 3 പ്രപഞ്ചത്തിലെ മാറ്റം നാളെ ചിന്തിക്കും, 4 ഏറ്റവും നിർണായകമായി ഒരു ഏകലോക മതം, 5 നോഗയുടെ കാലത്തെ പോലെ പെരുമഴ, 6 ലോത്തിൻ്റെ കാലത്തെ പോലെ തീ ഇറങ്ങുന്ന ഒരു കാലം. 6 കാലങ്ങളാൽ കർത്താവിൻ്റെ വരവിൻ്റെ മധുരകരമായ ചാലുകൾ. അതിനാസ്പദമായി ഇന്ന് രാത്രി 1-ാം ഭാഗത്തിൽ നിന്ന് ആരംഭിക്കുന്നു. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. ഈ ഭാഗം നിങ്ങൾ മനസ്സിലാക്കണം. 1948 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയോൻ കൊടി ഉയർത്തി. ഒരു രാഷ്ട്രമായി ഇസ്രയേൽ വന്നു. 22,700 കിലോമീറ്റർ, 5 ദിവസത്തെ പ്രസംഗം, അതുകൊണ്ട് അതെടുക്കാത്തത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് 6,750 കിലോമീറ്റർ പലസ്തീനുണ്ട്. പലസ്തീൻ്റെ 2 പ്രവിശ്യകളാണ്, 1 റമല്ല, 2 വെസ്റ്റ് ബാങ്ക്, അതിനോടനുബന്ധിച്ച നസറേത്ത്. അതിൻ്റെ ഇപ്പുറത്തായി 271 കിലോമീറ്റർ കിടക്കുന്ന മെഡിറ്ററേനിയൻ കടലെടുക്ക ഗാസ സ്ട്രിപ്പ്. ഗാസ സ്ട്രിപ്പിൻ്റെ പ്രത്യേകത, ഗാസ സ്ട്രിപ്പിൻ്റെ 4 ഭാഗങ്ങളാണ് ഉള്ളത്. 1 എക്രോ, 2 കാനിയോനിസ്, അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ വീണ്ടും കിട്ടുന്നത് റഫ, അത് കഴിഞ്ഞ ഇത്രയും ഭാഗങ്ങളാണ് ഇന്നും ഗാസയ്ക്കുള്ളത്. ഒക്ടോബർ മാസം 7-ാം തീയതി മുതൽ വളരെ ഒരു സംഘർഷം അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ഒക്ടോബർ 7 മുതൽ ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായി ഇറാൻ്റെ പ്രോക്സികൾ. ഇറാനിൽ പണ്ടൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു, പറയും ഹാമാൻ്റെ ചക്രവർത്തി. നമ്മുടെ അഹശ്വേരോശ് ഹാമാനല്ല, ഹാമാൻ്റെ പിന്തുടർച്ചയായി 3 ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ, അതെങ്കിൽ ബ്രദർഹുഡ് ഗ്രൂപ്പ് വന്നു. അത് 3 മെച്ചിനകത്ത്, 1 ഹമാസ് പലസ്തീൻ, 2 ഹിസ്ബുള്ള ലബനോൻ, അത് കഴിഞ്ഞിട്ട് ഹൂത്തി വിമത റേമൻ. ഇവർ 3 പേരോട് ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രയേലിന് ഒരു അടി കൊടുത്തത്. ഇസ്രയേൽ നിലവിളിക്കും. ബൈബിൾ പ്രവചനം കർത്തൃദാസി വായിക്കത്തില്ല, ബൈബിൾ കൂടെയുള്ളത്. ആമോസ് 2:5 ഞാൻ യെരൂശലേമിൻ്റെ അകത്തൊരു തീ അയക്കും, യഹൂദൻ്റെ അരമനകളെ അത് കത്തിച്ചു കളയും. ഒക്ടോബർ 7 മുതൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ പരിസമാപ്തിയായി ഇപ്പോൾ ഒരു യുദ്ധം വരുമോ? ലോകയുദ്ധം ഒന്നും ഇവിടെ വരത്തില്ല. ഇതിൻ്റെ പിൻപിൽ ഒരു യുദ്ധത്തിൻ്റെ ചാലൊരുങ്ങുന്നു. ഇവിടം തൊട്ട് പ്രഭാഷണം എല്ലാവരും കേട്ടോണം. 1914 മുതൽ 19 വരെ ബൈബിൾ കൂടെ ഇരിക്കണം. 1914 മുതൽ 19 വരെ 1-ാം ലോക മഹായുദ്ധം. അതിനകത്ത് ജയിപ്പിച്ച വ്യക്തിയുടെ ആഗ്രഹപ്രകാരം ഇസ്രയേൽ എന്ന യഹൂദരാഷ്ട്രത്തിന് വേണ്ടി മടങ്ങി വരുവാനുള്ള 1-ാമത്തെ ചാൽ. അതാ നിങ്ങളുടെ മൊബൈലിലും എവിടെയും കിട്ടും. 1917 നവംബർ മാസം 2-ാം തീയതി ഒരു വിളംബരം വന്നു. ആർതർ ബാൽബോർഡ് ഡിക്ലറേഷൻ, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം. മത്തായി 27-25 ബൈബിൾ കൂടെ, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. കൊച്ചി മട്ടാഞ്ചേരി മുതൽ 111 രാജ്യങ്ങൾ ചിതറിയ യഹൂദൻ ആദ്യമായിട്ട് മടങ്ങി വരുന്നത് 1917 നവംബർ 2. അന്ന് 17 കമ്മ്യൂണിസ്റ്റ് ഭരണം, 17 ഇവിടെ ഒരു സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്ന മഹാവ്യാധി. 2-ാം ലോക മഹായുദ്ധം. 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ നെയ്യാറ്റിൻകരയിലെ ദൈവമക്കൾ ബൈബിളും പ്രവചനവും കൂടിയിരിക്കണം. 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഒരു സംഘടന വന്നു, യുദ്ധം വേണ്ട. ആ സംഘടന പേര് ലീഗ് ഓഫ് നേഷൻസ്, സർവ്വരാഷ്ട്ര സംഘടന. അടുത്തത് 1939 മുതൽ 45 വരെ 2-ാം ലോക മഹായുദ്ധം വന്നു. 2-ാം ലോക മഹായുദ്ധത്തിൽ 5.5 കോടി പേർ മരിച്ചു. ഇന്ന് അവസാനം നിർത്തുമ്പോൾ മക്കളെ, അന്നൊരു സംഘടന വന്ന് ഇസ്രയേൽ സ്വതന്ത്രമായി. ആ സംഘടന പേരാ യുണൈറ്റഡ് നേഷൻസ്. അങ്ങനെയെങ്കിൽ ഇനി 3-ാം ലോക മഹായുദ്ധം നടന്നാൽ ഒരുവന്റെ കയ്യിലേക്ക് ലോകഭരണം വരും. ശ്രദ്ധയോടെ ഇരിക്കണം. അന്ത്യകാല സംഭവം. അവൻ വരുന്നതെന്തിനു വേണ്ടി? ഇന്ത്യക്ക് വേണ്ടിയല്ല, ഒന്നുമല്ല, അതിനു വേണ്ടിയുള്ള വഴിത്താരകൾ ഒരുങ്ങുന്നു. ഇവിടെ ശ്രദ്ധയോടെ ഇരിക്കണേ. അതിനാസ്പദമായി 2023 ലൈവ് അജിബ്രദറിൻ്റെ ലിങ്കിൽ നിന്ന് പിന്നെയും കാണാം. എന്നെങ്കിൽ നമുക്ക് ഈ 3 പ്രഭാഷണം കൊണ്ട് ഓടിയെത്താൻ പറ്റും. 2023 ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവർ ഒരു ഉച്ചകോടി നടത്തി. എവിടെ? G20 സബ്മിറ്റഡ് ന്യൂഡൽഹി. ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. സാറേ, ലോകം
ഒരുവൻ ഭരിച്ചാൽ കൊള്ളാമായിരുന്നു, എല്ലാവർക്കും വസ്ത്രവും കാര്യങ്ങളും എല്ലാം കൊടുക്കാൻ. രണ്ടാമത്തെ സംഭവം പറഞ്ഞു തരാം. 2024 ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ അബുദാബിയിൽ പോയി 7000 കോടിക്ക് അവർ അമ്പലം ഉദ്ഘാടനം ചെയ്തത്. സകല ചാനലുകാരും അവിടെ ഉണ്ടായിരുന്നു. മോഡിജിയോട് ചാനലുകാർ ചോദിച്ചു, സാറേ അബുദാബിയിൽ വന്നതാ, ഇതർ അബുദാബി മേ ആക്കെ കച്ചാ നയാ ബാത്ത് ബതാനാ ചാഹിയേ മോഡിജി. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ മോഡിജി പറഞ്ഞൊരു കാര്യമുണ്ട്, ഭായിയോ ബഹനോ യേ സുന്നാ ചാഹിയേ അപ്പനാ ദുനിയാ ശാന്തി സമാധാൻ ബർക്കത്ത് മിൽനെ കെ ലിയേ ഏക് ആദ്മി കുർസി മേ ബൈഠേഗാ തോ അച്ഛാ ഹൈ. ഒരുവൻ സിംഹാസനത്തിലിരുന്നാൽ നല്ലത്. അടുത്തത് 2024, അതാ ഇന്നത്തെ അമേരിക്ക ഇന്ത്യ ആയിട്ടുള്ള പ്രശ്നം അവിടെ ആരംഭിക്കുന്നത്. ഭയങ്കര സംഭവങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. 2024 ബ്രിക്സ് ഉച്ചകോടി എന്ന് പറഞ്ഞൊരു ഉച്ചകോടിയുണ്ട്. ഈ ബ്രിക്സിനകത്ത് മെയിൻ കക്ഷികളാണ്. ഒന്ന് ഇന്ത്യ ഉണ്ട്, 2 ബ്രസീലുണ്ട്, അടുത്ത റഷ്യ ഉണ്ട്, ചൈനയുണ്ട്. ഇവരെല്ലാം കൂടെ 2024 നവംബർ മാസത്തിൽ റഷ്യ കൂടി. അന്ന് അവന്മാരൊരു ആപ്പ് വെച്ചു. ഒരാപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിക്സ് ഉച്ചകോടി നടന്നിട്ട് 3 നേതാക്കൾ. ഒന്ന് വടക്കൻ കൊറിയ. വടക്കൻ കൊറിയയുടെ നേതാവിൻ്റെ പേരാണ് കിങ് ജോങ്. അത് കഴിഞ്ഞിട്ട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. അത് കഴിഞ്ഞിട്ട് ചൈനയുടെ ഷീ ജിൻപിങ് പറഞ്ഞു, എണ്ണ വില ഡോളറിൽ നിന്ന് മാറണം, അമേരിക്കയെ മുട്ടുകുത്തിക്കണം. ഇന്ന് അമേരിക്ക നിൽക്കുന്നത് എണ്ണ വില ഡോളറിലാണ്. അത് കണ്ടപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പെരിയ കൈ ഉയർത്തി, നല്ലതാണ്. അന്ന് തൊട്ട് റഷ്യക്ക് ഇന്ത്യയോട് ഇഷ്ടം കൂടുതൽ തോന്നി. ഇന്ന് നിങ്ങളുടെ പത്രത്തിലെ എണ്ണ വില ഒരു ബാരൽ എണ്ണയ്ക്ക് 70 രൂപ, പക്ഷേ ഇന്ത്യക്ക് $15 ഡിസ്കൗണ്ടിന് 55 രൂപയ്ക്കാണ് ഇന്ന് റഷ്യ എണ്ണ കൊടുക്കുന്നത്. സ്വോത്രം. അതുകൊണ്ടാണ് ഇന്ത്യയിൽ പെട്രോൾ വില ഇന്നത്തെ കണക്കനുസരിച്ച് ബിസിനസ്സുകാർ പറയുന്നത് 1 ലിറ്റർ പെട്രോളിന് 60, ഡീസലിന് 45 രൂപ കൊടുത്താലും ഇന്ത്യക്ക് ലാഭം. 55 രൂപയ്ക്കാണ് ഇന്ന് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ മേടിച്ചുകൊണ്ട് വരുന്നത്. ഒരു രാജ്യത്തിനും ഇന്ത്യ എതിർക്കാൻ കഴിയത്തില്ല. സൈനിക കപ്പലുകളും കാര്യമുണ്ട്, എത്ര വേണമെങ്കിലും. നെയ്യാറ്റിൻകര സോമൻ ചേട്ടൻ്റെ റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ ഊറ്റുന്നത് പോലെ ആരും പിടിക്കത്തില്ല. സ്വോത്രം. അത്ര തൻ്റെ ഇടമുള്ള രാജ്യം ഇന്ത്യ. അത് കണ്ടപ്പോൾ അന്ന് തന്നെ അമേരിക്കയ്ക്ക് ഇന്ത്യയോട് ചെറിയ വിഷയമുണ്ടായി. ഇനി അടുത്ത പറഞ്ഞുതരാം. അപ്പോൾ അവർ പറഞ്ഞു, ലോകം ഒരുവൻ്റെ കയ്യിൽ കൊടുത്താൽ നന്നായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് രാത്രി 2024 ഡിസംബർ മാസത്തിൽ കേരളത്തിൽ നിന്ന് ചില വനിതാ നേതാക്കൾ, മാർത്തോമാ സഭ, ചാണ്ടിയുമ്മൻ, പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ശിവഗിരി മഠത്തിലെ സ്വാമിമാർ, എല്ലാ ഫോട്ടോയും എൻ്റെ കയ്യിലുണ്ട്. അവരെല്ലാം കൂടെ വത്തിക്കാന് ചെന്നിട്ട് പറഞ്ഞു, ഒരേക ലോക മതം വന്നെങ്കിൽ നന്നായിരുന്നു. ഇന്ന് രാത്രി ഇവിടെ തൊട്ടടുത്ത അരുവിപ്പുറം. ഇനി ഒരുപക്ഷെ ഞാൻ ഇവിടെ വന്നില്ലെങ്കിൽ ചെമ്പഴന്തിയിലല്ല, അരുവിപ്പുറത്തല്ല, വർക്കല ശിവഗിരിയിലല്ല, ആലുവ ശിവഗിരി മഠത്തിൽ സർവമത പ്രാർത്ഥനാ കേന്ദ്രം വരാൻ പോകുന്നു. ദാറ്റ് മീൻസ് എക്യൂമെനിക്കൽ കമ്മ്യൂണൽ റിലീജിയൻ കം ഫ്രം ആലുവ ശിവഗിരി മഠ് വരാൻ പോകുന്ന കാര്യമാണ്. ഞാനിവിടെ വന്നില്ലല്ലോ. ഏകലോക മതം. അതിനാസ്പദമായി ഒരുവൻ ലോകം ഭരിക്കണമോ ഇസ്രയേലുമായിട്ടുള്ള വിഷയത്തിൽ പറഞ്ഞുതരാം. 2024 ജനുവരി മാസം 25-ാം തീയതി യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുന്നു സ്വിറ്റ്സർലൻഡിൽ. ആ സ്വിറ്റ്സർലൻഡിൽ മീറ്റിംഗ് നടക്കുമ്പോൾ എല്ലാവരും കേൾക്കണം. ഇന്നത്തെ UN പറയുന്ന കാര്യമുണ്ട്, ഒരു ഗവൺമെൻറ്, ഒരു പാസ്പോർട്ട്, ഒരു മുദ്ര ലോകം ഒരുവൻ്റെ കയ്യിൽ കൊടുക്കാം. അവർ പറഞ്ഞതാ അതിരുകളില്ലാത്ത ലോകം. ഇന്നത്തെ ചെറുപ്പക്കാർ നെയ്യാറ്റിൻകരയിലുള്ളവർ കേൾക്കണം. നിങ്ങൾ ആരെങ്കിലും വെളിനാട്ടിൽ പോയ ആരെങ്കിലും ഉണ്ട്, വിഷയമൊന്നും വേണ്ട. സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ് അവിടെ എവിടെയെങ്കിലും പോയി ആരെങ്കിലും ഉണ്ട് എന്ന് കരം ഉയർത്തിയാട്ട്. സന്തോഷമില്ലല്ലോ. വെളിനാട്ടിൽ പോയി അയ്യാച്ചാ കൈ ഉയർത്ത, വിഷയൊന്നും വേണ്ട. രാജഭാഷ പലരും വിചാരിക്കുന്ന വിഷു വേണമെന്ന്, വിഷയൊന്നും വേണ്ട. സ്വോത്രം. കൈ ഉയർത്തിയാട്ടെ. വെളിനാട്ടിൽ പാഷ കൈ ഉയർത്തിയാട്ടെ. സഹോദരിമാരും ഉയർത്തിയിട്ടില്ല, പ്രത്യേകിച്ച് എന്ന് പ്രാർത്ഥിക്കാം. സ്വോത്രം. സൗദി അറേബ്യ പോയ ചെറുപ്പക്കാരന് അവിടെ ഇരിക്കുന്ന സഹോദരന് ഖത്തറിൽ പോകാൻ പറ്റത്തില്ല, കുവൈറ്റിൽ പോകാൻ പറ്റത്തില്ല, വേറെ വിസ വേണം. അങ്ങനെയെങ്കിൽ ഇന്ന് 6 ഗൾഫ് രാജ്യങ്ങൾ ഒറ്റ വിസയിൽ ഒരേ സമയം 6 സ്ഥലത്ത് സഞ്ചരിക്കാൻ പദ്ധതി വെക്കുന്നെങ്കിൽ ഒറ്റ പാസ്പോർട്ട് കൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിക്കാനുള്ള പദ്ധതി ഉലകം കൊണ്ടുവരാൻ പോകുന്നു. അതിൻ്റെ പേര് ന്യൂ വേ വേൾഡ് ഓർഡർ. അത്തി തളിർക്കണം, കൊമ്പിളതാകണം, വേനൽ. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. ഇന്ന് രാത്രി നെയ്യാറ്റിൻകര നാം കൺവെൻഷൻ ഇരിക്കുമ്പോൾ ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം ആരുമായി ഏറ്റുമുട്ടുന്നു? 6 രാജ്യങ്ങളുമായി. 48 മെയ് 14 സ്വതന്ത്രമായ ഇസ്രയേൽ. ഇന്ന് പലസ്തീനിലെ ഹമാസ്, 2 സിറിയ, 3 ലെബനോൻ, 4 ഈജിപ്റ്റ്, 5-മത്തത് യമൻ, 6 ഇറാൻ, 7 ടർക്കി. എല്ലാവരെയും അത്തി തളിർത്തു കൊമ്പിളായി. അങ്ങനെയെങ്കിൽ ഇത് വരുന്നത് ഒരു അന്തിമ യുദ്ധത്തിലേക്കാവും. ഈ യുദ്ധം ഇവിടെ നടക്കുമ്പോൾ തന്നെ യുദ്ധത്തിൻ്റെ പരിസമാപ്തിയായി ഒരുവൻ എഴുന്നേറ്റ് വരും ഉലകത്തെ ഭരിക്കാൻ. അതിനവൻ ആദ്യം കൈ കൊടുക്കുന്നത് 1 ഇസ്രയേലിനോട്, 2 പലസ്തീൻ അതോറിറ്റിയോട്. അതാ ഈ യുദ്ധത്തിൻ്റെ പരിസമാപ്തി. വായിച്ചു തുടങ്ങുന്നു, ഒരുവൻ ഭരണത്തിൽ വരുമോ. ഇനി പടപടാ നിങ്ങൾ ചരിത്രവും ബൈബിളിലേക്ക്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ കർത്തൃദാസി വായിച്ച് സഹായിക്കണം. ബൈബിൾ കൂടെ ഇരിക്കണം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ച് സഹായിക്കണം.
അവിടെ നിൽക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും പാസ്റ്റർ എപ്പോൾ, അതുകൊണ്ട് ടൈം കൂടുതൽ മേടിച്ചത് പറയാം. അപ്പോൾ ആഫ്റ്റർ ദ തേർഡ് വേൾഡ് വാർ ആരാ 10 കൊമ്പ്? എല്ലാവരും ശ്രദ്ധിക്കണം. ഈ യൂറോപ്യൻ യൂണിയൻ ഇന്ന് പ്രബലമായി, അമേരിക്ക തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് യൂറോപ്പ് പ്രബലമായി. യൂറോപ്പിൽ 12 രാഷ്ട്രങ്ങൾ വോട്ടവകാശം, അതിൽ 30 പേര് അംഗങ്ങളുണ്ട്. വോട്ടവകാശം 12 പേർ. നല്ലതുപോലെ ബൈബിൾ മനസ്സിലാക്കണം. പെട്ടപ്പെട്ട വാക്യങ്ങളിലേക്ക് പോകും. എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ആരാ 12 രാജ്യങ്ങൾ? ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. ഇതിൽ 12 അജിബ്രദർ ഇവിടെ ലൈവ് കൊടുക്കുന്നുണ്ട്. ദാണ്ട് ഇതിൽ ഒരെണ്ണത്തിന് ദൈവം വെട്ടി. ബ്രിട്ടൻ ഇന്ന് യൂറോപ്പിനകത്തില്ല. ബ്രിട്ടൻ അവർ മാറി. ഇനി 11 രാഷ്ട്രങ്ങൾ മാത്രമേ ലോകത്തിലുള്ളൂ യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിൽ ഒരുവനൂടെ പോയി കഴിഞ്ഞാൽ ആന്റി ക്രൈസ്റ്റ് എഴുന്നേറ്റ് വരും. 10 കൊമ്പ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. 11-ൽ 1 പോയി ഒന്നുകൂടെ പോയാൽ എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരും. ആ എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയൻ സഭയെ ചേർക്കാൻ വരും. വിശുദ്ധ വചനത്തിനായി സ്തോത്രം. ഒരിടത്ത് തളിർക്കുമ്പോൾ ഒരുവൻ കസേരയിൽ കയറാൻ വരുന്നതിൻ്റെ ലക്ഷണങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആത്മനായകൻ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരും. 10 കൊമ്പ്. അടുത്തത് വായിക്കാം. 7 തല. 7 തലയുടെ പ്രത്യേകതയാ മനസ്സിലാക്കണം. 7 ഭൂഖണ്ഡങ്ങളെ പറ്റി ഒരു സൈഡിൽ കാണിക്കുന്നു. 7 ഭൂഖണ്ഡങ്ങൾ: ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. അതുപോലെ തന്നെ ഇറ്റലിയിലെ ടൈബർ നദീതീരം. അവിടെ 7 മലകളുണ്ട്. രണ്ടും ഈ 7നെ കാണിക്കുന്നു. ക്യാപിറ്റോളിൻ, പാലിറ്റേലിയൻ, അവൻഡേൻ, കൊറിയൻ, ബിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. നാളെ ജിയോയുടെ ഫൈബർ നെറ്റിൽ പോകുമ്പോൾ ഇത് ക്ലിയർ ആക്കി തരും. ജിയോയുടെ ഫൈബർ നെറ്റ് നാളെ പ്രസംഗിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് എന്ത് സംഭവിക്കുന്നു. 10 കൊമ്പ് 7 തലയും. വായിച്ചട്ടെ. കൊമ്പുകളിൽ വരുവാനിരിക്കുന്ന യൂറോപ്പിന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിൽ 10 രാജ്യങ്ങൾ അവന് പിന്തുണ കൊടുക്കും. ഇന്ന് അമേരിക്കയോട് നിൽക്കുന്നവരെല്ലാം യൂറോപ്പിനോട് ചേരും. സഖാവ് പിണറായി വിജയനോടൊപ്പം വീണ ജോർജും ശിവൻകുട്ടി ചേട്ടനും അത് കഴിഞ്ഞിട്ട് ബാലഗോപാലും ഇവരൊക്കെ നിൽക്കുന്നത് പോലെ 10 പേരെ കൂട്ടി ഒരു ഭരണം ഉലകത്തിൽ കൊണ്ടുവരും. അടുത്തത് വായിക്കാം. അനവധി പേരിതിനുണ്ട്. തുമ്പുകെട്ടകിടയൻ, നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിന്റെ മർമ്മ, ഇങ്ങനൊരുവൻ. വായിക്കാം. സമുദ്രം ലോക ജനതയുടെ നടുവിൽ നിന്നൊരു ഭരണാധികാരി കയറുന്നത് പത്മോസിൽ യോഹന്നാൻ കണ്ടു. ഒരിടത്ത് ഇസ്രായേൽ 7 രാഷ്ട്രങ്ങളുമായിട്ട് യുദ്ധം. ഇത് ലോകമഹായുദ്ധത്തിൽ ചെല്ലും. അത് കഴിഞ്ഞുള്ള കാര്യം പറഞ്ഞ. അതിന് മുമ്പ് ചില സംഭവങ്ങൾ ഇവിടെ. അടുത്ത വാക്ക് വായിക്കാം. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിയാണ്. ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ, ഒരിക്കൽ ഇന്ത്യ ഭരിച്ച ഭരണാധികാരി. അടുത്തത് കരടിക്കാല. ഇന്നത്തെ ഇറാൻ മേദ്യ പാർസി ചക്രവർത്തി ദാര്യാവേശും കോരശും ദാനിയേൽ കണ്ട ദർശനം. അടുത്തത് അതിന്റെ വായ്. ആ സിംഹമുഖത്തിന്റെ വായാണ് ഇറാഖ് തലയിറക്കുന്ന നായാട്ട് വീരന്മാർ IS. ഇന്ന് രാത്രി അത് പറഞ്ഞു തരാം. അങ്ങനെ അവരെ പിന്തുണ കൊടുക്കും. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അതിന് ഇന്ന് ഭൂമിയിൽ കാണുന്ന ഈ പിശാചിന്റെ ശക്തി മഹാസർപ്പം. വായിക്കാം. വലിയ ശക്തിയും സിംഹാസനവും അതിന്റെ പേര് ന്യൂ വേ വേൾഡ് ഓർഡർ. ലോകം ഒരുവനെ കാത്തു നിൽക്കുന്നു. ഏക ലോക ഭരണത്തിലേക്ക് ലോകം വരുന്നു. ന്യൂ വേ വേൾഡ് ഓർഡർ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇനിയുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്താ ഇതിന്റെ പ്രത്യേകത എന്നുള്ളത് ഇന്ന് രാത്രി പറഞ്ഞു തരാം. അതിനാസ്പദമായി ചിന്തയോടെ ഇരിക്കണം. ഈ 3ാം ലോക മഹായുദ്ധം ഇവിടെ കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമായി 2 പാർട്ടികളുമായിട്ട് ആന്റി ക്രൈസ്റ്റ് ഒപ്പുവെക്കും. അതാ ദൈവസഭ എടുക്കപ്പെട്ടാൽ വെളിപ്പാട് 6:1-2 3ാം ലോക മഹായുദ്ധം വ്യക്തമായി നാളെ പറഞ്ഞുതരാം. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിര. ലോകം തീരുന്നില്ല. സമാധാനത്തിന്റെ പുറമോടിയായി എതിർ ക്രിസ്തു വരും. അവൻ 2 പേരുമായിട്ട് കരം കൊടുക്കും. 1 യഹൂദനുമായിട്ട് കരം കൊടുക്കും. 2 പലസ്തീൻ അതോറിറ്റിയായിട്ട് കരം കൊടുക്കും. അതായിരിക്കും നാളെ പലസ്തീൻ അതോറിറ്റിയെ പറ്റി പ്രസംഗിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യഹൂദനുമായിട്ട് കരം കൊടുക്കാൻ ഒരു കാര്യമുണ്ട്. ഇന്ന് ലോകത്തിൽ ഒരു വലിയ വിഷയമുണ്ട്. യഹൂദന് ദേവാലയമില്ല. മനസ്സിലാകുന്നവർക്കായി ഇതിപ്പോ പണിയാൻ അനുവദിക്കത്തില്ല. ഇവിടം കൊടുത്ത് ബൈബിളിന്റെ ചിന്ത ഒരു 5-6 വാക്യം വായിക്കുമ്പോൾ ഇടവേള, പിന്നെ 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് അവസാനിപ്പിക്കും. ബാക്കി നാളെ. ഇന്ന് രാത്രി ഇസ്രായേലിന്റെ 1ാമത്തെ ദേവാലയം. ബൈബിൾ കൂടെ ഇരിക്കണം. സമാഗമന കൂടാരം. മരുഭൂമിയിൽ കതിരമരം കൊണ്ട് മോശയാൽ അതങ്ങ് പോയി. 2 ജ്ഞാനിയായ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തി. കൂറ് നോക്കാതെ പുരോഹിതന്മാർ നിലവിളിച്ചു, അവൻ നല്ലവനല്ലോ, അവന്റെ ദൈവം എന്നേക്കുമുള്ളത്
കൊണ്ട് ദൈവസാന്നിധ്യം ഇറങ്ങി. BC 606 നെബൂഖദ്നേസർ ആ ദേവാലയത്തെ തകർത്തു. വളരെ ശ്രദ്ധയോടെ ദേവാലയം പോയി. അതിനുശേഷം 3 കോരശ് എൻ്റെ ഇടയൻ, യെശയ്യാ പ്രവചനം 45, എസ്രാ, നഹമ്യാവ്, സെരബാബേൽ അവരാൽ ദേവാലയം പണിതു. പക്ഷേ ആ ദേവാലയം പോയില്ല. ഇനി ബൈബിൾ മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. ദാനിയേൽ തമ്മിൽ ഭേദിച്ച് നിൽക്കുന്ന 4 മഹാമൃഗങ്ങൾ, തല തങ്ക നെബൂഖദ്നേസർ, നെഞ്ചും കൈയും ദാര്യാവേശ്, അരഭാഗം ഗ്രീക്കിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ. റോമ സാമ്രാജ്യം പണി കൊടുക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഐതിഹ്യ കാലമാണ്. ആ ദൈവാലയത്തിൽ യേശു ഓശാന പെരുന്നാളിൽ വന്ന് 46 വർഷം കൊണ്ട് ഹെരോദാവ് പുതുക്കി പണിത ദേവാലയത്തിൽ വന്നു. നല്ല തൂക്കുവിളക്കുകൾ, രമ്യകർമ്മങ്ങൾ ഇതെല്ലാം അവിടെ വെച്ചിരിക്കുക. അപ്പോൾ അവിടുത്തെ ശിഷ്യന്മാർ ഈ ഓശാന കഴിഞ്ഞിറങ്ങി യേശുവിന് കാപ്പിയെ കൊടുത്തും പറഞ്ഞു, കുഞ്ഞെ ഈ ആലയത്തിൻ്റെ പണി. യേശു പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. ഇതാ ഇസ്രയേലുമായിട്ടുള്ള അന്തിമ യുദ്ധത്തിൻ്റെ അവസാന ഭാഗം. ശ്രദ്ധയോടെ ഇരിക്കണം. യേശു പറഞ്ഞു AD 68, ഇവിടം തൊട്ട് പ്രഭാഷണം കേട്ടോണം. AD 68 ടൈറ്റസ് എന്ന രാജാവ് ദേവാലയത്തെ തകർക്കാൻ വന്നു. എല്ലാവരും ശ്രദ്ധയോടെ. ദേവാലയത്തെ തകർക്കാൻ വന്നപ്പോൾ ഒരു കാര്യം ചെയ്തു. എന്താ? അവൻ ഇങ്ങനെ താഴെ പടയാളികളെ എല്ലാം നിർത്തി യെരൂശലേം ദേവാലയത്തിൻ്റെ അവിടെ. പെട്ടെന്ന് അന്നത്തെ കാലത്ത് ഒരു സന്ദേശം വന്ന അവൻ്റെ അപ്പൻ മരിച്ചുപോയി. അവൻ പടയാളികളോട് പറഞ്ഞു, ഇപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഈ ദേവാലയത്തെ ഒന്നും ചെയ്യരുത്, പിന്നെ നമുക്ക് ആക്രമിക്കാം. അന്ന് യേശു ക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം കേട്ടവർ, ഇന്ന് രത്നരാജ് പാസ്റ്റർ പറഞ്ഞതുപോലെ ഒലിവുമല പ്രഭാഷണം കേട്ടവർക്ക് പിടികിട്ടി ആലയം തകരും. അവരെവിടെ ഓടി? ഇസ്രയേലിൻ്റെ ഉയർന്ന ഒരു മലയുണ്ട്, പെല്ലാ മലയിൽ ഓടിപ്പോയെങ്കിൽ ഇന്ന് രാത്രി അതൊരു നിഴലെങ്കിൽ നെയ്യാറ്റിങ്കര തൊഴിക്കൽ ദൈവസഭയോട് ഞാൻ പറയുന്നു, 3ാം ലോകമഹായുദ്ധം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ നിത്യ വീട്ടിലെത്തിക്കുക. എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. അതാ നിഴൽ. ബാക്കിയൂടെ കേട്ടോണം. AD 70 ടൈറ്റസ് വന്നു ദൈവാലയം തകർത്തു. ആഫ്രിക്കയിൽ നിന്ന് ആനകളെ കൊണ്ടുവന്ന് ആരോ പറഞ്ഞു ഇതിനകത്ത് സ്വർണവും വെള്ളിയും ഉണ്ടെന്ന്. കല്ലുകൾ മുഴുവൻ പോയി. അതാ യേശു പറഞ്ഞ കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ. ഇന്ന് ഇസ്രയേലിന് 2 കാര്യമേ ഉള്ളൂ. ഒന്ന്, ഒരു വിലാപ മതിലുണ്ട്. അതിന് ഇംഗ്ലീഷിൽ അവർ പറയുന്ന വെസ്റ്റേൺ വാള്. കഴിഞ്ഞ ദിവസം ഇറാനെ ആക്രമിക്കാൻ പോയപ്പോൾ എല്ലാവരും കേൾക്കണേ, ഇസ്രയേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നമ്മുടെ TPMൽ അപ്പച്ചൻ കഴുത്തെ ഒരു മുണ്ട് ചുറ്റുന്നത് പോലെ വിലാപ മതിലിൽ ചെന്നിട്ട് ഇങ്ങനെ കരഞ്ഞു, ഞങ്ങൾ ആലയം നേടിയെടുക്കും. മനസ്സിലാകുന്നവർക്കായി സകല ചാനലിലും അത് കാണിച്ച് ആലയത്തിന് വേണ്ടി. 2ാമത്തെ കാര്യം, യേശു കയറിയ ഒരു വാതിലുണ്ട്. ബൈബിൾ കൂടെ ഇരിക്കണം, വായിക്കുന്നില്ല. ആ വാതിൽ അടഞ്ഞിരിക്കുക. എല്ലാവരും 1967 6 ദിന യുദ്ധം. അറബ് ഇസ്രായേൽ യെരൂശലേം പിടിച്ചെടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു സംഭവം നടന്നു. ജോർദാനിലെ ഹുസൈൻ രാജാവ് ഒരു പണി ചെയ്തു. ഈ വാതിലൊന്ന് തുറക്കാൻ പോയി. രാജാവ് വീണതല്ലാതെ വാതിൽ തുറന്നില്ല. ഇന്ന് യെരൂശലേം ദൈവാലയത്തിന്റെ കിഴക്കേ വാതിൽ അടഞ്ഞു കിടക്കുന്നു. ബൈബിളിനകത്തുണ്ട്, ദാസി വായിക്കത്തില്ല, ബൈബിൾ നിങ്ങൾ കൂടെ. അതുകൊണ്ട് എല്ലാ വാക്യവും ഞാൻ എടുക്കത്തില്ലെന്ന് പറയാം. യെസക്കേൽ 44:1-2 കേബാർ നദീതീരത്തിരുന്ന് യെസക്കേലിനെ സ്വർഗം കൊണ്ടുവന്നു. അവനെ കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ട് ഇസ്രയേൽ മുഴുവൻ കാണിച്ചിട്ട് പറഞ്ഞു, ദാണ്ട ഈ വാതിൽ അടച്ചിരിക്കണം. ഉടനെ യെസക്കേൽ മുട്ടുമടക്കി. സ്വർഗം പറഞ്ഞ കാര്യമുണ്ട്, യഹോവയായ കർത്താവ് ഇതിൽ കൂടി കടന്നത് കൊണ്ട് ഈ വാതിൽ ആരും തുറക്കരുത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രത്യാശ സങ്കീർത്തനം 24, നമ്മുടെ നാഥൻ മടങ്ങി വരും. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. കരം ഉയർത്തുന്നവർക്കായി പണ്ടേ ഉള്ള കതകുകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആര്? യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ യഹോവ കടന്നു വരും. അതുകൊണ്ട് ആ സങ്കീർത്തനം 24 ദാവീദ് പാടിയത്, ഈ വാതിൽ ആരും അടക്കരുത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരുന്നത്, 1 യഹൂദനുമായിട്ട് സമാധാന ഉടമ്പടി, 2 ജെറുസലേം അവൻ്റെ കയ്യിലേക്ക്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 15 കാര്യങ്ങൾ. ഈ ഭാഗം 1ാം ഭാഗത്തിലേക്ക് പോകുമ്പോൾ ഇടവേള ബാക്കിയതാണ്ട്. ശബത്തുകളുടെ ശബത്ത്, ഇസ്രയേലിൻ്റെ ശബത്ത് എന്നവർ പറയുന്നു. മുഴുവൻ പേരെ മടക്കി വരുത്തിക്കൊണ്ടിരിക്കുന്നു. അടയാളങ്ങളുടെ അവസാനം. 2ാമത്തെ കാര്യം ദാണ്ട് ഏറ്റവും നിർണായകമായി ശബത്തിനെ അവർ വിശുദ്ധീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ നിവർത്തിക്കുന്നു. 3ാമത്തെ കാര്യം ഏറ്റവും നിർണായകമാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അന്തിമ ദിനത്തിലേക്ക് യെരൂശലേം. അജി ബ്രദർ ഇതെല്ലാം ടെലികാസ്റ്റ് ചെയ്യും. അന്തിമ ദിനത്തിലേക്ക് യെരൂശലേം, യെരൂശലേമിൻ്റെ അവസാന നാളുകൾ. ഇനിയുള്ള ഭാഗം 15 കാര്യങ്ങൾ ഈ യുദ്ധത്തിൻ്റെ നിറവിൽ യഹൂദനോടുള്ള ബന്ധത്തിൽ ഇവിടെ നടക്കുന്നു. ശ്രദ്ധയോടെ ഇരിക്കണം. 15 കാര്യം. ആലയം പണിയാനുള്ള 15 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് രാത്രി ദാണ്ടേ അമേരിക്കയുടെ ട്രംപ്, വായാടി ട്രംപ്, ഇന്ന് ഇന്ത്യയായിട്ട് കലകം വെക്കുന്ന, നാളെ പറഞ്ഞുതരാം. ട്രംപ് ദാണ്ടേ ജെറുസലേമിനെ ഇസ്രയേലിൻ്റെ തലസ്ഥാനമാക്കി. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങളോട് പറഞ്ഞുതരാം.
1948 മെയ് 14 ഇസ്രയേൽ സ്വാതന്ത്ര്യമായപ്പോൾ അവരുടെ തലസ്ഥാനം ടെൽ അവീവ് ആയിരുന്നു. അത് മാറി ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിനെ തലസ്ഥാനമാക്കി 2017 ഓഗസ്റ്റിൽ. എന്തിനാ? പള്ളി പണിയാൻ. ഇന്ന് രാത്രി, ബാക്കി എല്ലാവരും കേൾക്കണം, ഒരു മതത്തെയും കുറ്റം പറയത്തില്ല, ലോകം വിട്ടുനിന്നു. ജെറുസലേമിൽ US എംബസി തുറന്നു. ട്രംപിന്റെ മകളുടെ പേരാ ഇവാങ്കലിൻ. അവളെ കെട്ടിയ ചെറുപ്പക്കാരനാ ജാറേദ് കുഷ്ണർ. അവന്റെ പാർട്ട്ണറാ ഇന്നത്തെ എലോൺ മസ്ക്. നിങ്ങളുടെ റിലയൻസ് ജിയോയും എയർടെലും കൊണ്ടുപോകാൻ പോകുന്ന അവനാ ലോകത്തില് ഏറ്റവും വലിയ വ്യവസായി എഴുന്നേൽക്കുന്നു. ഇതാണ്ട് ട്രംപിന്റെ മകൾ 2018 മെയ് 14 ഒരു മനുഷ്യന്റെ ആയുസ് 70. 48 മെയ് 14 ഇസ്രയേൽ സ്വാതന്ത്ര്യമായത്. 70 വർഷം കഴിഞ്ഞപ്പോൾ എംബസി തുറന്നു. 3 ഇന്ന് ഒരുത്തന് യഹൂദനോട് മിണ്ടാൻ പറ്റത്തില്ല. അവർ UN എഴുതി കൊടുത്ത ഇസ്രയേൽ ജൂതരാഷ്ട്രം. ആര് ഞങ്ങളോട് കളിക്കാൻ പറ്റത്തില്ല. 3 കാര്യങ്ങൾ, ഇനിയുള്ള കാര്യങ്ങൾ പുറകെ കേൾക്കണം ഇടവേളയിലേക്കും. 1, ട്രംപ് ജെറുസലേമിനെ തലസ്ഥാനമാക്കി. 2, മകൾ എംബസി തുറന്നു. 3, യുണൈറ്റഡ് നേഷൻസിൽ ജൂതരാഷ്ട്രം. 4, $60 ലക്ഷം $3 ബില്യൺ യഹൂദൻ ലോകത്തിലെ ധനവാന്മാരാ അവർ പിരിച്ചു കഴിഞ്ഞു. 5-ാമത്തെ കാര്യം, കെട്ടിടം ആലയം പണിയാൻ ഒരു കമ്പനിയെ ഏൽപ്പിച്ചു. ആ കമ്പനിയുടെ പേര് ടീം ആൻഡ് ബെയർ. 6, ഇത് കുടിക്കാൻ വേറൊരു കമ്പനി ഏൽപ്പിച്ചു, കാൽക്രോ. 7-ാമത്തെ കാര്യം, കാൽക്രോ ഏൽപ്പിച്ചു. 7-ാമത്തെ കാര്യം, 44 ദിവസം കൊണ്ട് പണിയാനുള്ള സകല സംവിധാനവും യഹൂദൻ ശരിയാക്കി കഴിഞ്ഞു, ആലയം. അത് കഴിഞ്ഞ് 8-ാമത്തെ കാര്യം, ഇവിടെ നെയ്യാറ്റിൻകര ബൈബിൾ കോളേജ് ഉള്ളതുപോലെ ഇന്ന് യെരുശലേം ദൈവാലയത്തിൽ അർപ്പിക്കാൻ ചുവന്ന പശുക്കുട്ടികളെ ഇസ്രയേൽ റെഡിയാക്കി. 9-ാമത്തെ കാര്യം, ഈ ബൈബിൾ കോളേജ് ഉള്ളതുപോലെ അനേക കുഞ്ഞുങ്ങളെ യഹൂദന്റെ തൽമൂദ് പഠിപ്പിക്കുന്നു. 10-ാമത്തെ കാര്യം മനസ്സിലാക്കണം, അമേരിക്കയിലെ ടെക്സാസിൽ നിന്ന് അനവധി ചുവന്ന പശുക്കളെ ഇസ്രയേലിലേക്ക് കൊണ്ടുവന്നു. 11, ഈ സകല യഹൂദന്മാരും ആലയം പണിഞ്ഞാൽ അവിടെ വരും. അങ്ങനെയെങ്കിൽ അന്ന് ട്രാഫിക് നിയന്ത്രിക്കുവാൻ ഇപ്പോൾ ചെറുപ്പക്കാരനായ ഒരു പുള്ളിയെ അവർ പോലീസിൽ പഠിപ്പിക്കുന്നു. അവൻ്റെ പേര് റോണി അൽ ഷക്കർ. അത് കഴിഞ്ഞ് 12-ാമത്തെ കാര്യം, ഇന്ന് രാത്രി മഹാപുരോഹിതന് യാഗപീഠത്തിനകത്ത് ചുവന്ന പശുവിന് ഭസ്മീകരണം നടക്കണമെങ്കിൽ ഒരു വസ്ത്രം ധരിക്കണം. അത് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ഒച്ചിനകത്ത് ഇടിച്ചു പിഴിഞ്ഞ് പുരോഹിതന്റെ വസ്ത്രം അവർ ശരിയാക്കി. ഇനിയുള്ളത് കേൾക്കണം. 13, ഏറ്റവും നിർണായകമായി ഇന്നൊരു ഫെസ്റ്റിവൽ നടക്കുന്നു, ഹനൂക്ക ഫെസ്റ്റിവൽ. ഹനൂക്ക ഫെസ്റ്റിവലിൻ്റെ പ്രത്യേകത, അവർ ഡിസംബർ മാസത്തിൽ ഡ്യൂപ്ലിക്കേറ്റായിട്ട് ചുവന്ന പശുവിനെ യാഗമർപ്പിക്കുന്നു. സകല യൂട്യൂബിനകത്ത് കിടക്കുന്നു, ചുവന്ന പശുവിനെ യഹൂദൻ യാഗമർപ്പിക്കുന്നു. ഇനിയുള്ള വാക്യങ്ങൾ വായിച്ചു തരും. 14-ാമത്തെ കാര്യം, ആലയത്തിനകത്ത് കാണിക്ക ഇടുവാൻ വേണ്ടി അവർ പണം റെഡിയാക്കി കഴിഞ്ഞു. വായിക്കുന്നു, ബൈബിൾ എടുക്കാം. ചിന്ത, പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 12, 13 വാക്യങ്ങൾ. കർത്തൃദാസ് വായിക്കുമ്പോൾ നിങ്ങൾ കേൾക്കണം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 12, 13 വാക്യങ്ങൾ. ആലയത്തിനകത്ത് കാണിക്ക വളരെ ക്ലിയർ ആയിരിക്കണം. വായിക്കുമ്പോൾ നിങ്ങൾ കേൾക്കണം. വായിച്ചാട്ട് സഹോദരി. ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരൊരു ഓരോരുത്തനും താന്താന്റെ ജീവന് വേണ്ടി ആലയത്തെ കാണിക്കണം. വീണ്ടെടുപ്പ് വില. അടുത്ത വാക്ക്, എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം അര ശേക്കൽ കൊടുക്കണം. അവിടെ ഒരു പോയിന്റ്, അവിടെ വീണ്ടെടുപ്പിന്റെ വില അവിടെ നിൽക്കട്ടെ. എല്ലാവരും കേൾക്കണം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യമായത്. അന്ന് ഒരു പൈസ ഉണ്ടായിരുന്നു, 2 പൈസ ഉണ്ടായിരുന്നു, 5 പൈസ ഉണ്ടായിരുന്നു, 10 പൈസ ഉണ്ടായിരുന്നു, 25 പൈസ ഉണ്ടായിരുന്നു, 50 ഉണ്ടായിരുന്നു. ഇതെല്ലാം അങ്ങ് മാറിപ്പോയി. ഇന്ന് 50 പോലും കാണാനില്ല, 1 രൂപ. അങ്ങനെയെങ്കിൽ 48 ഇസ്രയേൽ സ്വതന്ത്രമായത്. 1970 ആയപ്പോൾ ലോകത്തിലെ ധനവാന്മാർ അവരായി. അവർ നമ്മുടെ 10ന്റെ 5ന്റെ പൈസ പോലെ എടുത്തു കളഞ്ഞു, അര ശേഖരില്ല. പക്ഷേ കോവിഡ് വന്നപ്പോൾ ഇന്നത്തെ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ട്രഷറിയിൽ നിന്ന് നമ്മുടെ ആധാറിൽ തലയെണ്ണി പെൻഷൻ കൊടുക്കുന്നത് പോലെ എല്ലാ വീട്ടിലും അര ശേക്കൽ നാണയം കൊടുത്തു കഴിഞ്ഞു, ആലയത്തിൽ കാണിക്ക ഇടുവാൻ. അടുത്ത വാക്ക് വായിക്കണം, ഇത് ക്ലിയർ വായിച്ചാട്ടെ. വായിക്കാം. ശേക്കേൽ എന്നതോ 20 ഗേര, അര ശേക്കൽ. ആലയത്തിൽ വിശുദ്ധ മന്ദിരത്തിൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. നിങ്ങളുടെ ആരെങ്കിലും ഇസ്രായേലിൽ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. യഹൂദൻ 20 പൈസ ഉള്ളവർക്കെല്ലാം കൊടുത്തു. അടുത്ത വാക്ക് വായിക്കാം.
എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും കൊച്ചുങ്ങൾ ഇടണ്ട, 20 വയസ്സും അതിന് മീതെ ഉള്ളവരും യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം, ആലയത്തെ വഴിപാട് കൊടുക്കണം. അങ്ങനെ ആണെങ്കിൽ ധനവാൻ എലോൺ മസ്ക് കോടി ഇടരുത്, ദരിദ്രനായ കുഞ്ഞമ്മ ചേച്ചി ഇച്ചിരി ഇടരുത്. അതുകൊണ്ട് ദാ കിടക്കുന്നു ബൈബിൾ. അടുത്തത് വായിച്ചാട്ടെ. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായച്ചിത്തം കഴിപ്പാൻ വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ കൂടുതൽ പൈസ ഇടരുത്, ദരിദ്രൻ അതുകൊണ്ട് ആ തല എണ്ണി ഇസ്രയേലിനകത്ത് യഹൂദന്റെ 20 വയസ്സ് കഴിഞ്ഞവരുടെ ലിസ്റ്റ് പ്രകാരം ട്രഷറിന്ന് അടിച്ച പൈസ കൊണ്ടുവച്ചേക്കും ആലയത്തെ കാണിക്ക ഇടാൻ. 14-ാമത്തെ കാര്യം. 15 എല്ലാവരും കേൾക്കണം, അന്ത്യകാല സംഭവം. അതുകൊണ്ടാണ് സഭയെ ഞാൻ കൂടുതൽ മേടിക്കുന്നത്. കാനാവിലെ കല്യാണമല്ല, അതിന്റെ 15-ാമത്തെ സംഭവം പറഞ്ഞുതരാം. ഇന്ന് ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രയേലിനെതിരെ ആക്രമണം എന്നപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, സകല യഹൂദന്മാർക്കും മടങ്ങി വരാം. ബൈബിളിനകത്തുണ്ടോ? യഹൂദൻ മടങ്ങി വരും, മുഴുവൻ യഹൂദന്മാർ. ഈ യോസഫിന്റെ മക്കൾ മനസ്സേക്കാരായിരുന്നു. അരുണാചൽ പ്രദേശ്, മിസോറാം, മണിപ്പൂരി അവർക്കെതിരെ അടി വന്നപ്പോഴേ അമിത്ഷായോട് ഇസ്രായേൽ പറഞ്ഞ് ഞങ്ങളുടെ ആൾക്കാരെ വണ്ടി കയറ്റിയേക്കാം, മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. യഹൂദന്മാരെല്ലാം പോയി. ഇനി കേൾക്കണം, കൊച്ചി മട്ടാഞ്ചേരി ഈ അടുത്ത സമയത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയി. ചെല്ലാനം മട്ടാഞ്ചേരിക്കടുത്ത് കൺവെൻഷൻ, അവിടെ യോഗം കഴിഞ്ഞിട്ട് IPCയിലെ സെൻട്രൽ പാസ്റ്റർ വീട്ടിലെ ചാപ്പാട് എന്ന് ഞാൻ ചോദിച്ചു, ഇവിടെ യഹൂദന്മാരൊക്കെ എത്ര പേരുണ്ടെന്ന്. അന്നേരം പുള്ളി പറഞ്ഞു, ബാബുച്ചേട്ടൻ മാത്രമേ ഉള്ളെന്ന്. സ്വോത്രം. അപ്പം ഞാൻ ചോദിച്ചു, അവർ പോയ വീട് എന്തിയാ സാറ്? വീട് കിടപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഒന്ന് കിട്ടുമെന്ന്. ഉടനെ പുള്ളിക്കാരൻ ചോദിച്ചു, കാശുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, പ്രസംഗിച്ച കാശുണ്ടെന്ന്. സന്തോഷമില്ലല്ലോ സ്വോത്രം. മട്ടാഞ്ചേരിയിലെങ്ങാനും വീട് കിട്ടിയാൽ നല്ല ചൂണ്ടയിട്ട് മീനെങ്കിലും പച്ചമീൻ പൊരിച്ച് കഴിക്കാറുണ്ടല്ലോ സ്വോത്രം, ചെല്ലാനും കടലെടുത്ത്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, യവന്മാർ ഒറ്റ വീടും വിൽക്കിയല്ല പാസ്റ്ററെ, എല്ലാം പൂട്ടിയിട്ടിട്ട് ഓൺലൈൻ വഴി കരമടച്ച് കറണ്ട് ഉടയ്ക്കുമെന്ന്. മനസ്സിലാകുന്നവർക്കായി ഒറ്റ വീടവും വിൽക്കത്തില്ല യഹൂദൻ. ചാലക്കുടിയിലും കൊരട്ടിയിലും നമ്മുടെ മുഖ്യമന്ത്രി കരുണാകരൻജി മത്സരിച്ച മാള യഹൂദന്റെ കോട്ടയമായിലാക സകല യഹൂദന്മാർ. ഇനി കൊച്ചി മട്ടാഞ്ചേരി ബാബുച്ചേട്ടൻ, ഇനി മണിപ്പൂരിലെങ്ങാണ്ട് എന്താ പറയുക, സകല യഹൂദന്മാരും മടങ്ങി വരാൻ. അതിൻ്റെ പേരാ റോഷ് ഹോശന്ന. ഇസ്രയേലിൻ്റെ എല്ലാവരും കേൾക്കണം. എസെക്കിയേൽ 36:24 എടുത്തോണം. ഞാൻ പറയുമ്പോൾ വായിക്കണം. ഇസ്രയേലിൻ്റെ എയർപോർട്ടുണ്ട്, ഡേവിഡ് ബെൻഗൂറിയോൻ അന്താരാഷ്ട്ര വിമാനത്താവളം. പുറത്ത് നമ്മുടെ ഫ്രാൻസിസ് ചേട്ടൻ ഇന്ന് നല്ല ബൈബിൾ കട നടത്തുന്നത് പോലെ യഹൂദൻ മടങ്ങി വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ ഒരു ടെന്റ് അവിടെ ഒഴുകി. അതിൻ്റെ പേരാ റോഷ് ഹോശന്ന. അവസാനത്തെ യഹൂദന്റെ ഓശാനയ്ക്ക് വേണ്ടി അവർ ഒരുങ്ങി. അടുത്ത കാര്യം നാട്ടുകാർ ലൈവിൽ കേൾക്കട്ടെ. ദാവീദും ഗോലിയാത്തും ഏറ്റുമുട്ടിയ ഒരു താഴ്വരയുണ്ട്. ആ താഴ്വരയുടെ പേരാ ഏലാ താഴ്വര. ഇന്ന് ഇസ്രായേൽ അതിന് ഓമന പേരിട്ട് വിളിക്കുന്ന എലാത്ത് വാലി. കേരളത്തിലെ ഗവൺമെന്റ് മുഖ്യമന്ത്രി ഇവിടെ ലൈഫ് മിഷന്റെ വീട് ശരിയാക്കുന്നത് പോലെ മടങ്ങി വരുന്ന യഹൂദന് വേണ്ടി വില്ല ഒരുങ്ങുന്നു. ഒക്ടോബർ 7 ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞൊരു കാര്യം, അപ്പൻ ആരോ ഞങ്ങൾക്ക് പ്രശ്നമില്ല, അമ്മ യഹൂദ സ്ത്രീ എന്നിൽ പാസ്പോർട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മടങ്ങി വരാം. ഇതാ അന്ത്യകാല പ്രവചനം. യുദ്ധത്തിന് വേണ്ടി വായിക്കുന്നു. എസെക്കിയേൽ പ്രവചനം 36:24. യഹൂദന്റെ ആലയത്തിന് വേണ്ടി എസെക്കിയേൽ 36:24. കർത്തൃദാസ് വായിച്ചാട്ടെ, നാട്ടുകാർ കേട്ടാട്ടെ. എസെക്കിയേൽ 36:24 വൈരുകുഞ്ഞേ. ഞാൻ കൊച്ചി മട്ടാഞ്ചേരിയിൽ നിന്ന് ആഫ്രിക്കയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്ന് നിങ്ങളെ ശേഖരിച്ച് കരമുയർത്തുന്നവർക്കായി ഇതാ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ സകല യഹൂദന്മാർക്ക് മടങ്ങി വരാം. ഇതിന്റെ പിൻപിൽ ഒരു കാര്യമുണ്ട്. വരുന്നു ലോകമഹായുദ്ധം 2 ജെറുസലേമിന്റെ ആല്. അതിനു മുമ്പ് ദൈവസഭ ഇവിടെ എടുക്കപ്പെടാൻ കാലമായി. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ട്രംപ് എല്ലാവരും കേൾക്കണം. ബാക്കി പല കാര്യങ്ങൾ നാളെ പറയാനുണ്ട്. എല്ലാവരും വിചാരിക്കും ഇതൊരു 3-ാം ലോകമഹായുദ്ധമാണ്. ഇവിടെ പാസ്റ്റർ കൺവെൻഷന്റെ തീം തന്നെ പറഞ്ഞു, ചിലർ താമസം വിനാ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തത്തെ നിവർത്തിക്കുവാൻ അല്പം താമസിക്കുന്നത്, ദീർഘക്ഷമ കാണിക്കുന്നത് ചിലരും കൂടെ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കണം. അതുകൊണ്ട് 3-ാം ലോകമഹായുദ്ധം നടക്കത്തില്ല. ഇവിടെ ഒരു സമാധാനം ഉണ്ടാവും. അതാ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. നാളെ പറയാം, ഇന്ത്യയും പാകിസ്ഥാന്റെയും ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയതുപോലെ ഞാൻ സമാധാനം ഉണ്ടാക്കി തരാം. ഇതിന്റെ പിൻപിൽ വരാൻ പോകുന്ന 3-ാം ലോകമഹായുദ്ധം. ഇപ്പൊ കാലൊടിഞ്ഞവന് നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രി TV ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ ഉടനെ തൽക്കാലം ഒരു പ്ലാസ്റ്റർ ഇട്ട് നിർത്തും. ഒരു 6 ദിവസം കഴിയട്ടെ, പിന്നെ നമുക്ക് MRI എടുക്കാം. അതുപോലെ ഒരു സമാധാനം ഇപ്പൊ ട്രംപ് കൊണ്ടുവരും. വായിക്കാം ഇരമ്യ പ്രവചനം 6:14. ട്രംപ് എന്തിനെഴുന്നേറ്റ് വരുന്നു? ഇരമ്യ പ്രവചനം 6:14. സമാധാനമില്ലാതിരിക്കെ, വായിക്കാം മക്കളെ, സമാധാനമില്ലാതിരിക്കെ. സമാധാനം എന്ന് ലോകം പറയും, ട്രംപും പറയും സമാധാനം. എന്റെ ജനത്തിന്
മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. ബാൻഡേഡ് പ്ലാസ്റ്റർ സർജറി ആയിട്ടില്ല, വരാൻ പോകുന്നു മൂന്നാം ലോകമകായിത്ത്. അങ്ങനെയെങ്കിൽ ഇത്രയും കാര്യം നടക്കുന്നെങ്കിൽ ഇവിടെ യഹൂദന് വേണ്ടി ഒരാലയം വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ രണ്ടാലയം ഭൂമിയിൽ കാണുമോ? ഒന്നാമത്തെ ഇടവേളയ്ക്ക് ബൈബിളിൽ ഒന്നാമത്തെ ആലയം പറഞ്ഞു തരാം, സമാഗമന കൂടാരം. അതിനോടനുബന്ധിച്ച് വിഗ്രഹാരാധന മനസ്സിലാകുന്നവർക്കായി ഇടയ്ക്ക് മോശയും അഹരോനും, മോശയ്ക്ക് വിസിറ്റ് വിസ കിട്ടി, മുകളിലേക്ക് പോയി. ദൈവസഭയെ ആരെ ഏൽപ്പിച്ചു? അഹരോനെ ഏൽപ്പിച്ചു. കേൾക്കുന്നവർക്കായി അഹരോൻ ഒരു കാളക്കുട്ടി ഉണ്ടാക്കി. ദുബായിൽ പോയ മോശ വന്നപ്പോൾ കാണുന്ന എല്ലാം കാളക്കുട്ടിയുടെ മുമ്പിൽ മുമ്പിടുന്നു. സന്തോഷമില്ലല്ലോ. இந்த நாட்களிலே தூத்தூரி மட்டுமா கும்பிடுவ மாதிரி ஆட்டுக்குட்டி காளக்குட்டி முன்னாடி கும்பிடுவது മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ. இப்போ தமிழ்நாட்டில் ஒரு സ്ഥലം இருக்குது தூத்தூர். இங்கே பள்ளி போவாத்தனும் தூத்தூரி போயிருக்குது. எதுக்கு போவதே தெரியக்கூடாது. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. இந்த ஊழியക്കാർ ഇവിടെ ഇരിക്കുന്ന സ്വോത്രം അവിടെ മാറി കുമ്പിടുന്നത്. അങ്ങനെയെങ്കിൽ വായിക്കാം, 3000 പേര് അവിടെ വീഴുക. പുറപ്പാട് പുസ്തകം 32:26 രണ്ട് സഭ ഇവിടെ കാണൂ. ഇതാ നമ്മുടെ പ്രസംഗം പുറകെ ബാക്കി. പുറപ്പാട് 32:26-28 ദാസി വായിച്ചാട്ടെ. മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ, വിഗ്രഹത്തെ കുമ്പിടാതെ. വായിച്ചട്ടെ. ലേവ്യരെല്ലാവരും അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട് നിങ്ങൾ ഓരോരുത്തരും താൻ താന്റെ വാൾ അരക്കി കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തുറക്കണം. അടുത്തത് ആ വിഗ്രഹത്തെ വണങ്ങുന്ന താന്തോന്റെ സഹോദരന്മാരെ, താന്താന്റെ സ്നേഹിതന്മാരെയും താന്താന്റെ കൂട്ടുകാരനെയും ആ വായിച്ചു. മോശ പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്ന വിഗ്രഹാരാധന. അന്ന് രാത്രി ഒരു സംഭവം ഉണ്ടായി. മോശ പറഞ്ഞതുപോലെ ചെയ്തു. ഏകദേശം 3000 പേർ വീണു. കരമുയർത്തുന്നവർക്കായി പഴയ നിയമത്തിൽ വിഗ്രഹാരാധനയ്ക്ക് 3000 എങ്കിൽ എടുക്കാം. ഒന്നാമത്തെ ഇടവേളയിലേക്ക് മത്തായി 16, 16, 17, 18 ഫിലിപ്പിയരുടെ കൈസരിൽ വെച്ച് യേശു അപ്പോസ്തലന്മാരെ വിളിച്ചു. മനുഷ്യപുത്രനെ നിങ്ങൾ ആരെന്ന് പറയുന്നു? ചിലർ പറഞ്ഞു മോശ, ചിലർ പറഞ്ഞു ഏലിയാവ്. എന്നാ പടകിന്ന് ചാടി ഒരുവനുണ്ടായിരുന്നു, അവന്റെ പേരാ പത്രോസച്ചായും. സന്തോഷമില്ലല്ലോ. സ്വോത്രം. പത്രോസച്ചായ ഒരു കാക്ക് ഭാര്യയും പറഞ്ഞു. സ്വോത്രം. ആള് തള്ളിക്കളഞ്ഞവനാണെങ്കിലും കോഴി പോകുമ്പോ കുറ്റം പറഞ്ഞവനാണെങ്കിലും അവൻ ചങ്കൂറ്റത്തോടെ നമ്മുടെ പരിശോധന പറഞ്ഞ പോലെ നിന്നെ പിന്നെ കണ്ടോളാന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നവനായിരുന്നു. സ്വോത്രം. പത്രോസ്. വായിക്കാവും. ഒന്ന് മത്തായി 16:16 അവന്റെ ഒരു വെളിപ്പാട് കിട്ടി. നമ്മുടെ നെയ്യാറ്റിക്കൽ 21 പോലെ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു. അപ്പോ സ്വർഗം പറഞ്ഞ എന്താണെന്നറിയോ? ബെറിയോന ശീമോനെ. വായിച്ചോട്ടെ സഹോദരി. യേശു അവനോട് അവന്റെ കുടുംബ പേരും വിളിച്ചു. ബെറിയോന ശീമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല നിനക്ക് സ്വർഗസ്ഥനായ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി. അടുത്ത വാക്ക്, നീ പത്രോസാകുന്നു. ഈ പാറ ക്രിസ്തുവാ. നീ പാറയ്ക്കകത്ത പീസ് ഓഫ് ദ റോക്ക്. അതാ ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണി. അടുത്ത വാക്ക്, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയിൽ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഞാൻ നിന്നോട് പറയുന്നു the key of the heaven is giving. നിനക്ക് വേണ്ടി സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. അടുത്തത്, ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും ഞാൻ സ്വർഗത്തിൽ കെട്ട്. നീ ഭൂമിയിൽ അടിക്കുന്നതൊക്കെയും മതി മക്കളെ. അപ്പൊ ഞാൻ എന്റെ സഭയെ ഈ പാറമേൽ പണിയും. പാതാള ഗോപുരങ്ങൾ. ബാക്കി ഒരു വാക്യം കൂടെ ഒക്കെ എടുക്കുമ്പോൾ ഇടവേള അപ്പോസ്തല പ്രവൃത്തി 2:40-41 ഞാൻ പറയുമ്പോൾ വായിക്കണം. 1 കൊരിന്ത്യർ 10, 1, 2, 3, 4 വീട്ടിൽ ചെല്ലണം. നമ്മുടെ പിതാക്കന്മാർ മേഘത്തിൻ കൂടിയും കടലിൽ കൂടിയും നടന്നു. ആ ആത്മീയ പാറയല്ലോ നമ്മെ നയിച്ചത്. ആ ആത്മീയ പാറയല്ലോ നമ്മെ വഴി നടത്തിയത്. ആ ആത്മീയ പാറയിൽ നിന്നല്ലോ നാം പാനം ചെയ്ത്. അങ്ങനെങ്കിൽ യഥാർത്ഥ പാറ അതാ ക്രിസ്തു എന്ന പാറ. അങ്ങനെയെങ്കിൽ ഇന്ന് യഹൂദനോടുള്ള ബന്ധത്തിൽ ഈ പടകിന്ന് ചാടിയവനാ പെന്തിക്കോസ് പെരുന്നാളിലെ പ്രസംഗം. അതാണ് എൻ്റെ സന്ദേശം. ഒന്നാമത്തെ സഭയിൽ 3000 പേർ പെട്ടുവീണപ്പോൾ പത്രോസിനെ പെന്തിക്കോസ് പെരുന്നാൾ ദൈവം എഴുന്നേൽപ്പിച്ചു. ശെഗിയോൻ മാളിക മുറിക്കകത്ത് യേശുവിൻ്റെ അമ്മ മറിയ, 107 വിശ്വാസ സമൂഹം, 12 അപ്പോസ്തലന്മാർ നിൽക്കുമ്പോൾ യോവേലിന്റെ പ്രവചന പ്രകാരം അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യുവാക്കൾ ദർശനങ്ങൾ, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ. മേലാകാശത്തിലും കീഴഭൂമിയിലും അത്ഭുതങ്ങളും അടയാളങ്ങളും. നാഥന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. അന്ന് ഒരു കൂട്ട് പ്രസംഗം കേട്ട് ഓടി വന്നു. വായിക്കാം. ആ സഭയുടെ പേരാ പുതിയ നിയമസഭ. അപ്പോസ്തല പ്രവൃത്തി 2:40-41 വായിച്ചാട്ട് സഹോദരി. ആ അനേക വാക്കുകളാലും
പ്രബോധിപ്പിച്ചു. അടുത്തത്, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിനെന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൊണ്ടവർ സ്നാനമേറ്റ്. അന്ന് എത്ര പേർ? കരമുയർത്തുന്നവർക്കായി പഴയ നിയമസഭയിൽ 3000 പേർ പട്ടുവീണപ്പോൾ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കയില്ല. നീ സ്വർഗത്തിൽ കെട്ടുന്നതൊക്കെ ഞാൻ ഭൂമിയിൽ കെട്ട്, സ്വർഗത്തിൽ അഴിക്കുന്നത് ഞാൻ ഭൂമിയിൽ അഴിക്കും. അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് മുങ്ങി സ്നാനമേറ്റ് അനുദപിച്ച് 3000 പേർ ദൈവസഭയോട് ചേർന്നെങ്കിൽ ആ സഭയെ ചേർക്കാൻ എന്റെ കാന്തൻ വരാറായി. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി സമയം ഭൂമിയിൽ കാണത്തില്ല. യഹൂദന് വേണ്ടി അവിടെ ഒരാലയം പണിഞ്ഞ് അവിടെ ആരാധന തുടങ്ങുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടാൻ പോകുന്നു. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പത്രോസിന്റെ വചനം കേട്ട് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ ദൈവസഭയെ ചേർക്കാൻ എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമെടുത്തു. ആരെ ചേർക്കാൻ? യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ ചേർക്കുക. യഹൂദന്റെ ആലയം അവിടെ ഉയരുന്നതിന് മുമ്പ് ഇന്ന് രാത്രി തൊഴുക്കലിനോട് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ അവൻ മടങ്ങി വരാറായി. 84ാമത് ജനറൽ കൺവെൻഷൻ. കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമാ. ഇസ്രായേലേ, ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാ നീ ഒരുങ്ങിക്കൊള്ളുക. ഞാൻ നിങ്ങളോട് പറഞ്ഞു, രണ്ടാലയം ഭൂമിയിൽ കാണത്തില്ല. 15 കാര്യങ്ങൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഇവിടെ നടന്നു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇനി ആന്റി ക്രൈസ്റ്റ് ആലയം പണിയും. ആരാ? ഉൽപ്പത്തി 49:17 ബൈബിൾ എടുത്തുകൊണ്ടാൽ മതി. ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവും. അഥവാ സിറിയയിൽ നിന്നാണ് എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരുന്നത്. ഈ എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരുമ്പോൾ മോഡി സാറോ കേരള മുഖ്യമന്ത്രിയുമല്ല, അവൻ ആലയം പണി. അതിനാസ്പദമായി ഈ ദിവസങ്ങളിൽ ഒരു സംഭവം നടന്നു. അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് സൗദി അറേബ്യയിൽ വന്നപ്പോൾ ഇന്നത്തെ സിറിയയിലെ ഭരണാധികാരിയെ വിളിച്ച് ചായ കൊടുത്തു. എന്നിട്ട് ഇസ്രയേലിനോട് പറഞ്ഞു, തെക്കൻ സിറിയയിൽ അടിക്കുന്നത് കൊള്ളാം, വടക്കൻ സിറിയയിലോട്ട് അടി വരരുത്. അങ്ങനെയെങ്കിൽ ഈ സിറിയക്കാരൻ ആലയം പണിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ചെയ്യും, ആലയത്തിനകത്ത് കമ്പ്യൂട്ടറിനെ കൊണ്ടുവരും. അതിൻ്റെ പേര് ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബം. ബൈബിൾ എടുക്കാം എല്ലാവരും. യഹൂദന്റെ നിലവിളി ഉയരാൻ കാലമായി. ദാനിയേൽ പ്രവചനം 12:11. എല്ലാവരും ബൈബിൾ എടുത്താട്ട് കൂടെ കർത്തൃദാസി വായിക്കും. ആലയത്തിനകത്ത് പണിയുവാൻ റോബോട്ട്. ദാനിയേൽ 12:11 വായിക്കാം. ഇന്ന് യഹൂദൻ ആലയമില്ല, നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ദൈവസഭ എടുക്കപ്പെട്ടാൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബം. ഇവിടെ 1 മിനിറ്റ് നിർത്തണം. നാളെ അത് വ്യക്തമായി ചിന്തിക്കും. ബൈബിളിനകത്ത് 10 യുഗം. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമക്ഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 കൃപായുഗം. നാളെ പറയും. കൃപായുഗം കഴിഞ്ഞാൽ 3.5 വർഷം എതിർ ക്രിസ്തുവിന്റെ ഭരണം, ഉപദ്രവ്. 3.5 വർഷം മഹോപദ്രവ്. അതുകൊണ്ട് കർത്തൃദാസി വായിച്ചത് 1290 ദിവസം. അഥവാ യഹൂദന്റെ ആലയത്തിനകത്ത് റോബോട്ടിനെ കൊണ്ടുവരും. ആദ്യം വെള്ളക്കുതിരയുടെ പുറമോടി റോബോട്ടിനെ കൊണ്ടുവരും. അടുത്ത വാക്ക് വായിക്കാം. മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം, കറക്റ്റ് 3.5 വർഷം ദൈവസഭ എടുക്കപ്പെട്ടാൽ യഹൂദന്റെ ആലയം. ദാണ്ടേ മ്ലേച്ഛബിംബം. ദാ കിടക്കുന്നു. മേരാനാം സോബിയ നമസ്തേ ഇന്ത്യ. പണ്ട് നമ്മൾ ഈ റോബോട്ടിനെ പറ്റി പറഞ്ഞാൽ ആൾക്കാർ പറയും, പാസ്റ്റർമാർ എന്തോ പറയുന്നത്, റോബോട്ട് വരുമോ, കാര്യം വരുമോ? എന്നാൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ ഇരുന്നപ്പോൾ സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. മനസ്സിലാകുന്നവർക്കായി മൃഗത്തിന്റെ പ്രതിമയെ വണങ്ങാത്തവരെ കൊല്ലിക്കേണ്ടതിന് ഇന്ന് രാത്രി തൊഴിക്കൽ ധാരണക്കുന്നു. ശാരിക്കാരിയായി സോഫിയ മുംബൈയിൽ വന്നു. രണ്ടാമത് അവളിപ്പം വളരെ നല്ല ലെവലായി. ഇപ്പൊ ഇതാ ഇവക്കുള്ള ചേച്ചിയാ നിങ്ങളുടെ മൊബൈൽ മേറ്റ. ഇതാ കിടക്കുന്നു. ചാറ്റ് GPT ഗ്രോക്ക് ഇതാ കിടക്കുന്നു. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം സോഫിയ റോബോട്ട്. സൗദി പൗരത്വം നേടി സോഫിയ ഇതാ കിടക്കുന്നു. പുള്ളിക്കാല സോമൻ ചേട്ട 20 കൊല്ലം സൗദിയിൽ നിന്നിട്ട് അറബി ഒരു അക്കാമയും കൊടുത്തില്ല, കിക്കാമയും കൊടുത്തില്ല. ഇതാ കിടക്കുന്നു. സോഫിയായിക്ക് ഇതാ കിടക്കുന്നു. സൗദിയിലെ പാസ്പോർട്ട്. നല്ല കാര്യം. ഇന്നാൾ നമ്മുടെ പാപ്പനംകോട്, അങ്ങനെ കേട്ട ആരും ഇല്ലല്ലോ, ചൊവ്വായിന്ന് വന്നതാ പാപ്പനംകോട്. സ്വോത്രം. പാപ്പനംകോട് സുന്ദരമായ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അവിടെ സോഫിയ വന്നു. മാതൃഭൂമിയുടെ ലേഖ്യ സോഫിയ പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം. ലോകം തീരാറായി. റോബോട്ടും കല്യാണം കഴിക്കാറായി. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ബൈബിളിൽ
പ്രവചനം നിവർത്തി. ഈ റോബോട്ടില്ല, കമ്പ്യൂട്ടറില്ല, ഇന്റർനെറ്റില്ല. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയും യോഹന്നാൻ എഴുതിയപ്പോൾ വെളിപ്പാട് 13:15 മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കുക, റോബോട്ട് സംസാരിക്കുക. ഇന്ന് രാത്രി 84ാമത്തെ വാർഷിക കൺവെൻഷനിൽ തൊഴുക്കനോട് പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീഴും, ഉപദേശി പട്ടുപോകും. എന്നാൽ ഞങ്ങളുടെ കരങ്ങളിൽ ഇരിക്കുന്ന ബൈബിളിലെ പ്രവചനങ്ങൾക്ക് മാറ്റമില്ല. ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാൻ, ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് ഉയർത്തുന്നവന്റെ തലമുറ എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. സ്വോത്രം. 1 റോബോട്ടിനെ കൊണ്ടുവെക്കുക, യഹൂദം വണങ്ങത്തില്ല. വായിക്കുന്നു അടുത്ത ഭാഗം, 2 തെസ്സലോനിക്കർ 2:4. റോബോട്ട് സഭയിൽ റോബോട്ട് സഭയിൽ ഇരുന്നുകൊണ്ട് ദൈവമെന്ന് നടിച്ച് ഞാനാ ദൈവം, എല്ലാരും വണങ്ങിയ മനസ്സിലാകുന്നവർക്കായി ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനു മീതെ ഉയർത്തുന്ന എതിരാളി. വായിച്ചോ, എതിരാളി അത്രേ. ഇവിടെ യേശു എതിർ ക്രിസ്തു. അതുകൊണ്ട് യേശുവിന് എതിർ ക്രിസ്തു യേശുവും തമ്മിലുള്ള കാലം പറഞ്ഞുതരാം. യേശു കാൽവരുടെ കൊലക്കളത്തിൽ ദൈവസന്നിധിയിൽ താഴ്ത്തി സകലതും നിവർത്തിയായി. അവൻ എവിടുന്ന് വന്നു? ഉയരത്തിൽ നിന്ന് വന്നു. താഴടക്കുന്നു എതിർ ക്രിസ്തു. താഴത്തിൽ നിന്ന് വരുന്ന മൃഗം തന്നെത്താൻ ഉയർത്തും വണങ്ങാൻ. യഹൂദന്റെ ജീവകാലത്തും അവൻ വിഗ്രഹത്തെ വണങ്ങത്തില്ല. പുറകോട്ട് കാര്യം പറഞ്ഞുതരാം. അപ്പൊ റോബോട്ട് പള്ളിയിൽ വരുമോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വിറ്റ്സർലൻഡ് ഒരു സംഭവം നടന്നു. ജർമ്മനി ഇവാഞ്ചലിക്കൽ ചർച്ച്. അവിടെ പ്രസംഗിക്കാൻ വന്ന പാസ്റ്റർ അല്ല, റോബോട്ട്. അരുമയാണ് ചെയ്തിയെ കൊടുത്ത് 40 മിനിറ്റ് ആയപ്പോൾ കറണ്ട് പോയി. റോബോട്ടിനെ എല്ലാവരുടെ മുറിയിലും ആക്കി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അങ്ങനെയെങ്കിൽ എവിടാന്നറിയാവോ? സ്വിറ്റ്സർലൻഡ്. അടുത്തത് കേൾക്കണോ? മൊബൈൽ അടിച്ചു നോക്കണം. ജർമ്മനിയിലെ ഫ്ലുവർത്ത് കത്തോലിക്ക സഭ രാവിലെ കുമ്പസാരത്തിന് ഭയങ്കര ജനം. പോലീസ് വന്നു. ആരാണ്ട് പറഞ്ഞ് ജീസസ് വന്ന് കുമ്പസാരിപ്പിക്കുന്നത്, യേശുക്രിസ്തു വന്ന് കുമ്പസാരിപ്പിക്കുന്നത്. പോലീസ് അകത്ത് പോയി. താടി വെച്ച റോബോട്ട്. പോലീസ് ചോദിച്ചു, ആർ യു ജീസസ്? അവൻ പറഞ്ഞു, ഐ ആം നോ ജീസസ്, ആൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന്. ആന്ന് സ്വോത്രം. അങ്ങനെയെങ്കിൽ അവൻ്റെ മൂത്ത ചേട്ടൻ യെരൂശലേം ദൈവാലയത്തിൽ വരുമെന്ന് മനസ്സിലാകുന്നവർക്കായി ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബം. യഹൂദൻ ഒരിക്കലും ബിംബത്തെ മണങ്ങോ? ഇവിടെ നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. അവൻ മണങ്ങത്തില്ല. ബൈബിളിനകത്തൊരു വാക്യം, പുറപ്പാട് 24, മേലാകാശത്തില് കീഴഭൂമിയില് ഭൂമിക്കടിയിൽ വെള്ളത്തില് യാതൊന്നിന്റെ വിഗ്രഹത്തെ വണങ്ങരുത്. കരമുയർത്തുന്നവർക്കായി മോശയുടെ ന്യായപ്രമാണം. അതുകൊണ്ടാണ് യഹൂദനും ഇസ്ലാമും ഒന്നും ഇതിന് വഴക്കത്തില്ല. ഇതല്ല ജാതി ആരാധന ബാക്കി സഭകളിൽ വന്ന്. 2, ഇവിടെ ഒരു ഭാഗം കൂടുണ്ട്. ഇവിടെ നെയ്യാറ്റിൻകരക്കാർ കേൾക്കണം. അതിനുവേണ്ടി 3 വാക്യം കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു തരാം. കേട്ടോണേ. ആന്റി ക്രൈസ്റ്റ് ആരാ? സിറിയ എന്ന് വരുന്നതാ. പണ്ട് സിറിയയിൽ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അവന്റെ പേര് അന്തിക്കോസ് എപ്പിഫാനോസ്. എല്ലാവരും ക്ലിയറായി കേൾക്കണം. അന്ത്യകാല സംഭവം. ഉലകത്തിൻ മുഴുവൻ കടസി കാല ചെയ്തികളും இந்த நாள்களில் நல் செய்தி கூட்டங்களோட 3வது இரவு உண்மையான விசேஷத்தை கிடைக்கிறது. கேட்டோண்டே இறங்காவும் சோத்திரம். சிறிய பண்டொரு சக்கரவர்த்தி ഉണ്ടായിരുന്നു, അന്തിക്കോസ് എപ്പിഫാനോസ്. അവ എങ്ക പോയി? അവ പോയത് ഈജിപ്തിനെ അടിക്കാൻ പോയി. അങ്ങ് മടക്കി വരുമ്പോൾ ഇസ്രായേലിൽ കൂടെ ഒരു ഉറ്റ് തണ്ണിയെ കൊടുക്കാതെ വെള്ളം കൊടുത്തില്ല. 2ാമത് ഈ അന്തിക്കോസ് എപ്പിഫാനോസ് ഇസ്രായേലിൽ പോയി ഒരു കാര്യം ചെയ്തു. അന്ന് യഹൂദന് വെറുക്കപ്പെട്ട ഒരു മൃഗമുണ്ട്, പന്നി. പന്നിയെ ഇസ്രായേലിന്റെ ആലയത്തിൽ അടിച്ചു. പന്നിയുടെ മാംസം യഹൂദന്റെ മുപ്പല്ലിയിൽ കുത്തി. അന്ന് യഹൂദൻ നിലവിളിച്ചെങ്കിൽ ഇന്നത്തെ ട്രംപ് കൈ കൊടുക്കുന്ന സിറിയയിൽ നിന്ന് 3ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു സിറിയാക്കാരൻ യഹൂദന്റെ ജീനുള്ളവൻ എഴുന്നേറ്റ് വന്നാൽ അവൻ ആദ്യം ആലയം പണിയും, പിന്നെ ചുവന്ന പശുവിനെ മാറ്റും, പന്നിയെ കൊണ്ടുവരും, റോബോട്ടിനെ വെക്ക്. യഹൂദന്റെ വായ്ക്കകത്ത് പന്നിയുടെ രക്തം ഒഴുകുവാൻ നോക്കോ. അതാ യേശു പറഞ്ഞു, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു. കരമുയർത്തുന്നവർക്കാൽ നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. യോഹന്നാൻ 14:30. മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ, അവന്റെ പേര് ആന്റി ക്രൈസ്റ്റ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി തൊഴുക്കലിനോട് ആലയത്തിനകത്ത് റോബോട്ടിനെ കൊണ്ടുവരും. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആലയത്തിനകത്ത് അവിടെ റോബോട്ട് വരുന്നതിന് മുമ്പ് നെയ്യാറ്റിൻകര ഒരു കാഴ്ച കാണ്. തേജസ്സിൽ യേശുവിന്റെ പൊന്മുഖ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി കേട്ടോ, യഹൂദന്റെ പടയാളികൾ ഒരു കാര്യം ചെയ്യും. എന്താ ഒരു കാര്യം ചെയ്യുന്നത്? എന്താണെന്നറിയാമോ? യഹൂദന്റെ നിലവിളി ഉയരുന്ന കാര്യം മത്തായി പറയും, വായിച്ചേര്. ഇസ്രായേലിനകത്ത് ഈ ചുവന്ന പശുവിന് പകരം പന്നിയെ കൊണ്ടുവരും. ആ പന്നിയെ സ്തോത്രം
ആലയത്തിനകത്ത് ഇറക്കും. യഹൂദൻ കൊള്ളത്തില്ല. അന്ന് IS-ന്റെ പടയാളികൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് ഓട്ടോയിൽ നിന്ന് രണ്ടവർ പോയി കളിക്കവളെ ചെക്ക് പോസ്റ്റ് SI വിൻസെന്റിനെ കൊന്ന നെയ്യാറ്റിൻകര തുപ്പാക്കിയെടുത്ത് കൊന്ന അതേ IS-ന്റെ പടയാളികൾ സിറിയയിലും മൊസൂളിലും തലയ്ക്കകത്ത് ഷോള് പുതപ്പിച്ച് കുഞ്ഞുങ്ങളുടെ തലയിറക്കുന്നത് പോലെ വണങ്ങാത്ത യഹൂദന്റെ രക്തം കുടിക്കാത്ത യഹൂദന്റെ തലയിറക്ക്. ആ രക്തസാക്ഷികളുടെ പേരാ പീഡ. പല രക്തസാക്ഷികൾ സഭയെടുക്കപ്പെട്ടാൽ ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ അവിടെ യഹൂദന്റെ രക്തം വീഴുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംഭവം നടക്കും. കാൽവരുടെ കൊലക്കളത്തിൽ ഏലി ഏലി ലമ്മ ശബത്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവെണ്ണയും തന്നു, എൻ്റെ മുഖരോമങ്ങളെല്ലാം പിച്ചു ചീന്തി നിവർത്തിയായിട്ട് ഒരു സൈന്യാധിപൻ കുന്തമെടുത്തു, യേശുവിന്റെ ചങ്കിനകത്ത് കുത്തി 6 ലിറ്റർ രക്തവും വെള്ളം ഒഴുകിയ അവന്റെ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി എന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. ഇന്ന് രാത്രി സത്യദൈവ സഭയെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഈ ദിവസത്തെ പറ്റി യേശു പറഞ്ഞു മത്തായി 24:15-16 എടുത്താട്ടമ്മേ. മത്തായി 24:15-16 ഇസ്രായേൽ നിലവിളി വരാറായി. മത്തായി 24:15-16 എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. ഇന്ന് ലോകത്തെ വെല്ലുവിളിക്കുന്ന യഹൂദൻ കരയാൻ പോകുന്നു. വായിക്കാം. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. അയ്യോ, ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും കഷ്ടം. യെരുശലേമേ, ഒരു കോഴി തന്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ നിന്റെ മക്കളെ മറച്ച് കാക്കാ കരമുയർത്തുന്നവർക്കാ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. പ്രവചനത്തിന്റെ നിവർത്തി. അതുകൊണ്ട് GPM-ന്റെ വാഴയ്ക്ക് ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. മത്തായി ആമോസ് 4:11-12 ദി പെന്തക്കോസ് മിഷന്റെ വാദയ്ക്ക് ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പെന്തക്കോസുകാരും എഴുതുന്നുണ്ട് പലരും. അതുകൊണ്ട് ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ കൊച്ചി മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്ക വരെ ചിതറിച്ചടാ യഹൂദ. അടുത്തത് നിന്നെ ചവിട്ടിയിട്ട് നിന്റെ കണ്ണുനീര് കൊണ്ട് എന്റെ കരുണ കൊണ്ട് നിന്നെ വലിച്ചു കൊണ്ടുവന്ന്. അടുത്ത വാക്ക് ഇന്നും അവന് യേശുവിനെ വേണ്ട, എങ്കിലേക്ക് തിരിഞ്ഞില്ല. അടുത്തത് ഇതാ കൺവെൻഷൻ നോട്ടീസ്. കരം ഉയർത്തണം. അല്ല നോട്ടീസ് വായിച്ചത് കാര്യമില്ല. ഇതാ പ്രസംഗം. അതുകൊണ്ട് ഇസ്രായേലേ ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ കരമുയർത്തുന്നവർക്ക് ഇന്നത്തെ വെല്ലുവിളിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു കൂട്ടർ കരയുന്ന ഒരു നിലവിളി വരാറായി. അതിനു മുമ്പ് കാന്തന്റെ കാകൾ ഇവിടെ മുഴങ്ങാറായി. എത്ര പേർക്ക് ഇന്ന് രാത്രി പ്രത്യാശയുണ്ട്? ഒരു കാര്യം പറഞ്ഞു നിർത്താം. ഇന്ന് രാത്രി മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. അവസാന മിനിറ്റുകളിലേക്ക് കടന്നു വരുന്നു. പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി ഒരു ഭാഗം കൂടെ പറഞ്ഞെങ്കിലേ പ്രസംഗം നാളെ നാളെ 2 കൊണ്ട് തീരത്തോളൂ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ചു. യേശു എൻ്റെ ഏക രക്ഷകൻ, യേശു എൻ്റെ ഏക കർത്താവ്, യേശു എൻ്റെ ഏക രക്ഷിതാവൻ രാജാതി രാജാവായി മടങ്ങി വരുന്നെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറയുമെങ്കിൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ കാന്തൻ വരാറായി. ഈ വരവി നമുക്ക് പോകണമെങ്കിൽ ഒരു വിമാനം വേണോ? ദുബായ് പോയി ഗൾഫിൽ പോയി കരം ഉയർത്തുന്നില്ല. തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ചെന്നപ്പോൾ നേരെ കൊണ്ട് ഒരു വിമാനം. ബോംബെക്ക് പോകണമെന്നുണ്ട് ട്രെയിൻ. കന്യാകുമാരി മാവട്ടത്തേക്ക് പോകാനുള്ള ബസ്. അപ്പൊ കർത്തൻ വരവിൽ പോകണമെങ്കിൽ 2 കാര്യം നടക്കുന്നു. അത് താൻ இந்த നാட்களிലെ പൂയൽ, അരുമയാണ് പൂയൽ അടിക്കുന്നത്. വായിക്കാം. അവൻ തന്റെ മാളികളുടെ തുലാങ്ങളെ. സങ്കീർത്തനം 104:3-4. സൗരി പറയുമ്പോൾ 2 രാജാക്കന്മാരോട് എടുത്തോണം. 2 മിനിറ്റ് വൈകിയാലും കുഴപ്പമില്ല. സ്വോത്രം. സമയം ഇത്രയും പേരെ കിട്ടിയത് കാര്യം കർത്താവ് അനുഗ്രഹിക്കട്ടെ. കാറ്റുമില്ലാത്തത് ഇത്രയും പേരെ കിട്ടാൻ പാടാ ഇന്നത്തെ കാലത്ത് ദൈവമായിട്ട് കൊണ്ടുവന്ന്. അതുകൊണ്ട് ഇച്ചിരി നീട്ടിപ്പിടിക്കാം. അതുകൊണ്ട് സങ്കീർത്തനം 104:3-4 വായിക്കാം. അവൻ തന്റെ മാളികകളിൽ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു. അടുത്തത് മേഘങ്ങളെ തന്റെ തേരാക്കി. അവൻ കാറ്റിൻ ചിറകിന്മേൽ
സഞ്ചരിക്കുന്നു. അതായത് നാൽക്കല്ലിലെ അരുമயான കാറ്റ്. മതി സൗരി, ഞാൻ പറയുമ്പോൾ സിസ്റ്റർ ഒരു വാക്ക് എടുത്താട്ട് ഞാൻ പറയുമ്പോൾ വായിക്കണം. 2 രാജാക്കന്മാർ ഇതുകൂടെ പറഞ്ഞിട്ട് നിർത്താം, ബാക്കി നാളെ. അതാ മേഘങ്ങളെ തേരാക്കി കാറ്റ്. എത്ര കാറ്റ് ഇന്ന് നാൽക്കല്ലെ, നല്ല കാറ്റ്. പണ്ട് അപ്പച്ചന്മാര് കുഞ്ഞുങ്ങൾക്ക് പേരിട്ട് റോഷമ്മ, മറിയാമ്മ, ചിന്നമ്മ, കുഞ്ഞമ്മ, ശോശാമ്മ. അത് ദാതിരി ഇന്ന് കാറ്റ്. റീത്ത, കത്രീന, വിൽമ, ഗാർബി, ഓർമ്മ, മാത്യു, ഫ്ലോറൻസ്, ലോറൻസ്, മക, ബുൾബുൾ, മേഘനു, സാഗർ, ബുരേബി, ടൗട്ട്, ബിബിൻ, ജോയ്. എന്താ അരുമയാണ് പൂയം. സ്വോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ പാറശാല കണ്ടില്ലേ, 79 കിലോമീറ്റർ കാറ്റ്. പ്രശാന്തി കല്ല് മേടിക്കാൻ നിന്നമാരെ തലയിലെല്ലാം മരവും വീണ്. സന്തോഷമില്ലല്ലോ സ്വോത്ര. മനസ്സിലാക്കുന്നവർക്കായി നിങ്ങൾ ചൊവ്വായിന്ന് വന്നതാ. പാറശാല പ്രശാന്തി കല്ല് മേടിക്കാൻ നിന്ന എല്ലാവരുടെയും സ്വോത്രം. എൻ്റെ കൂട്ടുകാരൻ ഒരു അധ്യാപകൻ ഈ പാറശാല ചെറുവാരക്കോണത്ത്. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞതാ, പാസ്റ്ററെ പോസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടില്ല, കാറ്റ് ഞാനും പോയേനെന്ന്. സ്വോത്രം. 79 കിലോമീറ്റർ കാറ്റാ ജൂൺ മാസത്തിൽ അടിച്ച. എല്ലാ പെന്തിക്കോസുകാരും കേൾക്കണം. ദാണ്ടേ കനത്ത മഴ, വേഗമേറിയ കാറ്റ്, വില്ലൻ. 5ാമത്തെ മേഘം ഇറങ്ങുന്നത് ക്യൂബിനോ നിംബസ്. സജു ചാത്തന്നൂർ പണ്ട് പറഞ്ഞപ്പോൾ ചാത്തന്നൂർ ചെറുത്ത കള്ളന്മാർ പറഞ്ഞു 5ാമത്തെ കാറ്റ് ഇവിടെ ഇറങ്ങാൻ പോകുന്നു. 5ാമത്തെ മേഘം. അജിത് ക്ലിയർ ആയിട്ട് കൊടുക്കണം. കൊച്ചിൻ യൂണിവേഴ്സിറ്റി കുസാറ്റ് ഇവിടെ പഠിക്കുന്ന +2 നോക്കിയാൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ മേധാവി KM അഭിലാഷ് പറഞ്ഞിരിക്കുന്ന 5ാമതൊരു മേഘം. ബൈബിൾ ഇന്ന് രാത്രി. എന്താ മേഘം, കാറ്റ്? സയൻസ് കേൾക്കണം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആപേക്ഷിക ദൂരം 15 കോടി കിലോമീറ്ററാ. സൂര്യൻ ഭൂമി കേട്ടോ. സൂര്യന്റെ പ്രകാശം 7 തട്ടിൽ കൂടെ വരും. നാളെ രാവിലെ കേൾക്കാം. സ്ട്രാറ്റോസ്ഫിയർ, സ്ട്രോപ്പോസ്ഫിയർ, അണോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. അത് കടലിൽ വരും. കടലിൽ വരുമ്പോൾ നീരാവി കട്ടപിടിക്കും. ആ നീരാവി കട്ടപിടിക്കുന്ന ആകാശത്തിൽ മേഘം. അന്നേരം മലയാള മനോരമ ന്യൂനമർദ്ദം, ന്യൂനമർദ്ദം. സന്തോഷമില്ലല്ലോ. കട്ട നമ്മൾ സരിതയും സ്വപ്നയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ന്യൂനമർദ്ദം വായിക്കാൻ നേരമില്ല. സ്വോത്രം. ഇതൊക്കെ കാണണം കുഞ്ഞമ്മമ്മയെ. ഇതിൻ്റെ പേരാ ന്യൂനമർദ്ദം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം, കന്യാകുമാരിയിൽ ന്യൂനമർദ്ദം. ബൈബിൾ സയൻസുമായി കേൾക്കുന്നത്. പ്രത്യേകിച്ച് കാശുകാരനത് പറയുന്നതാണ്. സ്വോത്രം. 1ാമത്തെ മേഘം കയറും. അതിൻ്റെ പേരാ നിംബസ്. ആ നിംബസ് കയറുമ്പോൾ ഇവിടെ മഴ എഴുതും കാർമേഘം. മഴ കാണത്തില്ല, കാർമേഘം. ആകാശം കറുത്ത് കിടക്കും. നേരല്ലേ അമ്മച്ചി പറയും 3 മണിക്ക് ശേഷം മിക്കവാറും പെയ്യാൻ സാധ്യതയുണ്ട്. കുഞ്ഞോളെ ബ്ലൗസ് എല്ലാം എടുത്ത് പറയിട്ടേക്കാം. സന്തോഷമില്ലല്ലോ സ്വോത്രം. അതിൻ്റെ പേരാ കാർമേഘ. സയൻസോട് 2ാമത്തെ മേഘ നിംബോ സ്റ്റാറ്റസ്. അതിൻ്റെ പേരാ ചെറിയ മേഘം. കാർമേഘത്തിൻ്റെ കൂടെ വരുന്ന ചെറിയ മേഘം. അന്നേരം ചാറ്റൽ മഴ ഉണ്ടാകും. അന്നേരം മനോരമ എഴുതും, വീട്ടിലെ ഷീറ്റ് ഒട്ടുപാലും ഒന്നും ഇട്ടേക്കരുത്. 3ാമത്തെ മേഘത്തിൻ്റെ പേരാ സീറസ്. സീറസ് മേഘത്തിൻ്റെ പ്രത്യേകം ഇടിയോടുകൂടിയ മഴ ഉണ്ടാകും. ഇനി അടുത്തത് ഇടിമിന്നലും ഉണ്ടാകുന്ന കണ്ടിട്ടുള്ള ആരുണ്ട്? കരമുയർത്താം. ഇടിമിന്നൽ. സന്തോഷമില്ലല്ലോ. ഇടിമിന്നൽ, തണ്ടർ ലൈറ്റിനെ. പണ്ട് നെയ്യാറ്റിൻകര ആരാണ്ട് പറഞ്ഞു, ദേവന്മാർ ആകാശത്ത് ഗത അടിക്കുന്നതാ ഇടിമിന്നലും എന്ന്. സ്വോത്രം. അതൊന്നുമല്ല, സയൻസ് കേട്ടോണം. സ്വോത്രം. ബാക്കിയൂടെ പറഞ്ഞുതരാം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്യണം. PSC പരീക്ഷയ്ക്ക് വരും. 2ാമത്തെ മേഘത്തിന്റെ പേരാ നിംബോ സ്റ്റാറ്റസ്. ആദ്യത്തെ ആട്ടോ നിംബസ്, സെക്കൻഡ് നിംബോ സ്റ്റാറ്റസ്. 3ാമത്തെ മേഘത്തിന്റെ പേരാ സീറസ്. യവന്മാർ 2 ശരിയല്ല. നമ്മുടെ തൊഴിക്കല് വഴുതൂര് അച്ചായൻ്റെ പേര് തോമാച്ചാൻ. 2 മക്കളുണ്ടായിരുന്നു, ജോമോനും ജോസും. 8 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. കല്ലിട്ടില്ല. ഒരു വരമ്പ് വാണിച്ചു വെച്ച്. അപ്പച്ചൻ മരിച്ച് 40 പാട്ട് കുർബാന കഴിഞ്ഞപ്പോൾ ഒരു വരമ്പിന് സ്വോത്രം. അതിരില്ലാതായി. ഉടനെ എന്താ, കുറേ ദിവസം കഴിഞ്ഞപ്പോൾ മറ്റേ മൺവെട്ടിയായിട്ട് ഇങ്ങോട്ട് കയറാൻ പറയും. അപ്പോൾ അടുത്ത പറഞ്ഞു, പപ്പ എനിക്കെന്താ മിണ്ടരുതെന്ന് പറഞ്ഞു. 2 മൺവെട്ടിയും കൂടെ. അപ്പോഴേ നാട്ടുകാർ പറഞ്ഞു, അപ്പ 8 ഏക്കർ ഉണ്ടാക്കിയിട്ട് എന്താ മക്കൾ ആ മൺവെട്ടിയിട്ട് വലിയ നടത്തുന്നത്. മനസ്സിലാകുന്നവർക്കായി ഈ 2 മേഘം, ഇടിമിന്നൽ ഇപ്പോൾ പറഞ്ഞുതരാം, കേട്ടോണം. ഈ 2 മേഘങ്ങളാ നിംബസും സീറസും. യവന്മാർ തമ്മിൽ ഇഷ്ടമല്ല. യവന്മാർ ആകാശത്തെ കൂട്ടിയിടിക്കും. വായുമണ്ഡലം പഴുക്കും. ആ പഴുക്കുന്നതിൻ്റെ മിന്നല ആദ്യം, പുറകെ ഇടി. അല്ല ദേവൻ ഗതയെടുത്ത് അടിക്കുന്നതല്ല മിന്നൽ പിടി. സ്വോത്രം. മനസ്സിലാക്കുന്നവർക്കായി സയൻസ് എഴുതിക്കോ. ആട്ടോ നിംബസും നിംബസ്, സ്ട്രാറ്റോ നിംബസും സീറസൂട് ഇടിക്കുന്നതാ ഇടിമിന്നലും. അപ്പം നമ്മുടെ ദൈവം, നെയ്യാറ്റിൻകരക്കാർ കേട്ടാലും ആരെ ഞാൻ കുറ്റം പറയുന്നില്ല. CSI വെടിനിർത്തൽ ഞാനാ കൊണ്ടുവന്ന്. നമ്മുടെ ദൈവം ആര്? 10,000 ഹല്ലേലൂയ പവറിനകത്ത് വായുമണ്ഡലത്തെ പഠിപ്പിച്ച് ആകാശത്ത് ഇടിമിന്നലും ഉണ്ടാക്കുന്നവനാ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം. ആ ദൈവത്തിന് പള്ളിയിൽ 500 രൂപയുടെ ഖജനാവടി വേണോ? സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതുകൊണ്ട് മേലാ പള്ളി കൊണ്ടുപോയി പടക്കം പൊട്ടിക്കരുത്. മനസ്സിലാകുന്നവർക്കായി. അതുപോലെ ദൈവവേലയ്ക്കും കൊടുത്തു പോകണം. സ്വോത്രം. പിന്നെ ഏതിലാ കർത്താവ് പ്രസാദിക്കുന്നത്? കരമടിച്ച് ആരാധിക്കുന്നവന്റെ കരമടിയിൽ പ്രസാദിക്കുന്നത്. 10 കമ്പിയുള്ള വാദിത്രം. 5ാമത്തെ മേഘവും കൂടെ പറയാം. 2 രാജാക്കന്മാർ എടുക്കണം, ഇപ്പം നിർത്തി തരാം. 4ാമത്തെ മേഘം 1 നിംബസ്, 2 നിംബോ സ്റ്റാറ്റസ്, 3 സീറസ്, 4ാമത്തെ പ്ലാന്റോസ്. നെടുമങ്ങാടുകൂടെ പോകരുത്, അമ്പൂരി കൂടെ പോകരുത്. രാത്രി യാത്ര ഒഴിവാകണം. സന്തോഷമില്ലല്ലോ. പത്രം വായിക്കത്തില്ല. ഇത് കാണുമ്പോഴാണ് 4 അലർട്ട് വരുന്നത്. നെയ്യാറ്റിൻകര ഫ്രൂട്ട് മാർക്കറ്റിൽ മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച്, റെഡ്. സന്തോഷമില്ലല്ലോ. സ്വോത്രം.
എവിടുന്ന്? നിങ്ങൾ ലണ്ടനിൽ നിന്ന് വന്ന ഒരു സ്വോത്രം. ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരിരിക്കുന്ന രാജഭാഷ ഇരിക്കുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ടല്ലേ ഇത് കേൾക്കുന്നത്. ഇന്ന് യെല്ലോ, നാളെ മാംഗോ, ഇന്ന് പൈനാപ്പിൾ, നാളെ റെഡ് അലർട്ട്. സ്വോത്രം. ഇതെല്ലാം ISROക്കാർ ഇങ്ങനെ എഴുതി വിടുന്നല്ലോ. 4ാമത്തെ മേഘം കാണും, പ്ലാന്റോസ്. അതേ അറിയാവൂ. 5ാമതൊരു മേഘം, ക്യൂമിലോ നിംബസ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പ്രസംഗിച്ചത് സയൻസ്. ഇതിന്റെ പേര് ഓക്സിജൻ ചേംബർ. ഇത് ഇറങ്ങി വരുന്നത് കൊണ്ട് പാറശാലയും കേരളത്തിലും ഭയങ്കര കാറ്റടിച്ചത് 79 കിലോമീറ്റർ. അങ്ങനെയെങ്കിൽ ഈ കാറ്റടിക്കുന്നതിന്റെ പ്രത്യേകത എന്താ? മനുഷ്യൻ മരണം കാണാതെ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. മേഘങ്ങളെ തേരാക്കിയവൻ കാറ്റിൻ ചിറകിൽ, ഓക്സിജൻ ചേംബർ. പറഞ്ഞുതരാം. പണ്ട് 2 പേര്, കാറ്റിന്റെ കാര്യം കൂടെ പറയാം. പണ്ട് യോനാച്ചാൻ, നിങ്ങൾക്കറിയത്തില്ലേ യോന എവിടെ പോയി? ബൈബിൾ കോളേജ് ബിരുദം കഴിച്ചിട്ട് സ്വർഗം പറഞ്ഞ് നിന്നവേ പാന. വിഴിഞ്ഞത്ത് ചെന്നപ്പം തർശീസിന്റെ കപ്പൽ വന്ന്. സന്തോഷമില്ലല്ലോ സ്വോത്രം. അവൻ എന്താ ഇത് ഉടുപ്പൊക്കെ ഊരി. ഇപ്പോൾ ഇവാഞ്ചലിസ്റ്റ് മാറി അവൻ ടൂറിസ്റ്റായി, മനസ്സിലാകുന്നവർക്കായി. വിഴിഞ്ഞത്തുനിന്ന് 2 ബോട്ടിൽ വിസ്കിയൊക്കെ മേടിച്ച് അവൻ കയറി. ഈ കുണം പിടിക്കാത്തവ ഏത് കപ്പൽ കയറിയാലും കുലുങ്ങും. സന്തോഷമില്ലല്ലോ. ചാരോണി കയറിയാലും കുലുങ്ങും, IPC കയറിയാലും കുലുങ്ങും, സത്യദൈവ സഭയിൽ കയറിയാലും കുലുങ്ങും, മനസ്സിലാകുന്നവർക്കായി. എന്തായാലും എന്ത് ചെയ്തു? ചീട്ട് യോനയുടെ തലയിൽ വീണു. എന്തായാലും പൂവാർ ഉൾക്കടലിൽ ചെന്നപ്പോൾ യോനായെ തട്ടി താഴെ ഇട്ട് കപ്പലുകാർ, മനസ്സിലാകുന്നവർക്കായി. വിഴിഞ്ഞത്തുനിന്ന് ഇത് പറഞ്ഞെങ്കിലേ മനസ്സിലാവും. യോനായെ വിഴുങ്ങാൻ ഒരു മത്സ്യത്തെ ദൈവം ക്രമീകരിച്ചു. അച്ചായ, എത്ര ദിവസം യോന മത്സ്യത്തിന്റെ വയറ്റിൽ കടന്നു? 24, 48, 72. അപ്പൊ ആദ്യത്തെ വെന്റിലേറ്റർ ഉണ്ടാക്കിയത് ആരാ? കിംസും നിംസും അല്ല. ഒരു ഉപദേശിയുടെ മാനസാന്തരത്തിന് വേണ്ടി, മനുഷ്യന്റെ ഹല്ലേലൂയ മടങ്ങിന് വേണ്ടി മത്സ്യത്തിനകത്ത് 72 മണിക്കൂർ യോനായെ പാർപ്പിക്കാൻ ഒരു വെന്റിലേറ്റർ ഉണ്ടാക്കിയെങ്കിൽ ഇതാ വരുന്നു സ്വർഗത്തിന്റെ വെന്റിലേറ്റർ. മനുഷ്യൻ മരണം കാണാതെ എടുക്കപ്പെടാൻ കാലമായി. ക്ലിയറായോ? പ്രിന്റ് വേണേ കൊണ്ടു പഠിക്കുന്ന പിള്ളേർ, സയൻസ് ടീച്ചർമാരോട് പേര് പറ. വഴുതൂര്, പെരുമ്പഴുതൂര്, അരുവിപ്പുറത്ത് എല്ലായിടത്തും ടീച്ചർമാർ ഇത് കണ്ടുകൊണ്ടിരിക്കുക. സകലരും നെയ്യാറ്റിങ്കര ഉള്ളവരില്ല. അങ്ങനെയെങ്കിൽ 5ാമതൊരു മേഘം. ആ മേഘമാ ഇറങ്ങുന്നത്. അതുകൊണ്ടായി കാറ്റ്. പിണറായി വിജയന് ഇവിടെ ആൻസലൻ സഖാബിനെ ഒന്നും കുറ്റം പറയരുത്. മരവും പോവും, ഫ്ലക്സും പോവും, സന്തോഷമില്ലല്ലോ. നെയ്യാറ്റിങ്കര TV ജംഗ്ഷനിൽ നിന്ന് സകല മരവും മുറിച്ച് പാസ്, സന്തോഷമില്ലല്ലോ. സ്വോത്രം. കയ്യാലെ വീഴുന്നു. എവിടെ TV ജംഗ്ഷൻ കണ്ടിട്ട് വേണ്ട സ്വോത്രം. TV ജംഗ്ഷനിൽ നിന്ന് സകല മരവും മുറിച്ച് നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റി. കാറ്റ് വരാൻ സാധ്യതയുണ്ട്. മനുഷ്യന്റെ മേളിൽ മരം വരാൻ സാധ്യതയുണ്ട്. പണ്ട് പറഞ്ഞു മരം മുറിച്ചാൽ മഴ പെയ്യത്തില്ലെന്ന്. ഇപ്പൊ കാശ് കൊടുത്ത് മുറിച്ചോണ്ടിരിക്കുക. സ്വോത്രം. 5ാമതൊരു മേഘം വരുക. ബൈബിളിനകത്തുണ്ടോ? മനുഷ്യൻ കാറ്റിനകത്തെടുപ്പെടും. ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. 2 രാജാക്കന്മാർ 2ാം അധ്യായം അതിന്റെ 11ാമത്തെ അധ്യായം വായിച്ചേട്ടമ്മേ. സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഏലിയാവും ഏലീശായും യോർദാൻ അക്കരയോട്ട് പോവുക. ഏലീശയ്ക്ക് അറിയാം ഇന്ന് മിക്കവാറും അച്ചായനെ കൊണ്ടുപോകുന്നു. സ്വോത്രം. അടുത്ത് അഗ്നിരഥവും അഗ്നിരഥം, അഗ്നിയശ്വം. സ്വർഗത്തിൽ നിന്ന് മേഘ, അഗ്നിയശ്വം, കാറ്റും രഥവും വരും. അടുത്തത് അവരെ തമ്മിൽ വേർതിരിച്ചു. 2 പേരെ വേർതിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. കരമുയർത്തുന്നവർക്കായി അവൻ ചുഴലിക്കാറ്റിൽ പോയെങ്കിൽ യോർദാന്റെ അക്കരെ ചെന്നപ്പോ പ്രസംഗാവസാനം യോർദാന്റെ അക്കരെ ചെന്ന് അവിടെ ഒരു ഭാഗമുണ്ട്. ഏലിയാവിനെ ഇന്ന് കൊണ്ടുപോകുന്ന ഏലീശയ്ക്ക് അറിയാം. ഉടനെ സ്വർഗം ചോദിച്ച്, പിന്നെ അച്ചായനെ ഇന്ന് കൊണ്ടുപോവാ, സെൻട്രൽ പാസ്റ്റർ കൊണ്ടുപോവാ, എന്തോ വേണം? ഞാൻ പറഞ്ഞതിനെ അച്ചായൻ്റെ അക്കൗണ്ട് നമ്പർ ഇനി തന്നേക്കണം. സന്തോഷമില്ലല്ലോ സ്വോത്രം. ആ ഇനോവ വണ്ടി 40 സഭയും ബൈബിൾ കോളേജിൽ തരാം. പക്ഷേ ഏലീശ അരുமையான ஊழியக்காரர். இந்த நாட்களில் அருமையான ஊழியக்காரர் இங்கே வந்திருக்குது. ஏலிசா என்ன பேசியிருக்குது? ஐயா வந்து 1000 கான்ஃபரன்ஸுக்கு மீட்டிங்கு பிரசங்கிச்சிருக்குது. எனக்கு ஒரு 2000 கான்ஃபரன்ஸுக்கு பிரசங்கிக்கணும். சந்தோஷமே முடியாது. சோத்திரம். ஐயா வந்து 2000 பேரை ஞானஸ்நானம் கொடுத்தோடு எனக்கு ஒரு 4000 பேரை ஞானஸ்நானம் கொடுக்கணும். ஏலிசா மட்டுமா பின்ன எந்த சொல்லியறியும்? ஐயா வந்து 100 வேலை கொடுத்திருக்குது. ஒரு 100 വേലയും കൂടെ സ്റ്റാർട്ട് പണ്ണാനുള്ള കൃപ, ഇരട്ടി അഭിഷേകം. സന്തോഷമില്ലല്ലോ. ഞങ്ങളെപ്പോലുള്ള ഭാഷമാരുന്ന FCR അക്കൗണ്ട് സഭയം പിടിക്കാതിരിക്കുക. അവന്റെ ഇരട്ടി പങ്ക്. ഏലിയാവ് എങ്ങനാ പോയ? ചുഴലിക്കാറ്റിൽ എടുക്കപ്പെട്ടെങ്കിൽ ഈ മേഘവും കാറ്റും അടിക്കുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ. ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂത് പറയാം. കേട്ടോണ്ടേ ഇവിടുന്ന് ഇറങ്ങാവൂ. എന്താ? ആഹാബിനോട് ആരാ പറഞ്ഞ്? ഏലിയാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, പയ്യനെ വിടാൻ. പയ്യൻ തന്നെ നോക്കി, ചെറിയ മേഘം. ഏലിയാവ് ചെന്ന് നോക്കി, മേഘം വരുന്നു, കാറ്റ് വരുന്നു. ആഹാബ് രഥവും പൂട്ടിപ്പോയി. ഏലിയാവിനെ ആ രഥത്തിൽ കയറ്റിയോ? സ്വർഗം പറഞ്ഞു, ലോകത്തിന്റെ രഥം നിനക്ക് വേണ്ട. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ആഹാബിന്റെ രഥം നിനക്ക് വേണ്ട. നീ അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ, കൃപയോടെ ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ, നിന്നെ എതിരേൽക്കാൻ ലോകത്തിന്റെ രഥങ്ങളല്ല, സ്വർഗത്തിന്റെ രഥങ്ങൾ ഇറങ്ങി വരാൻ കാലമായി. മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. ഈ തലമുറയിൽ എൻ്റെ കാന്തൻ വരാറായി. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി നിർത്താൻ പോകുന്നു. ബാക്കി നാളെ. ഇന്ന് രാത്രി കാൽവറിയിലേക്ക് ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങൾ ആരാധിക്കുവാൻ. സ്വോത്രം. കാൽവറിയിൽ എത്ര
രണ്ട് കള്ളന്മാരുടെ നടുവിൽ എൻ്റെ നാഥൻ പരമയാഗമായി. ഇവിടെ വഴിനീള രാജഭാഷ ബോക്സ് വെച്ചുകൊണ്ടായി കാര്യം എന്ന് ദൈവാത്മാവി പറയുന്നത്. 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. അവനിൽ യാതൊരു കുറ്റവുമില്ല. ഒരു കള്ളൻ യഹൂദന്മാരുടെ രാജാവെന്ന് നോക്കിയപ്പോൾ യേശുവിൻ്റെ മുഖത്ത് നോക്കി. ഉടനെ പറഞ്ഞു, അവൻ രാജാവല്ലയോ, നീ ഇറങ്ങ്, ഞങ്ങളെ ഇറക്കാൻ, മനസ്സിലാകുന്നവർക്കായി. അപ്പം മറ്റേ കള്ളൻ അവനെ നോക്കിയിട്ട് പറഞ്ഞു, നീ മിണ്ടരുത്. 5 കോടതി 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ച് അവനിൽ യാതൊരു കുറ്റവുമില്ല. നമ്മൾ നെയ്യാറ്റിൻകരയും പ്ലാത്താങ്കരയും മര്യാപുരവും കൊടങ്ങാവിളെ ഉള്ള ബാങ്കും കുത്തി തുറന്ന് ഉള്ള വെളിച്ചെണ്ണ കടയിൽ നിന്ന് കുത്തി തുറന്നുകൊണ്ട് പോയവന്മാരാ. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അപ്പം കള്ളനിഷ്ടം വെളിച്ചെണ്ണ, സന്തോഷമില്ല, സ്വോത്രം. കഴിഞ്ഞ ദിവസം 300 ലിറ്ററാണ് കടയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന സ്വോത്രം. കടക്കാരിപ്പോൾ ബൈക്കിനകത്ത് വെളിച്ചെണ്ണ വീട്ടിൽ കൊണ്ടുവരും, രാവിലെ കൊണ്ടുവരുമോ പക്ഷേ സ്വോത്രം. അപ്പം അവന് സ്വർണ്ണവും വേണ്ട, പെട്രോളും വേണ്ട, വെളിച്ചെണ്ണ മതി സ്വോത്രം. ലിറ്റർ 500 സ്വോത്രം. അങ്ങനെയെങ്കിൽ സകലത കുത്തി തുറന്നതാ. അപ്പോൾ പറഞ്ഞു, നീ മിണ്ടരുത്, അവനൊരു കുറ്റവും ചെയ്തിട്ടില്ല. അവൻ യേശുവിൻ്റെ മുഖത്ത് നോക്കി. ഇന്ന് രാത്രി ആ മുഖത്ത് നോക്കുന്നവർ പ്രകാശിതരാകും. കരമുയർത്തുന്നവർക്കായി ഇതാ ഞങ്ങളുടെ സുവിശേഷ പ്രസംഗം. അവന് പിടികിട്ടി, ഇവൻ ഇവിടെ തീർന്നാലും രാജാക്കന്മാരുടെ രാജാവായി വരും. കള്ളൻ ചോദിച്ചത് അമേരിക്കയിലെ വിസയല്ല, നെയ്യാറ്റിൻകര ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ല. കള്ളൻ പറഞ്ഞു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഈ പാപിയായ എന്നെയും ഓർക്കണമേ. ഇതാ സുവിശേഷ പ്രസംഗം. ഇന്ന് രാത്രി അവനൊരു പാപി എന്ന് പറഞ്ഞ് അവൻ വീട് ചോദിച്ചില്ല, കാറ് ചോദിച്ചില്ല. ഞങ്ങളെപ്പോലുള്ള ഉപദേശിക്കാരാന്നേ പറയും, സെൻട്രൽ പാസ്റ്ററോട് ചോദിക്കട്ടെ, കമ്മിറ്റിയിലൊന്ന് വെക്കട്ടെ, സഭ പാസ്സാക്കട്ടെ, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. ഇന്ന് രാത്രി മടങ്ങി വന്ന് വീട്ടിനകത്തോ എടുത്തു തെരുക്കോടിനകത്തോ ഞാനൊരു പാപിയെന്നാരെങ്കിലും കരമുയർത്തുന്നെങ്കിൽ നിന്റെ കോടതിയുടെ പേപ്പർ വേണ്ട, FIR വേണ്ട, നിന്റെ അപ്പൻ്റെ കുടുംബം വേണ്ട, കറുത്തവൻ വേണ്ട, വെളുത്തവൻ വേണ്ട, നിന്റെ കീശയിലെ കാശ് ഇന്ന് രാത്രി നിന്നെ എന്നോട് കൂടി പർദീസയിൽ ഇരുത്തുന്ന ഒരു സത്യ ദൈവത്തെ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നു. അവന്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. Lord Jesus, the precious moment. ഇന്ന് രാത്രി ഇതാ സുവിശേഷ പ്രസംഗം. മടങ്ങി വരുന്നവനെ കണ്ടിട്ട് കുലം നോക്കാതെ, കുടുംബം നോക്കാതെ, വസ്ത്രം നോക്കാതെ, കറ നോക്കാതെ, വട്ടം നോക്കാതെ, മാലിന്യം നോക്കാതെ, ചുളുക്കം നോക്കാതെ, പാരമ്പര്യം നോക്കാതെ മടങ്ങി വന്നവനെ മാറോട് ചേർക്കുന്ന ഒരു നല്ല കർത്താവുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന യേശു ക്രിസ്തു. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞെന്നറിയാമോ? ഞാൻ മടങ്ങി വരുമ്പോഴല്ല, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കുക. ബാക്കി നാളെ രാത്രി രാവിലെയും വെളിപ്പാട്. വീതിക്കകത്തോ തെരുക്കോണകത്തോ உண்மையான செய்திகள் கேட்குന്ന தாயே தகர்ப்பரே தம்பி தங்கச்சி, இந்த நாட்களில் உண்மையான செய்தி கூட்டங்கள், உலகத்தின் முடிவும் கடைசி கால செய்திகள் நல்லதையா செய்தி கேட்டுட்டு நீ எங்க போக கூடாது. இந்த நாட்களிலே அந்த கள்ளன் பேசுகிறது மாதிரி ஒரு வாக்கு, ഞാനൊരു പാപിയാണ്, ഞാനൊരു മദ്യപാനിയാണ്, ഹല്ലേലൂയ, ഞാൻ കുടുംബജീവിതം തകർന്ന വ്യക്തിയാണ് എന്ന് രാത്രി കാൽവറിയിലേക്ക് നോക്കി ആ കരമുയർത്തി ഞാനൊരു പാപി എന്ന് ഏതെങ്കിലും തെരുക്കോണിനകത്തിരുന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർത്ത് ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റാൻ എൻ്റെ യേശു വരാറായി. ബാക്കി നാളെ ഒറ്റ കാര്യം കൂടെ പാടുന്ന കുഞ്ഞുങ്ങൾ എഴുന്നേറ്റു മക്കളെ. 2ാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നു. 2ാം ലോക മഹായുദ്ധം എല്ലാവരും കേൾക്കണം. 5.5 കോടി പേരാ മരിച്ചത്. എല്ലാവരും ഈ കഥ കേൾക്കണം. അരുമയാണ് ഒരു ചിന്ന കഥ. അപ്പോൾ ബ്രിട്ടനിൽ ഒരു സംഘടന ഒരു സംഭവം കൊടുത്തു. എന്താ കൊടുത്തതെന്നറിയാമോ? നല്ലൊരു പെയിന്റിങ് അരിക്കാൻ 10,000 പൗണ്ടാ കൊടുത്തത് സമ്മാനം. പലരും പല പെയിന്റിങ് വായിച്ചു. കുഞ്ഞുങ്ങൾ നല്ല കഥ, സൺഡേ ക്ലാസ്, PYP യുവജനങ്ങൾ കേൾക്കണം. ഒരു ചെറുപ്പക്കാരൻ ഒരു പടം അയച്ചു. വലിയൊരു സമുദ്രം, അവൻ എഴുതി അറ്റ്ലാന്റിക് സമുദ്രം, നടുവിലൊരു പാറയുടെ നടുവിലൊരു കാക്ക. അവൻ എഴുതിയിരിക്കുക ലോകമാകുന്ന ഗംഭീരഭാരതി, പാറ ക്രിസ്തു, കാക്ക വിശ്വാസി, സമുദ്രം ഇളകുന്നു. 2ാമത്തെ പടം കേട്ടോണേ, തിരമാല ഉയരുന്നു, പാറയുടെ മേളിരിക്കുന്ന കാക്കയ്ക്ക് ഒരു ചലനമില്ല. തിരമാലയ്ക്കകത്ത് ഒരു കുഞ്ചു മീൻ എവിടെ വരുന്നു? കാക്കയുടെ വായിലേക്ക്. അവൻ എഴുതിയിരിക്കുക ലോകമാകുന്ന ഗംഭീരഭാരതി, എത്ര ഇളകിയാലും ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന കാകൻ വായ്ക്കുള്ള കുഞ്ഞു മീനിനെ കൊടുക്കുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം, വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാർ. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം, വയലച്ചടിക്ക് പ്രകാശം തരുവാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി വരാൻ പോകുന്നു എതിർ ക്രിസ്തു. 2 അവൻ ദൈവാലയം പണിയും. 3 ആലയത്തിനകത്ത് പ്രതിമ കൊണ്ടുവരും. 4 പന്നിയുടെ രക്തം. കൺക്ലൂഷൻ, അവൻ വരുന്നതിന് മുമ്പ്
എൻ്റെ കാന്തൻ മടങ്ങി വരും. 2, അവിടെ ആലയം ഉയരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭ എടുക്കപ്പെടും. 3, യഹൂദൻ്റെ ആലയത്തിൽ റോബോട്ട് വരും. അതിനു മുമ്പ് തേജസ്സിൽ യേശുവിൻ്റെ പൊന്മുഖം. ഇന്ന് രാത്രി 4ാമത്തെ ഭാഗം. ഇന്ന് രാത്രി കഴുത്തറക്കുന്ന യഹൂദൻ പന്നിയുടെ രക്തം, അവിടെ രക്തം വീഴുന്നതിന് മുമ്പ് ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. എൻ്റെ കാന്തൻ മടങ്ങി വരാറായി.